ഹായ് ഹലോ ഗുഡ് ഈവനിങ് ഗൈസ്. മക്കളെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? സൂമിൽ കേൾക്കണ്ടെങ്കിൽ ആറ്റാണിച്ച് ഈ സൂമിൽ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്ന ആളുകളൊക്കെ വേഗം ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. പെട്ടെന്നായിക്കോട്ടെ. വേഗം 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 വേഗം. മക്കളെ സുഖാണോടാ? സുഖാണെങ്കിലും തംസ് കാണിക്കൂ. എന്താ നാളെ ബയോളജി എക്സാം ആയതിൻ്റെ ആണോ മുഖത്ത് വല്ലാത്തൊരു മ്ലാനത? എക്സാം എഴുതാൻ ആർക്കെങ്കിലും പേടിയുണ്ടോ? അയ്യേ, പേടിയാ? പേടിയുള്ളവരൊന്ന് രാറ്റ കാണിച്ച് നോക്കട്ടെടാ. പേടിയുള്ളവരൊന്ന് രാറ്റ കാണിക്കും നോക്കട്ടെ. ഇത്രയും പേർക്ക് താടി എവിടെ പോയി? ഞാൻ വിചാരിച്ചുള്ളൂ ഈ സാധനം ഇത് അൺഫോർച്ചുനേറ്റ്ലി എന്നൊക്കെ പറയില്ല, ഭയങ്കര അബദ്ധവശാൽ സംഭവിച്ചിട്ടൊരു കാര്യമാണ്. എന്നെ എന്താ പറയാ, ഒരു ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചപ്പോൾ പറഞ്ഞു താടിയൊക്കെ ഷേവ് ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഷേവ് ചെയ്യേണ്ടിയിരുന്നില്ല, ആ ക്യാരക്ടർ മാറ്റി വേറെ ക്യാരക്ടർ ആക്കി എന്ന് പറഞ്ഞു. പിന്നെ മറ്റേ വരച്ചൊക്കെ വെച്ചിട്ട് ആ ബാക്കി ഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നെ. ഹലോ സാർ, കൊരങ്ങനായിരുന്നു. അല്ല, കുറെ നാളായല്ലോ സാറിനെ കണ്ടിട്ട്. എന്താ പറയാ, ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട്. നമ്മളിപ്പോ എവിടെ പോരാ. പിന്നെ സാധാരണ ക്രിസ്മസ് എക്സാം, ഓണം എക്സാമിന്റെ ഒക്കെ സമയമാകുമ്പോഴാണല്ലോ ഇങ്ങനെ കാണാൻ പറ്റുക. സാർ ഇതൊക്കെ എന്ത്? ഓക്കെ, ഇത് കണ്ടില്ലേ? ഇത് നമ്മുടെ അശ്വിൻ സാറിന് എന്താ പറയാ, ഒരു തരം കലാവാസന. ഓക്കെ, മക്കളെ എല്ലാവർക്കും കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നില്ലേ? ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ വേവ് ചെയ്തേടാ. ഇനി നിങ്ങൾ വീഡിയോ ഓൺ ചെയ്തോട്ടോ. അപ്പോൾ കുറെ ആളുകൾ ഇപ്പോൾ ഉണ്ട്, ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. ഇനി ആളുകൾ വരാനുണ്ടെന്ന് തോന്നണല്ലേ സാർ? ഓക്കെ, നമുക്ക് വന്നവരെല്ലാവരും ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ മക്കളെ, ഞാൻ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ തന്നെ കാണാൻ കേട്ടോ. അതേ കണ്ടോ, ഇത് നിങ്ങളും ഉണ്ടാവും ഇതിൽ. ഇങ്ങനെ പേജ് ഇങ്ങനെ മാറി വരുമ്പോൾ എവിടെയെങ്കിലും ചൈത്രയൊക്കെ സൂക്ഷിച്ചിരിക്കാട്ടോ. ചൈത്ര ഇവിടെ ഉണ്ട്, ദേ മുള്ളിരിക്കുന്നു കണ്ടോ. അപ്പൊ എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരും നിങ്ങൾ പരസ്പരം ഒന്ന് ഹായ് കൊടുത്തോളൂ കേട്ടോ. നിങ്ങൾ ഇവിടെ ഉണ്ട്, ഇത്രയും പേര് ഇങ്ങനെ കൂട്ടത്തിൽ ഇരിപ്പുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ ബയോളജി ഒക്കെ പഠിച്ച് തുടങ്ങിയിട്ടേ ഇല്ലാത്ത എന്റെ മക്കള് ഒന്ന് ഡാറ്റ കാണിക്കുക. അതുണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും. എന്തായാലും തുടങ്ങിയിട്ടുണ്ടാവില്ല. ഇന്നത്തെ ഫിസിക്സ് എക്സാം എളുപ്പമായിരുന്നോ? ഇന്ന് ഫിസിക്സ് ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് എക്സാം? ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചത് എളുപ്പമായിരുന്നു. നല്ല എളുപ്പമായിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതാ, ഒരു പ്രശ്നമില്ല അതിനകത്ത്. നല്ല വൃത്തിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, നല്ല എളുപ്പമായിരുന്നു. എനിവേ, ബയോളജി ഒക്കെ നമുക്ക് നല്ല അടിപൊളി. സാർ സ്നോ ഓഫ്, പേടിക്കണ്ട, സ്നോ ഓഫ് ആയി കണ്ടോ. സ്നോ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. ഹരിനാരായണന്റെ മെസ്സേജ് ഉണ്ടല്ലേ സാർ? ഓക്കെ, അത് എന്റെ സ്നോ അല്ല, അത് പുള്ളിക്കാരന്റെ സ്നോ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ടോട്ടൽ 11 ചാപ്റ്റർ ഉണ്ട് എന്നുള്ള കാര്യം അറിയാമോ മക്കൾക്ക്? അറിയാമെങ്കിൽ തംസ് കാണിച്ചേ. ടോട്ടൽ 11 ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ 11 ചാപ്റ്ററുകളും നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. സോ നിങ്ങളും അതിന്റെ കൂടെ നല്ല വൃത്തിയായിട്ടിരുന്ന് അറ്റൻഡ് ചെയ്ത് പഠിച്ച് എക്സാം എഴുതിക്കോളണം പോയി. ഓക്കെ, സെറ്റ്. ഓക്കെ സോ, അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളുടെ, ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ കയറി ഇരിക്കുന്നുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആളുകളൊക്കെ ചിലപ്പോൾ ഇതേപോലെ ഒന്നും അറിയാതെ ലാസ്റ്റ് മൊമെന്റിൽ വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും എന്തെങ്കിലും കിട്ടാൻ വേണ്ടി. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്കൂടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് കൊടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ലൈവ് പോകുന്നുണ്ട്, അവിടെ കയറണമെങ്കിൽ അങ്ങനെയും പറയാം അവരുടെ അടുത്ത്. ആവശ്യമുണ്ടെങ്കിൽ മീൻസ് അവർക്കും എന്താ പറയുക, ലാസ്റ്റ് മൊമെന്റ് നിൽക്കുന്നവരായിരിക്കും, ചിലപ്പോൾ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് അവർക്ക് നഷ്ടപ്പെടാതിരിക്കേണ്ട എന്ന് ഓർത്ത് പറഞ്ഞതാണ് സാറ്. ഓക്കെ, എനിവേ 11 ചാപ്റ്ററിൽ ആദ്യത്തെ ചാപ്റ്റേഴ്സ് എടുക്കുന്നത് ഞാനെല്ലാം ഗീതിക മിസ് ആയിരിക്കും. സോ ചാപ്റ്റർ 1, 2, 3, 4 വരെയുള്ള കാര്യങ്ങൾ മിസ് പറഞ്ഞു തരുന്നുണ്ടാവും ക്വസ്റ്റ്യൻസ്. പിന്നെ ഒരു കാര്യമുണ്ട്, ആ ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരുന്ന സമയത്ത് നല്ല വൃത്തിയായിട്ട് ശ്രദ്ധയോടുകൂടി ക്ലാസ് പ്രോപ്പറായിട്ട് കേട്ടിരിക്കുക. കേട്ടല്ലോ? ഓക്കെ ആണല്ലോ? ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് പല ക്വസ്റ്റ്യൻസ് നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നുള്ള കാര്യം ഷുവർ ആണ്. അത് വന്നു കഴിയുമ്പോൾ എഴുതാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ശ്രദ്ധിച്ചിരിക്കുക. ചോദിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചോദ്യം കിട്ടുവാണെങ്കിൽ അതിന് ആൻസേഴ്സ് പറയാം. അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ മിസ്സിന്റെ സെഷനിലെ ചാപ്റ്റേഴ്സ് തീർന്നു കഴിയുമ്പോൾ ബാക്കി ചാപ്റ്റേഴ്സും കൊണ്ട് ഞാൻ വരാം. കറന്റ്ലി ഇപ്പൊ ഞാൻ മിസ്സിനെ ഇങ്ങോട്ട് വിളിക്കാൻ പോവാണ്. ആൻഡ് ഞാനൊന്ന് മാറുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് മിസ് കഴിയുമ്പോഴേക്കും ഞാൻ തിരിച്ചെത്താം. ഓക്കെ അല്ലേ? ഫുൾ അറ്റൻഡ് ചെയ്തോളണം. ഏത് ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത് പ്രഡിക്ഷൻ ഒക്കെ നോക്കാം, ഇടയിലൊക്കെ നോക്കാം. ഓക്കെ, അപ്പൊ തൽക്കാലം നിങ്ങൾ ബുക്ക് കാര്യങ്ങളൊക്കെ എടുത്ത മക്കളെ വേഗം ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും മെറ്റീരിയൽ എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഒന്ന് എടുത്ത് വെക്കുക. ആൻഡ് ഓൾ ഓഫ് യു ഗെറ്റ് റെഡി. ഓക്കെ, സെറ്റ്. ഓക്കെ സർ.
മക്കളെ ഗുഡ് ഈവനിങ്. ഹലോ, ഹായ്. എല്ലാവരും പഠിക്കാനായിട്ട് ഉഷാറായിട്ട് ഇരിക്കുകയല്ലേ? നമ്മൾ ബയോളജി ഇന്ന് അല്ലെ സെറ്റ് ആക്കിയിട്ടായിരിക്കും നാളെ നമ്മൾ എക്സാം ഹാളിലേക്ക് പോവുക. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ് പറയണത് നോട്ട് ചെയ്തെടുക്കുക. എന്തായാലും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നാളെ നിങ്ങളുടെ എക്സാമിന് കാണുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് മിസ്സും സാറും കൂടി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിന്ന് സെറ്റ് ആയിട്ട് തുടങ്ങുകയാണ് മിസ്. അപ്പൊ ആദ്യത്തെ കുറച്ച് ചാപ്റ്ററുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരുപാട് ഡയഗ്രംസ് ഒക്കെ വരുന്ന ചാപ്റ്ററുകളാണ്. അപ്പൊ നമുക്ക് ഡയഗ്രംസ് ഒന്നും ഒഴിവാക്കാനില്ല. ഡയഗ്രംസ് തന്നിട്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും ചാൻസ് ഉള്ളത് കൊണ്ട് കുറെ ഡയഗ്രംസ് ഒക്കെ മിസ് ആഡ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഇതൊക്കെ ഡയഗ്രംസ് ആണെന്ന് നിങ്ങൾ മെറ്റീരിയലൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക്, അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ ആണെങ്കിൽ മെറ്റീരിയലൊക്കെ എടുത്തത് ഒന്ന് ശ്രദ്ധയോടുകൂടി ഇരിക്കുക. സെറ്റ് ആണോ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഒരു ഹായ് തരാം കേട്ടോ. സെറ്റ് ആണെങ്കിൽ ഹായ് തരാം. അങ്ങനെയാണെങ്കിൽ മിസ് ആദ്യത്തെ ചാപ്റ്ററിലേക്ക് പോവാണ്. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ബോട്ടണി റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഏതാണ്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് അല്ലെ. അതാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ. അപ്പൊ ആദ്യത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിലേക്ക് മിസ് ഡയറക്റ്റ് കിടക്കുകയാണ് കേട്ടോ. ആദ്യത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിലേക്ക് മിസ് കിടക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, innermost wall layer of microsporangium which nourishes the developing pollen grains is called dash. എന്താണ് മക്കളെ? വേഗം നമുക്ക് ഒരു ആൻസേഴ്സ് വേഗം ഒന്ന് പറയാൻ പറ്റുന്നവരൊന്ന് മെസ്സേജ് ചെയ്തേടാ. എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇന്നർമോസ്റ്റ് വാൾ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം ഏതാന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ആണ് എന്ത്? അതെന്നെ മിടുക്കൻ. ആരാണ് സാറേ പറഞ്ഞത്? സന കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ടാപ്റ്റം ആണ് അതിന്റെ ഉത്തരം. കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. അതിന്റെ ഉത്തരം ടാപ്റ്റം ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് മിസ് പോവാണ്. ഡെവലപ്മെന്റ് ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആൻഡ് ആർ സീഡ്ലെസ് നോൺ ആസ്. എന്താണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? 4 ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത്. പോളി എംബ്രിയോണി, അപ്പോമിക്സിസ്, പാർത്തനോകാർപ്പി, പാർത്തനോജെൻസിസ്. ഏതായിരിക്കും ഇതിനകത്തേക്ക് വരുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ പാർത്തനോകാർപ്പി ആണ് അല്ലെ. പാർത്തനോകാർപ്പി ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഫെർട്ടിലൈസേഷൻ ഇല്ലാണ്ട് തരണേ നമ്മൾ ഫ്രൂട്ടിലേക്ക് കിടക്കുന്ന ഒരു സെഷൻ എന്ന് പറഞ്ഞു. അപ്പൊ കറക്റ്റ് ആയിട്ട് ഉത്തരം എഴുതിക്കൊള്ളണം. പാർത്തനോകാർപ്പിയും പാർത്തനോജെൻസിസും തമ്മിൽ മാറിപ്പോവരുത്. പാർത്തനോകാർപ്പി ആണ് ഫ്രൂട്ടിന്റെ കേസിൽ വരാം കേട്ടോ. ഫ്രൂട്ടിന്റെ കേസ് ആണെങ്കിൽ പാർത്തനോകാർപ്പി ആയിരിക്കും വരാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇൻ സം സീഡ്സ് ദെൻ നിസൽസൺ മേ ബി പെർസിസ്റ്റന്റ് സച്ച് നിസൽസൺസ് ഈസ് കോൾഡ്. ഒരാളെ വിളിക്കും സാറേ. കല്യാണി മോനെ, ഇതിന്റെ എന്താടാ ഉത്തരം? ഏതായിരിക്കും ഇതിന്റെ ഉത്തരം നമുക്ക് കൊടുക്ക? എന്താടാ കേൾക്കുന്നില്ല? പെരിസ്റ്റോംസ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം അല്ലെ. പെരിസ്പോംസ് ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പൊ നോട്ട് ചെയ്ത് പോവാട്ടോ. വാട്ട് ഈസ് എ ഫോൾസ് ഫ്രൂട്ട്? സൈറ്റ് ആൻഡ് എക്സാമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഫോൾസ് ഫ്രൂട്ട്? അതിനൊരു എക്സാമ്പിൾ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഫ്രൂട്ട് ഡെവലപ്മെന്റ് ഫ്രം തലാമസ് ഓർ അതർ പാർട്ട്. ഓവറിയിൽ നിന്നല്ലാണ്ട് ബാക്കി പാർട്ടിൽ നിന്നും ഫ്രൂട്ട് ഫോർമേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോൾസ് ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് എഴുതാം. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ആപ്പിൾ, സ്ട്രോബെറി, കാഷ്യൂ എന്നൊക്കെ ഉള്ളത്. അപ്പൊ കൃത്യമായിട്ട് അത് നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മിസ് കിടക്കാണ്. ദ ഡെവലപ്മെന്റ് ഓഫ് pollen grains in angiosperm is called. എന്താണ് ഇതിനെ ഉദ്ദേശിക്കുന്നത് എന്നാണ് വൺ വേർഡിൽ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ ഉത്തരമാണ് എന്ത്? മൈക്രോസ്പോറോജെൻസിസ് ആണ് അതിന്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാണ്. The hard outer layer of pollen grains is composed of. വേഗം അതിന്റെ ആൻസർ ഒന്ന് ഗ്രൂപ്പിലേക്ക് ഇട്ടേടാ, അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് വേഗം മിസ്സിലൊന്ന് തന്നെ. എന്താണ് ഹാർഡ് ഔട്ടർ ലെയർ ഓഫ് pollen grains-നെ കമ്പോസ് ചെയ്തിരിക്കുന്നതെന്ന് അതിന്റെ ഉത്തരം വേഗം നമുക്ക് തരാം. എന്താണെന്ന് നോക്കി സാറേ. സ്പോറോപോളിനി. ആരാ ഉത്തരം തന്നേക്കണേ? സന തന്നെയാണ്. വേറെ ആർക്കും അറിയില്ലടാ. വേറെ ആരും പഠിച്ചു തുടങ്ങിയില്ലേ? വേഗം മിസ്സിന് ആൻസേഴ്സ് തരാം കേട്ടോ. അറിയാവുന്നവര് വേഗം മിസ്സിന് ആൻസേഴ്സ് മെസ്സേജ് ആയിട്ട് അയക്കുക. അല്ലെങ്കിൽ ഇപ്പൊ യൂട്യൂബിൽ ഇരിക്കുന്നവരാണെങ്കിൽ യൂട്യൂബിൽ മെസ്സേജ് ആയിട്ട് അയക്കുക. വേഗം നമുക്ക് മെസ്സേജസ് തരാം. ഒരാൾ തന്നെ അയക്കാണ്ട് എല്ലാവരും അയക്കാൻ ശ്രമിക്കുക. നമ്മളെല്ലാം പഠിച്ച കാര്യങ്ങളാണ് ഓൺ എക്സാമിന്. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. Artificial hybridization is one of the major approach for crop improvement program. Suggests the technique used to protect the stigma of bisexual flower
ഡ്യൂറിങ് ഹൈബ്രിഡൈസേഷൻ. അപ്പൊ ഇതേപോലെ വലിയ ഡെഫിനിഷൻ ഒക്കെ തരുമ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അതിന്റെ ഉത്തരം എന്താണ്? ഇമാസ്കുലേഷൻ അല്ലെങ്കിൽ ബാഗിങ് വഴി നമുക്ക് അത് തടയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇമാസ്കുലേഷൻ ആൻഡ് ബാഗിങ് ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് തരുമ്പോൾ പ്രോപ്പർ ആയിട്ട് വായിച്ചു നോക്കുക. വലിയ സെന്റൻസ് ഒക്കെ തരുമ്പോൾ കൺഫ്യൂഷൻ അല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങൾ കുറച്ച് വലിച്ചു നീട്ടി അവർ ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ കൃത്യമായിട്ട് അതൊക്കെ നോക്കി കൃത്യമായി വായിച്ചു നോക്കിയിട്ട് മക്കൾ ഉത്തരം എഴുതാം കേട്ടോ. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇമാസ്കുലേഷൻ ആൻഡ് ബാഗിങ് ആണ്. ഇതേപോലത്തെ ഒരു ഡയഗ്രാം അല്ലെ നമ്മൾ സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഒഴിവാക്കപ്പെടാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. The diagram given below shows the transverse section of young anther. Identify ABCD എന്തൊക്കെയാണ് എന്നാണ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതിനകത്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കും എ എന്താണ്? കണക്റ്റീവ് ആണ്. അതേപോലെ ബി എന്ന് പറയുന്നത് എപ്പിഡെർമിസ് ആണ് അല്ലെ, ഔട്ടർ ലെയർ ആണ്, എപ്പിഡെർമിസ് ആണ്. അതേപോലെ സി എന്ന് പറയുന്നത് സ്പോറോജെൻസിസ് ടിഷ്യൂവും അതേപോലെ ഡി എന്ന് പറയുന്നത് ടാപ്റ്റവുമാണ്. അപ്പൊ കൃത്യമായിട്ട് പാർട്സ് ഏതൊക്കെയാണ് വരച്ച് അടയാളപ്പെടുത്തിയൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. ഈ ഡയഗ്രാം കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചോളണം. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ABCD ഏതൊക്കെയാണെന്ന് ചോദിക്കും. കണക്റ്റീവ് പിന്നെ എപ്പിഡെർമിസ്, സ്പോറോജെനസിസ് ടിഷ്യൂ അതേപോലെ ടാപ്റ്റം. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഓഫ് യങ് ആന്തർ ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിനകത്തേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇതേപോലെ ഐഡന്റിഫൈ ദ ഗിവൺ ഫിഗർ ആൻഡ് ലേബൽ ദ പാർട്സ്. ലേബൽ ദ പാർട്സ് ഗിവൺ ബിലോ. ഇതിന്റെ പാർട്സ് ഒക്കെ കൃത്യമായിട്ട് ലേബൽ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഇതും ഡയഗ്രാംസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ഇതും കൃത്യമായിട്ട് നോക്കണം. ഏതൊക്കെയാണ് നമുക്ക് ഇതിന്റെ ഡയഗ്രാംസിൽ അടയാളപ്പെടുത്തുന്നത് നോക്കാം. ആദ്യത്തെ പാർട്ട് പ്ലിമ്യൂൾ ആണ്. പിന്നെ വരുന്ന പോർഷനെ വിളിക്കുന്നതാണ് ആ 2 പോർഷനെയാണ് നമുക്ക് കോട്ട്ലിഡൻ എന്ന് വിളിക്കുക. മൂന്നാമത്തെ പോർഷൻ ഹൈപ്പോകോട്ടൽ. പിന്നെ റാഡിക്കൽ ഉണ്ട്, റൂട്ട് ക്യാപ്പ് ഉണ്ട്. ഏറ്റവും അടിയിൽ കാണുന്നത് എപ്പോഴും റൂട്ടായിട്ട് റിലേറ്റഡ് ആയിരിക്കും. അപ്പൊ അത് റൂട്ട് ക്യാപ്പ് ആണ്. ഇത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ലേബൽ ചെയ്യാനായിട്ട് മക്കൾ പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ ആണെന്ന് മിസ് കരുതുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Explain how self-pollination is favored in Cleistogamous flower. എങ്ങനെയാണ് Cleistogamous flowerൽ സെൽഫ് പോളിനേഷൻ നടക്കുന്നത്? Okay, Cleistogamous flower do not open. Anther and stigma lie close to each other inside and autogamy occurs. ഇങ്ങനെയാണ് ക്ലിസ്റ്റോഗാമസിൽ എന്ത് നടക്കുന്നത്? സെൽഫ് പോളിനേഷൻ നടക്കുന്നത്. സോ കൃത്യമായിട്ട് എന്താണ് എവിടെയാണ് നടക്കുന്നതെന്ന് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കുക. അത് കൃത്യമായിട്ട് സിമ്പിൾ നിങ്ങൾക്ക് പറ്റുന്ന ലാംഗ്വേജിൽ ആൻസേഴ്സ് കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒബ്സർവ് ദ ഫിഗർ ഓഫ് മോണോകോട്ട് സീഡ് ആൻഡ് ലേബൽ ദ പാർട്സ് മാർക്ക് ABCD ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നതിന്റെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? ലേബൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എ എന്ന് പറയുന്നത് എന്താണ്? കോളറൈസി ആണ്. അതേപോലെ ബി എന്ന് പറയുന്നത് റാഡിക്കൽ ആണ്. അതേപോലെ സിയും ഡിയും പ്ലിമ്യൂളും അതേപോലെ കോളിയോപ്റ്റയിലുമാണ്. അപ്പൊ കൃത്യമായിട്ട് പാർട്സ് ഓർത്തിരിക്കുക. മോണോകോട്ടിന്റെയും ഡൈക്കോട്ടിന്റെയും മാറി ചോദിക്കാം. അപ്പൊ 2 നമ്മൾ കൃത്യമായിട്ട് ലേബൽ ചെയ്യാനായിട്ട് ഓർത്തിരിക്കുക. പാർട്സ് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. Observe the given figure of microsporangium and label the parts ABCD. അല്ലെ, ഇതേപോലെ ഒരു ഡയഗ്രാം ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് നമുക്കറിയാം എപ്പിഡെർമിസ് ആണ്. നമ്മുടെ ഔട്ടർ മോസ്റ്റ് ലെയർ നമുക്ക് പറയുന്നത് എപ്പിഡെർമിസ് ആണ്. അതേപോലെ സെക്കൻഡ് ഉള്ളിൽ ബി എന്ന് കാണിച്ചിരിക്കുന്നത് സെൻട്രൽ പോർഷനിലായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു മിഡിൽ പോർഷനിലായതുകൊണ്ട് അത് മിഡിൽ ലെയർ ആണെന്ന് നമുക്ക് പറയാം. സി എന്ന് പറയുന്നത് മൈക്രോസ്പോർ മദർ സെൽ ആണ്. അതേപോലെ ഡി എന്ന് പറയുന്നത് ടാപ്റ്റമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ ഡയഗ്രാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയഗ്രാം ആണ്. നമ്മുടെ മെറ്റീരിയലൊക്കെ ഡയഗ്രാം ഉണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഡയഗ്രാം നോക്കുക. അതേപോലെ കറക്റ്റ് പാർട്സ് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഇനി ഡയഗ്രാംസ് ഒക്കെ ഒന്ന് മാറ്റി വെച്ച് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The innermost wall layer of microsporangium is tapped. ഓക്കെ, എന്താണ് അതിന്റെ ഫംഗ്ഷൻ? റൈറ്റ് ടു ഫീച്ചേഴ്സ് ഓഫ് ടാപ്റ്റൽ സെൽസ്. ഇതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ എന്താണ് അതിന്റെ ഫംഗ്ഷൻ? നറിഷസ് ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ് ആൻഡ് അവരുടെ മെയിൻ ആയിട്ടുള്ള അവരുടെ ഒരു കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പോസസ് ഡെൻസ് സൈറ്റോപ്ലാസം ജനറലി ഹാവ് മോർ ദാൻ 1 ന്യൂക്ലിയസ്. ഇതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഫീച്ചർ എന്ന് ഉദ്ദേശം. അപ്പൊ ഫംഗ്ഷൻ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്.
ഫീച്ചറും പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ടാപ്റ്റത്തിന്റെ ആണ്. അപ്പൊ ടാപ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഓർത്തിരിക്കുക. കുറെ ക്വസ്റ്റ്യനുകളിൽ നമ്മൾ ടാപ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ളത് കാണുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഇതിന്റെ ഫംഗ്ഷനും എന്താണ് ഇതിന്റെ പെക്യുലാരിറ്റിയും മക്കൾ ഓർത്തിരിക്കാം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എഗ് സെൽ ഫോർമേഷൻ ഇൻ ആൻജിയോസ്പേംസ് ഇൻവോൾവ്സ് മെഗാസ്പോറോജെനസിസ് ആൻഡ് ഫീമെയിൽ ഗമെറ്റോഫൈറ്റ് ഡെവലപ്മെന്റ്. Okay, and the first question, briefly write the various steps involved in female gametophyte development. അതിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് പോവാം. മെയിൻലി എന്ത് സംഭവിക്കും? Ovules generally differentiated in single megaspore mother cells in the micropylar region of the nucleus. Then the mother cells undergoes meiotic division and 4 megaspores are formed. One of the megaspores is functional while the other 3 degenerates. The functional megaspores is developed into female gametophyte. ഇത്രയും കാര്യങ്ങൾ അവിടെ എഴുതണം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കുക. റൈറ്റ് ബ്രീഫ്ലി ദ വേരിയസ് സ്റ്റെപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മദർ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് നമ്മുടെ ഡോട്ടർ സെൽസ് ഉണ്ടാവുന്നതും അതിനകത്ത് ആരൊക്കെയാണ് ഫങ്ഷണൽ ചെയ്യുന്നതും ആരൊക്കെയാണ് ഡീജനറേറ്റ് ചെയ്യുന്നതെന്നും കൃത്യമായിട്ട് മക്കൾ എഴുതാം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് എന്ത്? മെച്യൂർ ആൻജിയോസ്പേം എംബ്രിയോ സാക് അറ്റ് മെച്യൂരിറ്റി ത്രൂ 8 ന്യൂക്ലിയേറ്റഡ് is 7 cell. What is your explanation related to this statement? Explain. എന്തുകൊണ്ടാണ്? 3 cells are grouped together at the micropylar end and constitute the egg apparatus and constitute of 2 synergids and 1 egg cell. The 3 cells are at the chalacal end and are called the antipodals. The large central cells has 2 polar nuclei, thus a typical angiosperm embryo sac maturity, though 8 nucleated, is 7 celled. എന്നുള്ളത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ടാവണം. എന്താണെന്ന് കൃത്യമായിട്ട് ചോദിച്ചാൽ ചോദ്യത്തിനകത്ത് കൃത്യമായിട്ട് ബ്രീഫ്ലി സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ മദർ സെൽസിൽ നിന്നും അവർ ഫോം ചെയ്യുന്നതും അതേപോലെ എങ്ങനെയാണ് 8 ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള 7 സെൽസ് ഉണ്ടാവുന്നതെന്നുള്ളതും കൃത്യമായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് ലേബൽ ചെയ്ത് അല്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ പോയിന്റ് ആക്കി എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. In aquatic plants like water hyacinth and water lily, the pollinating agent is ഏതാണ് മക്കളെ? ഏതാണ് ഇതിനകത്ത്? നമ്മുടെ വാട്ടർ ഹയാസിന്തിന്റെ കേസിൽ ഏതാണ് പോളിനേറ്റിംഗ് ഏജന്റ്? വേഗം ഒന്ന് ആ മെസ്സേജിൽ എനിക്കൊന്ന് മെസ്സേജ് ഇട്ടേടാ. വേഗം ഇടാട്ടാ. നിങ്ങളുടെ ആൻസേഴ്സ് ഒന്ന് എനിക്കൊന്ന് മെസ്സേജ് ആയിട്ട് ഇടാം. വേഗം ഇട്ടേ. ഇതിന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളൂ. വേഗം ഇടാ. ഏതാണ് വാട്ടർ ഹയാസിന്ത് അല്ലെങ്കിൽ വാട്ടർ ലില്ലിയുടെ കേസിൽ പോളിനേഷന് വേണ്ടി സഹായിക്കുന്നത്? ഓപ്ഷൻ എ എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെയാണ് ഓപ്ഷൻ എ എന്ന് പറയുന്നവരൊന്ന് വേവ് ചെയ്തേടാ. ഓപ്ഷൻ എ എന്ന് പറയുന്ന മക്കളൊന്ന് വേവ് ചെയ്ത് കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എ ആണ് ഓപ്ഷൻ. അതെ, നമുക്കറിയാം വിൻഡ് ആൻഡ് ഇൻസെക്റ്റിലൂടെയാണ് അല്ലെ വാട്ടറിലുള്ള പ്ലാന്റ്സിന്റെ കേസസിൽ പോളിനേഷൻ പോസിബിൾ ആയിട്ട് നടക്കുക. വെരി ഗുഡ്. അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് 2 ടേംസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ആദ്യത്തെ 2 ടേംസ് റിലേറ്റ് ചെയ്ത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഫ്യൂണിക്കിൾ ആണ്. ഇറ്റ് ഈസ് എ സ്റ്റാക്ക് ഓഫ് ദി ഒവ്യൂൾ. ഒവ്യൂളിന്റെ സ്റ്റാക്ക് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടെ എഴുതേണ്ടത്? പ്രൊട്ടക്റ്റീവ് എൻവലപ്പ് ഓഫ് ദി ഒവ്യൂൾ. ഒരാളെ വിളിക്കും സാറേ, ഒരു മോളെ നമുക്ക് വിളിക്കാം. അഭിനവേ എന്തായിരിക്കും ഇവിടെ വരാൻ പോകുന്ന ആൻസർ? അറിയോ നിനക്ക്? ഇതിന്റെ ഉത്തരം ഒന്ന് വേഗം മിസ്സിന് പറഞ്ഞേ. കിട്ടുന്നില്ല. വേഗം പഠിച്ചോ കേട്ടോ. എന്നാ വേഗം പഠിച്ചോ. ഓക്കെ, ക്ലാസ് ശ്രദ്ധിക്കാം. നമ്മുടെ ക്ലാസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യണത് നോക്കാം. ഒരാളെയും കൂടി വിളിക്കാം സാറേ. നമുക്ക് അറിയാവുന്ന ഒരാളൊന്ന് റേസ് ചെയ്തേടാ. ഹാൻഡ് റേസ് ചെയ്യാ. അറിയാവുന്ന ഒരു ആള് റേസ് ചെയ്യാം. അസിയ മോനെ, എന്താണ് ഇതിന്റെ ഉത്തരം? വേഗം വെരി ഗുഡ്. ഇന്റഗുമെന്റ് ആണ് ഇതിന്റെ ഉത്തരം അല്ലെ. പ്രൊട്ടക്റ്റീവ് എൻവലപ്പ് ഓഫ് ഒവ്യൂൾ എന്ന് നമ്മൾ പറയുന്നത് ഇന്റഗുമെന്റ് തന്നെയാണ്. വെരി ഗുഡ്. അപ്പൊ പഠിക്കാത്തവർ അല്ലെങ്കിൽ ഓർക്കാത്തവര് വേഗം കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നെയിം ദ സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ് പ്രസന്റ് ഇൻ ദ സിനർജിഡ് അറ്റ് ദി മൈക്രോപൈലർ ആൻഡ്
റൈറ്റ് ഇൻ ഫംഗ്ഷൻ. നമ്മൾ ഡയറക്റ്റ് ആൻസറിലേക്ക് പോവാണ്. ഫിലിഫോം apparatus ആണ്. They play an important role in guiding the pollen tubules into the synergids embryo sac. ഇതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, water pollinated plants have many peculiarities. Write down any 4 such peculiarities. നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും 4 കാര്യങ്ങൾ ഇതിനെ എഴുതിയാൽ മതി. എന്ത് വേണമെങ്കിലും ആവാം. അതിന് പ്രോപ്പർ ആയിട്ടുള്ള കോട്ടിംഗ് വരുന്നതാവാം, അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് നമ്മൾ വാട്ടറിലേക്ക് ഡിസ്പോസ് ചെയ്യുന്നതാവാം. ഏത് ആൻസർ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അപ്പൊ ഇവിടെ മിസ് കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും വേണമെങ്കിലും എഴുതാം. പോളൻ ഗ്രെയിൻസ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം വെറ്റിംഗ് ബൈ ആൻഡ് മുസിലിജീനിയസ് കവറിംഗ്. ഇത് എഴുതാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതേപോലെ ഫീമെയിൽ ഫ്ലവേഴ്സ് റീച്ചസ് ദ സർഫസ് ഓഫ് ദ വാട്ടർ ബൈ ദ ലോങ് സ്റ്റാക്ക്. Male flowers or pollen grains are released onto the surface of the water. Female flower remains submerged in the water, or pollen grains are released inside the water or long ribbon-like structure. ഇതിനകത്ത് ഏത് വേണമെങ്കിലും ഏതെങ്കിലും 4 പോയിന്റ്സ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഓർമ്മയുള്ള ഏതെങ്കിലും 4 പോയിന്റ്സ് വൃത്തിയിൽ എഴുതി വെക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയഗ്രാം ആണ്. ഒബ്സർവ് ദ ഗിവൻ ഫിഗർ ഓഫ് മെച്യൂർ എംബ്രിയോ സാക്. ലേബൽ A and B. Write the function of villiform apparatus. എന്താണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഫിലിഫോം അപ്പാരറ്റസിന്റെ സെയിം ക്വസ്റ്റ്യൻ ആണ് ഇവിടുത്തെ വന്നേക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ്, A എന്ന് പറയുന്നത് ആന്റിപോഡൽസും B എന്ന് പറയുന്നത് സിനർജിഡ്സും ആണ്. ആൻഡ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഫിലിഫോം അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഗൈഡിങ് ദ പോളൻ ട്യൂബ് ഇൻ ടു ദി സിനർജിഡ്സ് അല്ലെ, സിനർജിഡ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ. അപ്പൊ ഇത് ഈ ഡയഗ്രാം ഓർമ്മയിലേക്ക് വെക്കണം. ഇത് ഈ ഡയഗ്രാമും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ലിസ്റ്റ് ഔട്ട് എനി 2 ഡിവൈസസ് ഇൻ പ്ലാന്റ്സ് വിച്ച് ഹെൽപ് ടു ഡിസ്കറേജ് സെൽഫ് പോളിനേഷൻ ആൻഡ് ടു എൻകറേജ് ക്രോസ് പോളിനേഷൻ. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സയന്റിഫിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എഴുതാം, അല്ലെങ്കിൽ എന്താണ് അവിടെ പ്രോസസ് എന്ന് എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടും. Pollen releases and stigma receptives are not synchronized, or anther and stigmas are placed at different position, or self incompatibility and production of unisexual flower. ഇതിനകത്ത് ഏത് വേണമെങ്കിലും മക്കൾക്ക് എഴുതാം, അല്ലെങ്കിൽ സയന്റിഫിക് ടേംസ് നമ്മൾ യൂസ് ചെയ്താലും മതി. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ബനാന ഈസ് എ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. What are parthenocarpic fruits? How parthenocarpy can be induced? നമ്മൾ 1 മാർക്ക് ക്വസ്റ്റ്യനിൽ ഇത് കണ്ടതാണ്. അപ്പൊ പാർത്തനോകാർപ്പി റിലേറ്റഡ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. നമുക്കറിയാം ഫ്രൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ വഴിയാണെങ്കിൽ അതിനെ നമ്മൾ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് വിളിക്കും. എങ്ങനെയാണ് ഇത് നടക്കുക? ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് ബൈ ദി ആപ്ലിക്കേഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺസ്. ബൈ അപ്ലൈയിങ് ദി ഗ്രോത്ത് ഹോർമോൺസ് ആണ് നമുക്ക് ഈ ഒരു പ്രോസസ് നടത്തി എടുക്കാനായിട്ട് സാധിക്കുക. ഓക്കെ അല്ല. അപ്പൊ പാർത്തനോകാർപ്പി എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ ഡെഫിനിഷൻ തന്നാലും മക്കൾ എഴുതാൻ അറിയണം, അതിന്റെ എക്സാമ്പിൾസ് പഠിക്കണം. അതും പിന്നെ ഇതെങ്ങനെയാണ് ഈ ഒരു പാർത്തനോകാർപ്പിക് പ്രോസസ് നടക്കുന്നത് എന്നുള്ളത് മക്കൾ ഓർത്തിരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, എ ടിപ്പിക്കൽ ആൻജിയോസ്പേം എംബ്രിയോ സാക് അറ്റ് മെച്യൂരിറ്റി ഈസ്. ഇത് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതാണ്. വേഗം എനിക്ക് ആൻസേഴ്സ് ഒന്ന് മെസ്സേജ് ബോക്സിൽ ഇട്ടേടാ. ഇതിന്റെ ആൻസർ ABCD ഏതാണെന്ന് മക്കള് വേഗം ആൻസേഴ്സ് ഇടാം. നമുക്ക് നേരത്തെ നമ്മൾ കണ്ടതാണ്, നേരത്തെ നമ്മൾ ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്തതുമാണ്. അപ്പൊ ഒന്ന് വേഗം ആൻസേഴ്സ് നമ്മുടെ മെസ്സേജ് ബോക്സിൽ ഇട്ടേ. വേഗം ആൻസേഴ്സ് ഇടാ. D ആണെന്നാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും ആൻസർ വേറെ ഉണ്ടോ സാറേ? മിലൻ A ആണോടാ? A ആണോ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തോളൂ. ഓക്കെ, വേഗം. D ആണ് ഉത്തരം. 8 ന്യൂക്ലിയേറ്റഡ് 7 സെൽഡ് ആണ് അല്ലെ. 8 ന്യൂക്ലിയേറ്റ് 7 സെൽഡ് ആയിട്ടുള്ളതാണ്. നേരത്തെ കുറച്ചു മുമ്പ് പറഞ്ഞോളൂ. വേഗം ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ മിലൻ. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആവശ്യമുള്ളതാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒബ്സർവ് ദ ഗിവൺ ഫിഗർ ബിലോ, ലേബൽ ദ പാർട്സ് 1 to 5 എന്ന് പറയുന്നത്. അതിന്റെ പാർട്സ് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാനാണ്. ആദ്യം നമ്മുടെ ഈ ഒരു പോർഷൻ വരുന്നത് ഹീലമാണ്. അത് ഇനി ഫ്യൂണിക്കിൾ വരുന്നുണ്ട്. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്താണ്, മൈക്രോപൈലന്റ് ആണ്. അതേപോലെ ഇവിടെ ഇന്റഗ്യുമെന്റ് ഉണ്ട്, ഔട്ടർ ഇന്റഗ്യുമെന്റ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ
ഇന്നർ ഇന്റഗ്യുമെന്റും ചോദിച്ചിട്ടുണ്ട്, ന്യൂസിലസ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇത് കാണുന്നത് എംബ്രിയോ സാക്ക് ആണ്. ലാസ്റ്റ് കാണുന്നത് ചലാസൽ പോയിന്റ് ആണ്. മൈക്രോപൈൽ പോയിന്റും ചലാസൽ പോയിന്റും തമ്മിൽ മാറിപ്പോയത്. മോളിൽ കാണുന്ന ഒരു പോർഷൻ ആണ് മൈക്രോപൈലും, താഴത്തെ ഈ ഒരു പോർഷൻ ചലാസൽ പോയിന്റും ആണ്. ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ അല്ലേ മക്കളെ? കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഐഡന്റിഫൈ ദ ഡയഗ്രാം ആൻഡ് ലേബൽ ദ പാർട്സ് ഷോൺ. ഇനി അടുത്തൊരു ഡയഗ്രാംസ് ആണ്, അത് കൃത്യമായിട്ട് നോക്കി മാർക്ക് ചെയ്യുക എന്തൊക്കെയാണ് വരുന്നതെന്ന്. ആദ്യത്തെ പോർഷനിൽ വരുന്നത് സ്ക്യൂട്ടലം ആണ്. അത് കഴിഞ്ഞ് കാണുന്ന രണ്ട് ഈ റീജിയൻ കോളിയോപ്റ്റീല, പിന്നെ ഈ ഒരു റീജിയൻ എന്ന് പറഞ്ഞാൽ ഷൂട്ട് എപെക്സ് ആണ്. ഈ ഒരു സൈഡിൽ കാണുന്നത് എപ്പിബ്ലാസ്റ്റ്. അതേപോലെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് റാഡിക്കിൾ കാണാം, റൂട്ട് ക്യാപ്പ് കാണാം. ഈ ഒരു ഡയഗ്രത്തിൽ നമുക്ക് കോളറൈസിയും കൂടി കാണാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? കൃത്യമായിട്ട് അതൊന്ന് നോക്കി മെൻഷൻ ലേബിൾ അല്ലെങ്കിൽ അതൊന്ന് ഇമ്പോർട്ടന്റ് ആണെന്നൊന്ന് മാർക്ക് ചെയ്തിടാം. ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുള്ള ഡയഗ്രംസ് ആണ്. കമന്റ് ഓൺ ദ ഫോളോയിങ്. അപ്പോമിക്സിസും അതേപോലെ പോളി എംബ്രിയോണിയും എന്താണ് ഇത് രണ്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ അപ്പോമിക്സിസ് എന്ന് പറയുന്നത് സീഡ്സ് ആർ ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. വിത്തൗട്ട് ഫെർട്ടിലൈസേഷനിലൂടെ സീഡ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. അതേപോലെ പോളി എംബ്രിയോണി എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഇൻ ദ സീഡ് ആണ് പോളി എംബ്രിയോണിക് കേസ്. അപ്പൊ രണ്ടിന്റെയും ഡെഫിനിഷൻ മക്കൾ ഓർത്തിരിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ മോസ്റ്റ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അടുത്തത് നമ്മൾ പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിലേക്കാണ്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന നമ്മുടെ സുവോളജിയിലെ ചാപ്റ്റർ ആണ് അല്ലെ, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. അപ്പൊ ആദ്യത്തെ ചാപ്റ്റർ കഴിഞ്ഞു, രണ്ടാമത്തെ നമ്മുടെ സുവോളജി ചാപ്റ്ററിലേക്കാണ് മിസ് പോകുന്നത്. ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ഇത് ക്വസ്റ്റ്യൻ ആണ് വരെ നോക്കാം. ഓക്കെ, given below the diagrammatic representation of human blastocysts, observe the diagram and answer the following questions. Identify A and B. അതേപോലെ ഇതിന്റെ ഫങ്ഷൻസും എഴുതാനായിട്ടാണ് മക്കളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലെ? എ എന്ന് പറയുന്നത് ഇന്നർ സെൽ മാസും അതേപോലെ ബി എന്ന് പറയുന്നത് ട്രോപ്പോബ്ലാസ്റ്റുമാണ്. ഓക്കെ, എ എന്ന് പറയുന്നത് ഇന്നർ സെൽ മാസ് ആണ്, ബി എന്ന് പറയുന്നത് ട്രോപ്പോബ്ലാസ്റ്റ് ആണ്. എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ? എന്താണ് ഇന്നർ സെൽ മാസിന്റെ ഫംഗ്ഷൻ? ഡിഫറൻഷിയേറ്റ് ഇൻടു എംബ്രിയോ ജേം ലെയേഴ്സ് ഓർ ഗാസ്ട്രുല എന്നുള്ളതാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ട്രോപ്പോബ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അറ്റാച്ച്മെന്റ് ടു എൻഡോമെട്രിയം അല്ലെങ്കിൽ ഫോം ഡിഫറെന്റ് എംബ്രിയോണിക് മെംബ്രെയിൻ, അതുമല്ലെങ്കിൽ നമുക്ക് എഴുതാം പ്ലാസെന്റൽ ഫോർമേഷൻ, അതുമല്ലെങ്കിൽ നമുക്ക് പറയാം ന്യൂട്രീഷൻ സപ്ലൈ. ഇതിനകത്ത് ഏത് എഴുതിയാലും മക്കൾക്ക് മാർക്ക് കിട്ടും. ഏതിന്റെ കേസില? ട്രോപ്പോബ്ലാസ്റ്റിന്റെ കേസിൽ. ഓക്കെ അല്ലെ? അപ്പൊ ഈ ഒരു ഡയഗ്രാം മക്കളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ പഠിക്കേണ്ട സമയത്ത് ആവശ്യമുള്ളതാണ്. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഗ്രാഫ് ഷോസ് ബിലോ ദ ലെവൽ ഓഫ് LH and FSH at various stages of menstrual cycle. Name the source of LH and FSH. അതേപോലെ വീണ്ടും നമുക്ക് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. The level of LH is maximum during the middle day of the cycle. Mention its effect and not the function of LH in male. ഇത്രയുമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം മക്കൾ എനിക്ക് വേഗം മെസ്സേജ് ബോക്സിലേക്ക് ഇടാം. നെയിം ദ സോഴ്സ് ഓഫ് LH and FSH. ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാന്നുള്ളത് മക്കള് വേഗം ഒന്ന് ഗ്രൂപ്പിലേക്ക് ഇട്ടേടാ, വേഗം ഗ്രൂപ്പിലേക്ക് ഇടാ. എവിടെ നിന്നാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറഞ്ഞ സാറേ നോക്കിക്കേ. ആരെങ്കിലും നമുക്ക് ഉത്തരം തന്നിട്ടുണ്ടോ എന്ന് നോക്കിക്കേ. എവിടെ നിന്നാണ് LH FSH വരുന്നത്? വെരി ഗുഡ്. ആരാണ് സാറേ? കല്യാണി ശ്യാം അല്ലെ? കല്യാണി പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നാണ് ഈ FSHും LHും പ്രൊഡ്യൂസ് ആവുന്നത്. ആൻഡ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ഫോർ ഓവുലേഷൻ ആണ് അല്ലെ. ഹെൽപ്പ് ഫോർ എന്താണ്? LH മാക്സിമം ആയിരിക്കുന്ന ആ ഒരു ടൈമില് ഓവുലേഷൻ ഫേസിലാണ് LH എന്ത് ചെയ്യുന്നത്? മാക്സിമം ആയിട്ട് ഇരിക്കുക. ആൻഡ് മെയിൽസിന്റെ കേസിൽ ഇവർ എന്ത് ചെയ്യുന്നു? സ്റ്റിമുലേറ്റ് ദ സിന്തസിസ് ഓഫ് ഹോർമോൺസിനെ സിന്തസിസ് ചെയ്യാൻ വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എംബ്രിയോണിക് ഡെവലപ്മെന്റ്സ് ആർ ഗിവൺ ബിലോ.
ഒബ്സർവ് ദിസ് ഡയഗ്രാം ആൻഡ് ആൻസർ ദിസ് ക്വസ്റ്റ്യൻ എന്നാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അതിനകത്ത് ഫസ്റ്റ് നമുക്ക് മെൻഷൻ എന്താ ചോദിച്ചേക്കണേ, എയും ബിയും എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ എന്ന് പറയുന്നത് ബ്ലാസ്റ്റോമിയർ ആണ് അല്ലെ, ബി എന്ന് പറയുന്നത് മോർ ദാൻ സെൽസ് അവിടെ ഡിവൈഡ് ചെയ്തു, അതുകൊണ്ട് ബി എന്ന് പറയുന്നത് മോറിലെ ആണ്. നെയിം ദ 2 types of cells found in blastocyst. ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ട്രോപ്പോബ്ലാസ്റ്റും അതേപോലെ ഇന്നർ സെൽ മാസുമാണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ബ്ലാസ്റ്റോസിസ്റ്റിൽ കാണുന്ന സെൽസ് ഏതൊക്കെയാണ്. വിച്ച് ലെയർ ഓഫ് ബ്ലാസ്റ്റോസിസ് ഇസ് അറ്റാച്ച്ഡ് ടു ദി എൻഡോമെട്രിയം. അതും നമ്മൾ നേരത്തെ കണ്ടു, നേരത്തെ നമ്മൾ അതും ഡിസ്കസ് ചെയ്തതാണ്. ട്രോപ്പോബ്ലാസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ എൻഡോമെട്രിയം ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ട് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക കേട്ടോ. Complete the flow chart showing spermatogenesis by filling A and B. എയും ബിയും എന്താന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. അതേപോലെ what is the chromosome number of primary spermatocyte? And third question is what is the significance of reduction division in spermatocytes? ഇതാണ് 3 ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, ഈ ഒരു ഫ്ലോ ചാർട്ട് സ്പെർമറ്റോജെൻസിസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് പഠിക്കണം അല്ലെ. അപ്പൊ ആദ്യം എന്താ സംഭവിക്കുന്നത്, സ്പെർമറ്റോഗോണിയ ആണ്, പിന്നെ പ്രൈമറിയും സെക്കൻഡറിയും സ്പെർമറ്റോസൈറ്റ്സ് ആവുന്നത്. അതിനുശേഷം അത് സ്പെർമാറ്റിഡ്സ് ആയിട്ട് സ്പെർമറ്റോസോവൻസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഇനി അതിന്റെ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, പ്രൈമറി സ്പെർമറ്റോസൈറ്റ് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് നമ്പർ ആണ്. ഇൻ മാൻ ഇറ്റ് ഈസ് 23 പെയർ. സ്പെർമാറ്റിഡ്സ് ഹാപ്ലോയിഡ് നമ്പർ ഇൻ മാൻ ഈസ് 23. ആൻഡ് ഇനി റിഡക്ഷൻ ഡിവിഷന്റെ ആവശ്യകത എന്ന് പറയുന്നത്, റിഡക്ഷൻ ഡിവിഷൻ ഹെൽപ്സ് ടു റെഡ്യൂസ് ക്രോമസോം നമ്പർ ഹാസ് ഹാഫ് ഇൻ ഗമേറ്റ്സ്. It helps to keep chromosome number species as a constant for many generation. ഇതാണ് മെയിൻ ആയിട്ട് റിഡക്ഷൻ ഡിവിഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞത്. അപ്പൊ കൃത്യമായിട്ട് ഇത് ഓർത്തിരിക്കുക. അടുത്ത ഡയഗ്രാം ആണ്. ഡയഗ്രാം ഓഫ് എ മമ്മീലിയൻ സ്പെർം ഈസ് ഗിവൺ. ലേബൽ ദ പാർട്സ്. മാർക്ക് ഏതൊക്കെയാണ് പാർട്സ്. അപ്പോൾ സ്പെർമിന്റെ സ്ട്രക്ചറും അല്ലെങ്കിൽ അതിന്റെ പാർട്സ് മാർക്ക് ചെയ്യാന് മക്കൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. മുകളിൽ കാണുന്ന പോർഷൻ അക്രോസോമും അതേപോലെ പിന്നെ ഉള്ളത് ന്യൂക്ലിയസുമാണ്. ഓക്കെ, ഇവിടെ അക്രോസോമും ആണ്, സെക്കൻഡ് ബി പാർട്ടിൽ ന്യൂക്ലിയസുമാണ് കാണാൻ സാധിക്കുന്നത്. ബാക്കി പോർഷൻസ് മിഡിൽ ലെയർ, ഇവിടെ മൈറ്റോകോൺട്രിയ ഉണ്ട്, അതൊക്കെ മക്കൾ ഓർത്തിരിക്കണം. അതേപോലെ ഇത് ടെയിൽ പോർഷൻ ആണെന്നും ഓർത്തിരിക്കുക. ഏത് വേണമെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ എയും ബിയും മാത്രമല്ല, ഇതിന്റെ ഇവിടെ ഒരു നെക്ക് റീജിയൻ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ചോദിക്കാം, ഏത് വേണമെങ്കിലും പാർട്സ് ലേബിൾ ചെയ്യാനായിട്ട് ചോദിക്കാം. ഓക്കെ അല്ലെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മിസ് കടക്കാണ്. സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ഗമറ്റോജെനസിസ് ഇസ് ഗിവൺ ബിലോ. ഐഡന്റിഫൈ എ. റൈറ്റ് വൺ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എ ആൻഡ് ബിയുടെ ഡിഫറൻസും അതേപോലെ എയും ബിയും എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എയിൽ കാണുന്നത് സ്പെർമറ്റോജെനസിസ് ആയിരുന്നു, അതേപോലെ ബിയിൽ കണ്ടത് oogenesis ആണ്. ഓക്കെ അല്ലേ. Spermatogenesis results for spermatozoon, whereas in oogenesis it results one ovum and polar body. അത് കൃത്യമായിട്ട് അവരുടെ ഡിഫറൻസ് ഓർത്ത് വെച്ച് എന്താ. ഓക്കെ, in which part of human reproductive system the following event occurs? First one is fertilization and the second one is implantation. നമുക്കറിയാം fertilization നടക്കുന്നത് ampulla isthmic junctionലാണ്. അതേപോലെ തന്നെ ഇംപ്ലാന്റേഷൻ നടക്കുന്നത് നമ്മുടെ എൻഡോമെട്രിയത്തിലാണ്. അപ്പൊ അത് കൃത്യമായിട്ട് ആ പാർട്സ് എവിടേക്കാണ് ഫെർട്ടിലൈസേഷനും അതേപോലെ ഇംപ്ലാന്റേഷൻ നടക്കുന്നതെന്ന് മക്കൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നമ്മളോട് കറക്റ്റ് സൈറ്റ് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. കറക്റ്റ് സൈറ്റ് യൂട്രസ് ആണെങ്കിൽ അല്ലെങ്കിൽ എൻഡോമെട്രിയം എന്നോ യൂട്രസ് എന്നോ എഴുതിയാലും നമുക്ക് അവിടെ ഇംപ്ലാന്റേഷൻ്റെ അവിടെ മാർക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ചൂസ് ദ ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ് ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ്. അതിന് ഇത് ഒന്ന് വേഗം ആൻസർ പറയാൻ പറ്റുന്നതാണ് അല്ലെ. നമുക്ക് ആൻസേഴ്സ് നമുക്ക് വേഗം മിസ്സിന്റെ മെസ്സേജ് ബോക്സിൽ ഇട്ടേടാ. വേഗം മെസ്സേജ് ബോക്സിൽ ഇടാം. നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് തീർക്കാനുണ്ട് അല്ലെ. നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതാണ് മിസ് കുറച്ച് സ്പീഡിൽ പോണത്. അതുകൊണ്ട് മക്കളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അടയാളപ്പെടുത്താം മിസ് ഏതൊക്കെ പോർഷൻ ആണ് പറഞ്ഞു പോണേന്നുള്ളത് കേട്ടോ. അപ്പൊ അടയാളപ്പെടുത്താം. ഏതാണ്? ആൻഡ്രജൻ ആണ് അല്ലെ. ബാക്കി എല്ലാം കോമൺ ഫീച്ചർ ആണ്. എന്തായിരുന്നു അവരുടെ കോമൺ ഫീച്ചേഴ്സ്? അവരൊക്കെ ഒവേറിയൻ ഹോർമോൺസ് ആണ്. അപ്പൊ ഇതേപോലെ എക്സാംസിന് ചോദിക്കാനും ചാൻസ് ഉണ്ട്. ബാക്കിയെല്ലാം ഒവേറിയൻ ഹോർമോൺസ് ആണ്, ആൻഡ്രോജൻ മാത്രമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് മാർക്ക് ചെയ്ത് മാച്ച് ദ ഫോളോയിങ് എ ആൻഡ് ബി തമ്മിലുള്ള മാച്ച് ദ ഫോളോയിങ് നോക്കാം. കോപ്പസ് ലൂട്ടിയം ആണെങ്കിൽ അത് പ്രൊജസ്ട്രോൺ ആണ്. ലീഡിംഗ് സെൽസ് ആണെങ്കിൽ ആൻഡ്രോജൻ,
അതേപോലെ ബ്ലാസ്റ്റോസിസ്റ്റ് ഇംപ്ലാന്റേഷനും ഇന്നർ സെൽ മാസ് എംബ്രിയോയും. കറക്റ്റ് ആയിട്ട് അത് നിങ്ങളുടെ ഏതാണോ ജോയിൻ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് മാച്ച് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാറുണ്ട്. ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് സ്പേം വിത്ത് ഓവം ഈസ് കോൾഡ്. എന്താണ് മക്കളെ? വേഗം ഉത്തരവിട്ടെ. ഇതിന്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് സ്പേം വിത്ത് ഓവം എന്ന് പറയുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എന്തായിരുന്നു അതിന്റെ ഉത്തരം? വെരി ഗുഡ് വേർഡ്. ഫെർട്ടിലൈസേഷൻ ആണ് അല്ലെ, നമ്മൾ അതിനെ പറയുന്നതാണ് എന്ത്? ഫെർട്ടിലൈസേഷൻ എന്നാണ് നമ്മൾ അതിനെ പറയുന്ന പേര്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗ്രാഫ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട് നമുക്ക് പരിചയമുള്ളതാണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. The graph given below shows the ovarian events and the ovarian hormones help during the menstrual cycle. Name hormones A and B. ഏതൊക്കെ ഹോർമോൺസ് ആണ്? And write the ovarian events during the luteal phase. ഓക്കെ, അപ്പോ എ എന്ന് പറഞ്ഞത് ഈസ്ട്രജനും അതേപോലെ പ്രൊജസ്ട്രോജനും ആണ്. അതേപോലെ ലൂട്ടിയൽ ഫേസിൽ എന്ത് സംഭവിക്കും? ഡ്യൂറിംഗ് ലൂട്ടിയൽ ഫേസ് what happens? The remaining parts of the Graafian follicles transfer into corpus luteum. The corpus luteum secretes large amount of progesterone, and then the secretion of gonadotropins happens. Gradually it decreases. Okay, then the corpus luteum continues to grow for some time after ovulation. Then corpus luteum produces significant amount of hormones, particularly progesterone, and to lesser extent estrogen. Then the corpus luteum secretes progesterone to prepare the endometrium for the implantation of embryo. ഇതാണ് ലൂട്ടിയൽ ഫീസിൽ നടക്കുന്നത് എന്ന് മക്കളെ കൃത്യമായിട്ട് എഴുതണം. അപ്പോൾ ഈ ലൂട്ടിയൽ ഫീസ് ആണ് നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതേപോലെ ബാക്കിയുള്ള ഫീസസിന്റെ കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചാലാണ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്നത്. അപ്പൊ ലൂട്ടിയൽ ഫീസസിൽ ഗ്രാഫിയൻ ഫോളിക്കിൾസിന്റെ ബാക്കിയുള്ള ഫോർമേഷനും കാര്യങ്ങളും ഒക്കെ കോർപ്പസ് ലൂട്ടിയത്തിന്റെ ഫോർമേഷനും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസും എല്ലാം കൃത്യമായിട്ട് ഓർത്ത് വെച്ച് എഴുതാനായിട്ട് ശ്രമിക്കാം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ the first menstruation is called. വേഗം മെസ്സേജ് ഇട്ടേടാ. first menstruation is called. വേഗം മിസ്സിന് മെസ്സേജ് തരാം. first menstruation is called എന്തെന്നായിരുന്നു നമ്മൾ അതിനെ പറയാ? മെനാർക്ക് എന്നാണ് പറയാ അല്ലെ? അതേപോലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് മെൻസ്ട്രേഷൻ നമുക്ക് ചോദിക്കാം. എന്തായിരിക്കും അപ്പൊ ലാസ്റ്റ് മെൻസ്ട്രേഷൻ? ഫസ്റ്റ് മെൻസ്ട്രേഷൻ നമ്മൾ മെനാർക്ക് എന്ന് പറഞ്ഞു. ലാസ്റ്റ് മെൻസ്ട്രേഷൻ നമുക്ക് ചോദിക്കാം മെനോപോസ് എന്നാണ് നമ്മൾ അതിനെ പറയാം. അപ്പൊ ഏത് വേണമെങ്കിലും വരാം, നമ്മൾ അത് രണ്ടും ഓർത്തിരിക്കാം. വെരി ഗുഡ്. പഠിക്കുന്ന മക്കളുണ്ട് അല്ലെ? കുറെ പേര് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് സാറേ, നമുക്ക് അതിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, the semen fluid consists of sperm cells and secretion from. എവിടെ നിന്നായിരുന്നു? നമുക്ക് ആൻസറിലേക്ക് പോവാം. സെമിനൽ വെസിക്കിൾസ്, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്സ് ആൻഡ് കോർപ്പസ് ഗ്ലാൻഡ്സിൽ നിന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിന്റെ റിലീസും കാര്യങ്ങളും നടക്കുക. ദ ഇംപ്ലാന്റഡ് സ്റ്റേജസ് ഡ്യൂറിങ് എംബ്രിയോണിക് ഡെവലപ്മെന്റ്. ഏതായിരുന്നു ഇംപ്ലാന്റിക് സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ? ബ്ലാസ്റ്റോസിസ്റ്റ് ആണ്. കൃത്യമായിട്ട് ഓർക്കുക, ദ ഇംപ്ലാന്റഡ് സ്റ്റേജ് ഡ്യൂറിങ് എംബ്രിയോണിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ബ്ലാസ്റ്റോസിസ്റ്റ് ആണ്. ഓക്കെ, കൃത്യമായിട്ട് ആൻസേഴ്സ് എനിക്ക് മക്കൾ തരുന്നുണ്ട്. മിസ് അതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. മിസ് MCQ ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ABCD അല്ലെങ്കിൽ 1 2 3 ഏത് നമ്പർ ആണെങ്കിലും ഇടാം. മിസ് എല്ലാം ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട്. എടുത്ത് നമുക്ക് പറയാനില്ലാത്ത സമയം കൊണ്ടാണ് മിസ് ഇങ്ങനെ എടുത്തിട്ട് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് കടന്നു പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. The urine sample of a lady contained HCG. As a biology student, what conclusion can you draw from this result? അല്ലെ, നമ്മൾ ഇത് എന്ത് റിസൾട്ട് ആണ് നമുക്ക് ഇതിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുക? അതാണ് നമ്മൾ പറയുന്നത് the woman is pregnant എന്നാണ് ഇതിന്റെ ഉത്തരം. നമ്മൾക്കറിയാം ഇത് HCG ഹോർമോണിന്റെ പ്രസൻസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യൂറിനിൽ കണ്ടാലാണ് അതെന്ത് ചെയ്യുന്നത്? വുമൺ പ്രഗ്നന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ദ ഹ്യൂമൻ chorionic gonadotropin is a hormone produced during pregnancy. Identify 2 other hormones produced during the pregnancy. ഏതൊക്കെയാണ് ഇത് കൂടാണ്ട് നമ്മുടെ HCG കൂടാണ്ട് റിലീസ് ചെയ്യുന്ന വേറെ പ്രഗ്നൻസി ഹോർമോൺസ്? വേഗം മിസ്സിനൊന്ന് മെസ്സേജ് ആക്കി ഇട്ടേടാ. റിലാക്സിൻ ആൻഡ് HPL. പിന്നെ വേറെ ഏതൊക്കെയുണ്ട്? ഹിസ്ട്രജൻ. ഓക്കെ, HPL-ഉം റിലാക്സിനുമാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് അത് നോട്ട് ചെയ്ത് ഇടാം. HCG കൂടാണ്ട് നമുക്ക് ആ സമയത്ത് റിലീസ് ചെയ്യുന്നത് റിലാക്സിനും HPL-ഉം ആണ്. ഓക്കെ, ഫീറ്റൽ ഇജക്ഷൻ അല്ലെങ്കിൽ റിഫ്ലെക്സ് ഈസ് ഇനിഷ്യേറ്റഡ് ബൈ pituitary hormone which is called childbirth hormone. Mention the name of childbirth hormone. മെയിൻ ആയിട്ട് ഓക്സിറ്റോക്സിൻ ആണ് childbirth hormone നമ്മൾ അറിയുന്നത്.
ഓക്സിറ്റോക്സിൻ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, മക്കൾ പഠിക്കുന്നുണ്ടെന്ന് മിസ്സിന് വരുന്ന മെസ്സേജസ് കാണുമ്പോൾ കാണാം കുറെ പേര് എനിക്ക് ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ആൻസേഴ്സ് ഒക്കെ തരുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, the temperature of the testis is 2.5 degrees Celsius lower than the body temperature. Give reasons and name the hormone produced from the testis. ഇങ്ങനെയാണ് രണ്ട് ക്വസ്റ്റ്യൻ. അതിന്റെ ഒരു റീസൺ എന്താ, lower temperature is necessary for the sperm formation in the testis and the testis produce the hormone androgen. ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഓക്കെ, name the structure with the following components. ഏതൊക്കെയാണ് നോക്കാം. embryo at 60 cell stage, mature ovum with follicle cell, myometrium and endometrium, tropoblast, inner cell cell mass and blastocyst. The answers വരുന്നത് ഇത് മോറുലെ ആണ്. അതേപോലെ രണ്ടാമത്തേത് ഏതാ, ഗ്രാഫിയൻ ഫോളിക്കിൾ ആണ്. അതേപോലെ യൂട്രസ് ആണ് നമ്മുടെ മയോമെട്രിയവും ഇതുമുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ. അതേപോലെ ട്രോപ്പോബ്ലാസ്റ്റ് ഇതുള്ളത് ബ്ലാസ്റ്റോസിസ്റ്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മിസ് എടുത്ത് എഴുതാത്ത നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഇപ്പുറത്ത് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് ഓർക്കുക. ഇതേപോലെയും ക്വസ്റ്റ്യൻസ് വരും. നിങ്ങളുടെ സെൽ നമ്പർ ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഓരോ ലെയേഴ്സ് തന്നിട്ട് ഇത് ഏത് റീജിയൻ ആണ് എന്ന് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് വരും. അതും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി ഈ ഒരു ഡയഗ്രാം, ഒബ്സർവ് ദി ഡയഗ്രാം, ഐഡന്റിഫൈ ലേബൽ ABCD. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. ABCD കൃത്യമായിട്ട് ഏതൊക്കെയാണ് അടയാളപ്പെടുത്താനായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഒന്ന് പ്ലാസന്റെ ആണ്, പിന്നെ യോക്സാക്ക് കാണാം, അതേപോലെ അംബലിക്കൽ കോഡ് കാണാം, അതേപോലെ അമിനോട്ടിക് ഫ്ലൂയിഡ് കാണാം. കൃത്യമായിട്ട് ഡയഗ്രാം നോക്കി മക്കള് കറക്റ്റ് ആയിട്ട് അടയാളപ്പെടുത്താം കേട്ടോ. ഓക്കെ അല്ലേ. ഐഡന്റിഫൈ ദ ലേബൽ parts where the following events occur. Fertilization and implantation നടക്കുന്ന പാർട്ട് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇത് എവിടേക്കാണ് നടക്കുന്നതെന്ന് അല്ലെ. ആംപ്ലൈസ്മെറ്റിക് ജംഗ്ഷൻ നമ്മൾ കണ്ടു. അതേപോലെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന യൂട്രസ് അല്ലെങ്കിൽ എൻഡോമെട്രിയം ആണെന്നും കണ്ടു. അപ്പൊ അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്താം. AB തന്നിട്ടുണ്ടാവും. കൃത്യമായിട്ട് അത് എവിടെയാന്ന് നോക്കിയിട്ട് അടയാളപ്പെടുത്താം. Observe the diagram and answer the question. Identify A and B. Write the function of B. എയും ബിയും എന്താണ്, അതേപോലെ ബിയുടെ ഫംഗ്ഷൻ എന്താണ്. എ എന്ന് പറയുന്നത് എന്താണ്, പെരിവെറ്റിലൈൻ സ്പേസും, അതേപോലെ ബി എന്ന് പറയുന്നത് സോണ പെലുസിഡയും ആണ്. സോണ പെലുസിഡ which help to prevent the entry of further sperms after fertilization. ഇതാണ് എന്തിന്റെ, നമ്മുടെ സോണ പെലുസിഡയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. Observe the given diagram of male reproductive system and identify the parts labeled as ABCD. ഏതൊക്കെ പാർട്സ് ആണ് അവിടെ അടയാളപ്പെടുത്താനുള്ളത്. ഇത് കൂടാണ്ട് ഇതിനകത്തുള്ള ഏത് പാർട്സ് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ കൊടുക്കാത്ത പാർട്സ് ഏതൊക്കെയാണ്, വാസ ഡിഫറൻസ് ഉണ്ട്, എപ്പിഡർമിസ് ഉണ്ട്, റെക്ടാ ടെസ്റ്റിസും ഉണ്ട്, യുറേത്രയും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ലേബിൾ ചെയ്യാത്തത്. നിങ്ങൾക്ക് ലേബിൾ ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത്. Placenta also act as a endocrine tissue and produces several hormones. Name two placental hormones and write to function of placenta. പ്ലാസന്റയുടെ ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ HCG ഉണ്ട്, അതേപോലെ HPL ഉണ്ട്, ഈസ്ട്രജൻ ഉണ്ട്, പ്രൊജസ്ട്രജൻ ഉണ്ട്. ഏത് വേണമെങ്കിലും മക്കൾക്ക് എഴുതാം. ആൻഡ് മെയിൻ ഫംഗ്ഷൻ എന്താണ് പ്ലാസന്റയുടെ, ഇറ്റ്സ് പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ, റിമൂവ് വേസ്റ്റ് മെറ്റീരിയൽസ്, ആക്ട് ആസ് എ ബാരിയർ and act as an ultra filter permeable to antibodies. ഇതൊക്കെയാണ് പ്ലാസന്റയുടെ ഫംഗ്ഷൻ. എത്ര എണ്ണമാണോ ചോദിച്ചിരിക്കുന്നത് അതനുസരിച്ച് മക്കൾക്ക് അറിയാവുന്നത്, വൃത്തിയായിട്ട് അറിയാവുന്നത് എഴുതി വെക്കാം. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മൾ സെയിം ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമ്മൾ നേരത്തെ കണ്ടു സ്പെർമിന്റെ കാര്യങ്ങൾ, പാർട്സ് മിസ് നേരത്തെ ഡയഗ്രാമിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പോയതാണ്. ഓക്കെ, അക്രോസോം, മിഡിൽ സ്പേസ്, ടെയിൽ, ഇതൊക്കെ നമ്മൾ ആദ്യത്തെ ഇതിൽ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുകൊണ്ട് ഇനി അത് മിസ് പറഞ്ഞ സമയം കളയുന്നില്ല. Match the following. Months of pregnancy തന്നിട്ടുണ്ട്, അതേപോലെ ഫീച്ചേഴ്സ് ഓഫ് എംബ്രിയോണിക് ഡെവലപ്മെന്റ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് സംഭവിക്കാന്ന് നോക്കാം. ഫസ്റ്റ് മന്തിൽ ഹെർട്ട് സൗണ്ട് ഈസ് നോട്ടീസ്ഡ് ആൻഡ് സെക്കൻഡ് മന്തിൽ എന്ത് സംഭവിക്കും, ലിംസും ഡിക്സസ് ആർ ഫോംസ് ആൻഡ് ഫിഫ്ത്ത് മന്ത് ആകുമ്പോൾ first movement of baby is observed and in 6 months eyelids are separated, eyelashes are formed. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ അല്ലെ. അപ്പൊ കൃത്യമായിട്ട് ഇങ്ങനെ മിസ്മാച്ച് ചെയ്ത് തന്നാൽ കൃത്യമായിട്ട് അതിനകത്ത് ഓരോ സെമിസ്റ്ററിലും എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഓരോ മന്തിലും എന്തൊക്കെയാണ് ഒരു ബേബിക്ക് സംഭവിക്കുക എന്നുള്ളത് മക്കൾ കൃത്യമായിട്ട് ഇതാ. Observe the diagram and answer the question. Identify A and B. What is the function of C?
in which the marker part reduction division takes place. ഇങ്ങനെയാണ് 3 ക്വസ്റ്റ്യൻസ് ഒരു ഡയഗ്രാമിന് തന്നെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 3 മാർക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു ഡയഗ്രാമാണ്. എ എന്ന് പറയുന്നത് എന്താണ്? സ്പെർമറ്റോസോവൻ ആണ്. ബി എന്ന് പറയുന്നത് സ്പെർമറ്റോഗോണിയ. ആൻഡ് സി പാർട്ട് എന്ന് പറയുന്നത് എന്താ? സെറോട്ടിൽ സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ഷൻ ആൻഡ് ന്യൂട്രീഷൻ. അതേപോലെ ഡി എന്ന് പറയുന്നത് പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആണ്. കൃത്യമായിട്ട് നമ്മുടെ ഡയഗ്രാം ഒന്ന് ഓർത്ത് വെക്കാം മക്കളെ. മിസ് പറഞ്ഞു നമുക്ക് 11 ചാപ്റ്റർ ആണ് നമുക്ക് തീർക്കാനായിട്ടുള്ളത് ലിമിറ്റഡ് പീരീഡിൽ. നമുക്കപ്പോ എല്ലാ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് വരേണ്ടതെന്ന് ഡിസ്കസ് ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ടാണ് മിസ് ഇങ്ങനെ പോണേ കേട്ടോ. അപ്പൊ വേഗം ഇതൊക്കെ നമ്മൾ ഓൺ എക്സാമിന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, അതാണ് മിസ് ഇത്ര സ്പീഡിൽ പോണേ. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമ്മൾ അങ്ങോട്ട് ഇനി ഡിസ്കസ് ചെയ്യാത്ത ചാപ്റ്റർ വരുമ്പോ അവിടെ സ്പീഡ് കുറയ്ക്കുന്നതായിരിക്കും. ഒബ്സർവ് ദ ഡയഗ്രാം പ്രൊവൈഡഡ്, ലേബൽ ഇ ആൻഡ് ബി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നെയിം ദ പ്രോസസ് ഇൻഡ്യൂസ്ഡ് റപ്ചർ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കൽ. തേർഡ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ നെയിം ഓഫ് ദ സ്ട്രക്ചർ ഫോമിംഗ് ഇൻസൈഡ് ദ ഓവറി ആഫ്റ്റർ റപ്ചർ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കൽ എന്നാണ്. അപ്പൊ എയും ബിയും നമുക്കറിയാം എന്താണ്? ഒന്ന് പ്രൈമറി ഫോളിക്കളും രണ്ടാമത് ടെർഷറി ഫോളിക്കളുമാണ്. ഇതിനകത്ത് കാണുന്നത് ഓവുലേഷൻ ആണെങ്കിലും റപ്ചർ ചെയ്ത് പിന്നെ ഫോം ചെയ്യുന്നത് കോർപ്പസ് ലൂട്ടിയം ആണ്. ഓക്കെ, അങ്ങനെ ആ ചാപ്റ്റർ തീർന്നു. മിസ്സിനി അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ് അല്ലെ. മിസ് റോക്കറ്റ് ഇട്ട പോലെ ശ്വാസം വിടാണ്ട് പോവാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ പണ്ട് അല്ലെ, നേരത്തെ ഓൺ എക്സാമിന് എഴുതിയ പോർഷൻസ് ആയതുകൊണ്ടാണ് ഇത്രയും സ്പീഡ് കേട്ടോ. മക്കളെ വേഗം ഫോളോ ചെയ്യുക, അതൊന്ന് മാർക്ക് ചെയ്യുക. ഇതൊക്കെ പോർഷൻസ് ആണ് ഇമ്പോർട്ടന്റ്. അപ്പൊ അടുത്തതാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ എന്താണ്? ഒരു ഡയഗ്രാം ക്വസ്റ്റ്യൻ ആണ്. ഡയഗ്രാം ഷോ ബിലോ ഇസ് എ സർജിക്കൽ മെത്തേഡ് യൂസ്ഡ് ഫോർ ഫീമെയിൽ sterilization. What is the method shown in the diagram? Mention any 2 intrauterine devices to prevent conception, and what is the surgical method of male sterilization called? അങ്ങനെ 3 ക്വസ്റ്റ്യൻ ആണ് ഈ ഒറ്റ ഡയഗ്രാമിൽ നിന്ന് ചോദിക്കുക. 3 മാർക്കിന്റെ കാര്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ടുബക്ടമി ആണ്, നമ്മൾ ഫീമെയിലിൽ കാണുന്ന ടുബക്ടമി ആണ്. ആൻഡ് അതർ 2 മെത്തേഡ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? CUT, CU7, ലൂപ്പ്, മൾട്ടി ലോബുലേറ്റഡ് 375, ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാം. ആൻഡ് ദ ലാസ്റ്റ് വൺ സി പാർട്ട് എന്ന് പറയുന്നത് മെയിലിനകത്ത് ചെയ്തത് വെസക്ടമി ആണ്. ടുബക്ടമിയും വസക്ടമിയും മാറിപ്പോവരുത്. ഒന്ന് ഇത് ഫീമെയിൽ ആൻഡ് അടുത്തുള്ള സി പാർട്ടിലുള്ളത് മെയിലിന്റെയും ആണ്. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് ദാറ്റ് യൂസസ് ആൻ ഏർലി എംബ്രിയോ വിത്ത് അപ് ടു 8 ബ്ലാസ്റ്റോമസ്. ഏതാണത്? മിസ്സിന് വേഗം അതൊന്ന് മെസ്സേജ് ആക്കിയിട്ടെ. ഏതാണ് അതിനകത്ത് വരിക? വേഗം മെസ്സേജ് ഇടാ. ഏത് ടെക്നിക്കാണ് നമുക്ക് ഒരു 8 ബ്ലാസ്റ്റോമിയസ് വരെ നമുക്ക് നടത്താനായിട്ട് പറ്റുന്നേ? ABCDയിൽ ഏതായിരിക്കും വരാ? എ എന്ന് പറയുന്നുണ്ട്. വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ സാറേ? ഇല്ല, എല്ലാവർക്കും എ ആണോടാ? എ ആണ് അല്ലെ, സ്വിഫ്റ്റ് ആണ് അല്ലെ. സൈഗോട്ട് ഇൻട്രാ ഫെർട്ടിലൈൻ ട്യൂബ് ട്രാൻസ്ഫർ ആണ് വരുന്ന ആൻസർ എന്ന് പറഞ്ഞ. ഓക്കെ, what among the contraceptive method is a peculiar? Find the odd one. What is the common others? ഏതാണ് ഇതിനകത്ത് വരുന്ന odd one and others? ഏതൊക്കെയാണ് അവരുടെ കോമൺ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. IUCDs ആണ്. others are natural contraceptive methods ആണ്. അപ്പോ കൃത്യമായിട്ട് നോക്കുക, ഇതിന്റെ ഓഡ് വൺ തിരിച്ചറിയുക ആൻഡ് എന്താണ് ബാക്കിയുള്ളവരെ ഇതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്ന് നോക്കുക കേട്ടോ. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. ബാക്കിയുള്ളതൊക്കെ നാച്ചുറൽ ആണ് അല്ലെ, നാച്ചുറൽ മെത്തേഡ്സ് ആണ്. ഓക്കെ, then STI presents a major health concern in both industrialized and developing countries. What do you mean by STIs? And name 2 STIs and suggest 2 preventive method. എന്താണ് അല്ലെ, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? STI എന്ന് ഉദ്ദേശിക്കുന്നത്. ഗൊണറിയ ആൻഡ് സെഫിലസ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ആൻഡ് എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം? അവോയ്ഡ് സെക്സ് വിത്ത് unknown partners and use condoms during coitus. This is the main എന്താണ് നമുക്ക് മെയിൻ ആയിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 പ്രിവെൻഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. Suggest the art which may be used successful in the following conditions. A female cannot produce ovum but can produce suitable environment for fertilization and further development. അതേപോലത്തെ വേറൊരു കേസാണ്. Male partner is unable to inseminate the female or has very low sperm count. Then the third statement is fusion of gamete and zygote formation does not occurs within the body of female. ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമുക്കറിയാം. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് നമുക്ക് ഗിഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ വഴി നമുക്ക് എന്ത് ചെയ്യാം? ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ലേഡി ക്യാൻ
ഗിവ് ബർത്ത് അല്ലെ, ബാക്കി എല്ലാ കണ്ടീഷൻസും അവിടെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഗിഫ്റ്റ് പോലെയുള്ള മെത്തേഡ് നമുക്ക് അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി സ്പേം കൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ വഴി എന്ത് ചെയ്യാം, ആ ഒരു പ്രശ്നം മാറ്റാനായിട്ട് സാധിക്കും. അതേപോലെ ഇതിന്റെ ഫ്യൂഷൻ പ്രോപ്പർ ആയിട്ട് നടന്നില്ലെങ്കിൽ IVF വഴി വിട്രോ ഫെർട്ടിലൈസേഷൻ നമുക്ക് ലാബിലെ ഫ്യൂസ് ചെയ്യിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് പോസിബിൾ ആക്കാം. അപ്പൊ ഇത് മൂന്നും സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കി കൃത്യമായിട്ട് ഇതിന്റെ ആൻസർ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്താണ്, ഇതൊക്കെ എക്സ്പാൻഡ് ചെയ്യാനാണ്. ആർട്ടും അതേപോലെ സ്വിഫ്റ്റും എക്സ്പാൻഡ് ചെയ്യാൻ, ടേംസ് എക്സ്പാൻഡ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. കൃത്യമായിട്ട് ഉത്തരം കൊടുക്കുക. ആർട്ട് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയും സ്വിഫ്റ്റ് എന്ന് പറയുന്നത് സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫറുമാണ്. ഇതേപോലെ ഗിഫ്റ്റും നമ്മുടെ ബാക്കിയുള്ളതും ഓർത്തിരിക്കണം. ഗിഫ്റ്റും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനും കൃത്യമായിട്ട് നിങ്ങൾ ഇതേപോലെയുള്ള ഇതിന്റെ അബ്രിവേഷൻസ് തന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എഴുതാനായിട്ട് ഓർത്തിരിക്കുക. Okay, dash and dash are two surgical contraceptive methods in male and female respectively. നമ്മൾ കണ്ടതാണ്. ഒന്ന് vasectomy ആണ്, മറ്റേത് tubectomy ആണ്. And amniosynthesis for sex determination is banned in our country. Is this ban necessary? Comment on one use of amniosynthesis. അല്ലെ, നമുക്കറിയാം ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ yes, ban on amniosynthesis for sex determination to legally check the increasing female foetusites. It is a fetal sex determination test based on the chromosomal pattern in the amniotic fluid surrounding the development of embryo. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതാം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഐഡന്റിഫൈ ദ ഡയഗ്രാം ആൻഡ് റൈറ്റ് ഹൗ ഇറ്റ് ആക്ട്സ്. ഇത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇതൊരു കോപ്പർ T ആണ്, അല്ലെങ്കിൽ IUDS ആണ്. ഇറ്റ് ഇൻക്രീസസ് ദ ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേം വിത്തിൻ ദ യൂട്രസ് ആൻഡ് ദ CU ions release suppress the sperm motility and fertilizing capacity of sperm. ഇത് കൃത്യമായിട്ട് എഴുതാൻ ശ്രമിക്കാം. In vitro fertilization followed by embryo transfer is known as. വേഗം മിസ്സിന് ആൻസർ തന്നെടാ. In vitro fertilization followed by embryo transfer is known as. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വേഗം ഒന്ന് ആൻസേഴ്സ് തരാം കേട്ടോ. വേഗം മിസ്സിന് ആൻസേഴ്സ് മെസ്സേജ് ബോക്സിൽ ഇട്ടേ. വേഗം മിസ്സിന് ആൻസേഴ്സ് മെസ്സേജ് ബോക്സിൽ ഇടാം. മക്കളെ കൃത്യമായിട്ട് ചിലവര് അല്ലെ ഓപ്ഷൻസ് ഉള്ളത് അല്ലെങ്കിൽ 1 word മാർക്ക് 1 word ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എനിക്ക് മെസ്സേജ് ബോക്സിൽ ഇടുന്നുണ്ട്. മിസ് ഇവിടെ കാണുന്നുണ്ട്. കൃത്യം ഇത് ഒന്ന് വേഗം ഇട്ടേടാ. ഇതിന്റെ ഉത്തരം വേഗം ഇട്ടേ. ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ നോക്കി സാറേ. മിസ് ആരായിട്ടെ? ഇട്ടി എന്നാണ് ഇട്ടേക്കണേ. ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം ആണ്. അല്ലെ, ടെക്സ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങള് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കാറ്റഗറൈസ് ദ ഗിവൺ ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് ഇൻ ടു 3 ഗ്രൂപ്പ്സ് വിത്ത് പ്രോപ്പർ ഹെഡ്. 3 പ്രോപ്പർ കൃത്യമായിട്ട് പ്രോപ്പർ ഹെഡോട് കൂടി ഇവരെ കാറ്റഗറൈസ് ചെയ്യാനായിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമുക്കറിയാം IUCDS എന്ന് പറയുമ്പോൾ കോപ്പർ T ഉണ്ട്, ലിപ്പിൾസ് ലൂപ്സ് ഉണ്ട്. അതേപോലെ ബാരിയർ മെത്തേഡിൽ നമുക്ക് ഡയഫ്രം, കോണ്ടം, സെർവിക്കൽ ക്യാപ്സ്, അതേപോലെ സർജിക്കൽ മെത്തേഡ് ആണെങ്കിൽ വെസിറ്റമി ആൻഡ് ടുബക്ടമി. ഇത്രയും കാര്യങ്ങൾ ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. വൺ കപ്പിൾ കെയിം ടു നോ ദാറ്റ് ദേ ഹാവ് എ ഗേൾ ചൈൽഡ് ഡ്യൂറിംഗ് 4th month of pregnancy and they decided to do MTP. What is MTP? At which stage of pregnancy MTP relatively safe? ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്താണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആണ് MTP ആൻഡ് ഡ്യൂറിംഗ് ഫസ്റ്റ് സെമസ്റ്റർ ആണ് ഇറ്റ് ഈസ് സേഫ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് സഹേലി കോൺട്രാസെപ്റ്റീവ് ഓറൽ പിൽ വാസ് ഡെവലപ്ഡ് അറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി. ഏതാണ് ഇതിനകത്ത് സഹേലി കോൺട്രാസെപ്റ്റീവ് ഓറൽ പില്ല് ഡെവലപ്പ് ചെയ്തതെന്നാണ്. CDRI ലക്നൌവിലാണ് ഇത് ഡെവലപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതോടുകൂടി ഇത് കഴിഞ്ഞു അല്ലെ, ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. നമ്മൾ കുറച്ചും കൂടി ഇത്രയും 3 ചാപ്റ്ററും കുറച്ച് നമ്മൾ പഠിച്ചു പോയ ചാപ്റ്റർ ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റും. ഇനി നമ്മൾ 4ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാണ്. ഇതും നമ്മൾ ഓൺ എക്സാമിന് എഴുതിയതാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിലേക്ക് പോവാം. എന്തായിരുന്നു മോനെ ഡൗട്ട്? ലക്ഷ്മി നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, മറ്റേ ആർട്ടിന്റെ കുറച്ച് ഏതാന്ന് പറഞ്ഞ് അതില് കൊടുക്കുന്നത് മറ്റേ ലോ സ്പേം കൗണ്ട് എന്നായിരുന്നില്ലേ കൊടുത്തിരുന്നത്?
അതെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അല്ല ഉപയോഗിക്കണേ. അതെ, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആയിരുന്നില്ലേ മിസ് കൊടുത്തിരുന്നേ? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനും കൊടുക്കാം, അല്ലാണ്ട് നമുക്ക് ഇൻജെക്ട് ചെയ്യാനും സാധിക്കും. ഓക്കെ, മൈക്രോ ഇൻജെക്ഷൻ വഴി നമുക്ക് സാധിക്കും. ഓക്കെ അല്ലേ? 2 മെത്തേഡിലായാലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും, സ്പെർം കൗണ്ട് കുറവാണെങ്കിൽ. ഓക്കെ അല്ലേ ലക്ഷ്മി? ഓക്കെ ആണ്. ഓക്കെ സെറ്റ്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ. അല്ല, ഇതിനകത്ത് നമുക്ക് കുറെ കാര്യത്തില് ഒന്നില്ലെങ്കിൽ ഡിസോർഡേഴ്സ് തരാം, അല്ലെങ്കിൽ അതിന്റെ സിംറ്റംസും കാര്യങ്ങളും ആയിരിക്കും തരാം. ട്രൈസോമി, അതായത് 21 ക്രോമസോംസ് ഉള്ളതിന്റെ നമ്മൾ എന്താ അതിനെ വിളിക്കുക? അതിനെന്താണ് കൃത്യമായിട്ട് പറയാ? എക്ക് എന്താണ് നമ്മൾ ഉത്തരം കൊടുക്കണ്ടേ? ഡൗൺ സിൻഡ്രോം ആണ് അല്ലെ. ബി എന്തായിരുന്നു? ഉത്തരം ഉണ്ടോ സാറേ? ബിയുടെ ഉത്തരം ക്ലിൻഫിൽറ്റേഴ്സ് ആണ്. അതേപോലെ സിയുടെ ഉത്തരം കൂടി മിസ്സിന് വേഗം തന്നെ. എയുടെ കിട്ടി, ഡൗൺ സിൻഡ്രോം ആണ്, ട്രൈസോമി കണ്ടീഷൻസിൽ വരാം. അതേപോലെ 44+ XXY ആണ് മൂന്നാമത്തെ ടേണർ സിൻഡ്രോമത്തിനുള്ള ഉത്തരം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ തന്നാലും ഡിസോർഡേഴ്സ് പ്രോപ്പർ ആയിട്ട് നമ്മൾ പഠിച്ചാലാണ് ഇതിന് നമുക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റുള്ളൂ. സിംറ്റംസും അതിന്റെ മെയിൻ ആയിട്ടുള്ള ക്രോമസോംസിന്റെ നമ്പറും നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാം. ഓക്കെ, ഡൗൺ സിൻഡ്രോം ആണെങ്കിൽ ട്രൈസോമി ആണ്. അതേപോലെ ക്ലിൻഫിൽറ്റർ സിൻഡ്രോം ആണെങ്കിൽ 44+ XXY ഉണ്ടാകുക. അതേപോലെ ടേണർ സിൻഡ്രോം ആണെങ്കിൽ നമുക്കറിയാം വെബ്ഡ് നെക്ക് ആയിരിക്കും വരാം. ഓക്കെ അല്ലെ? വെബ്ഡ് നെക്ക് ആണ് നമ്മുടെ കേസസിൽ വരാം. ഓക്കെ, നേരത്തെ മിസ് ബിക്ക് പകരം താഴെ കൊണ്ടായാണ് എഴുതിയത്, സോറി. ഓക്കെ, അപ്പൊ ഇപ്പുറത്ത് നമ്മുടെ കാര്യങ്ങൾ കടപ്പുണ്ട്. കൃത്യമായിട്ട് നമ്മുടെ ക്രോമസോംസിന്റെ നമ്പർ എഴുതാം. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, അതിന് ഏതാണ് അതിന്റെ സിംറ്റംസും കാര്യങ്ങളും കൂടി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു നമ്മുടെ ഇത് സ്ട്രക്ചറിൽ എന്തോ ഒരു വേരിയേഷൻ തന്നിട്ടുണ്ട്. നമുക്കൊന്ന് ക്വസ്റ്റ്യനിലൂടെ നോക്കാം. പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഓഫ് 2 ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ് ആർ ഷോൺ ബിലോ. One of the chain shows a abnormality. Observe the diagram and answer the following question. അപ്പൊ ഇത് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല ഈ ഡയഗ്രാം. ഓക്കെ, which of the polypeptide chain in hemoglobin is abnormal leading to a disease? ഏതാണ്? എ ആണോ ബി ആണോ? നമുക്കറിയാം ഇവിടെ അല്ലെ, ഇവിടെ ഒരു വേരിയേഷൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദി അബ്നോർമാലിറ്റി ആൻഡ് വാട്ട് വിൽ ബി ദി എഫക്ട് ഓഫ് ദിസ് ചേഞ്ച് ഇൻ ദി പോളിപെപ്റ്റൈഡ് ചെയിൻ? അപ്പൊ ഏത് ചെയിനിലാണ് വ്യത്യാസം നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എ ചെയിനിലാണ് വ്യത്യാസം. അവിടെ എന്ത് ചെയ്തു? നമ്മുടെ ഗ്ലൂട്ടാമിക് ആസിഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലിൻ എന്ന് പറയുന്നത് 6th പൊസിഷനിൽ സംഭവിച്ചിട്ടുണ്ട്. And what happens? The RBCs become sickle shaped, causing a disease called sickle cell anemia, which affect the O2 carrying capacity of RBCs. Okay, like that is the answer in the one. Okay, some genetic abnormalities, their genotypes and features are distributed in column A, B and C respectively. Match them correctly. നമ്മൾ ഇതിന്റെ ഏകദേശം ഒരു ടേബിൾ ഇൻകംപ്ലീറ്റ് ചെയ്യാൻ കണ്ടതാണ് അല്ലേ? ഇത് കൃത്യമായിട്ട് ഇതിന്റെ ക്രോമസോം നമ്പർ ഒക്കെ കൃത്യമായിട്ട് ഓർത്ത് വെച്ചാലാണ് നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്താൻ പറ്റുള്ളൂ. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതായതുകൊണ്ട് മിസ് ഇതിനെ വീണ്ടും പറയുന്നില്ല കേട്ടോ. നേരത്തെ കണ്ട 3 ഡിസീസ് ആണ് നമ്മൾ ഇവിടെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The first child of a couple is affected with female kidneyuria. During the second pregnancy, they visited a genetic counselor and he prepared a pedigree chart of their family. What is the pedigree analysis? And draw the symbols of affected female, sex unspecified and consanguineous mating. അതായത് നമ്മുടെ റിലേറ്റീവ്സ് തമ്മിലുള്ള മീറ്റിങ്ങിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് എ ട്രേറ്റ് for several generation of families known as the pedigree analysis. And infected ആയിട്ടുള്ളതിന് നമുക്ക് ഇങ്ങനെയാണ്, ഫീമെയിലാണെങ്കിൽ ഇങ്ങനെ കാണിക്കാം. അതേപോലെ സെക്സ് സ്പെസിഫൈ ചെയ്യാത്തതിനെ നമ്മൾ ഡയമണ്ട് ഷേപ്പിലും അതേപോലെ ക്ലോസ്ലി റിലേറ്റീവ് ആയിട്ടുള്ളവരെ മീറ്റ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെയുമാണ് കാണിക്കുക. ഓക്കെ, അടുത്തതാണ് വർക്ക് ഓഫ് എ സ്റ്റുഡന്റ് ഇസ് ഗിവൺ ബിലോ. From the
above given an example for genotype and phenotype. അല്ലെ, ജീനോടൈപ്പ് എന്ന് പറയുന്നത് ഇതാണ്. അതേപോലെ അല്ലെ നമ്മുടെ ജീൻസിനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ജീനോടൈപ്പ്. ഫിനോടൈപ്പ് എന്ന് പറയുന്നത് ഫിസിക്കൽ ക്യാരക്ടേഴ്സ് ആണ്. Okay, complete the work using Punnett square and find out the phenotypic ratio in F2 generation. ഇത് വെച്ചിട്ടൊരു Punnett square വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ജീൻസിന്റെ അറേഞ്ച്മെന്റും അതേപോലെ ഫിനോടൈപ്പ് എന്ന് പറയുന്നത് ഫിസിക്കൽ ക്യാരക്ടേഴ്സുമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇത്രയും കാര്യമായിട്ട് വരുന്നത്. നമ്മളിത് നോക്കാം. മെയിൻ ആയിട്ട് എന്താണ് നമ്മുടെ ജീൻസിന്റെ റെപ്രസെന്റേഷൻ, അതേപോലെ ഫിസിക്കൽ ക്യാരക്ടേഴ്സും നമ്മൾ കൃത്യമായിട്ട് നോക്കുക. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഐഡന്റിഫൈ ദ ട്രീറ്റ്സ് ഫ്രം ദി പെഡിഗ്രി ചാർട്ട്, ഗീവ് വൺ എക്സാമ്പിൾ ഈച്ച്. ഈ രണ്ട് പെഡിഗ്രി ചാർട്ടും അനലൈസ് ചെയ്തിട്ട് എന്താണിത്, അതേപോലെ അതിന്റെ എക്സാമ്പിളും ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗർ ആണ്. നമുക്കറിയാം, ആദ്യത്തത് ഓട്ടോസോമൽ ആണ്, രണ്ടാമത്തത് ഓട്ടോസോമൽ ഡോമിനന്റ് ട്രേറ്റ്, അതേപോലെ രണ്ടാമത്തത് റിസസീവ് ട്രേറ്റുമാണ്. ഡോമിനന്റ് ആണെങ്കിൽ അതിനകത്ത് വരുന്നത് മസ്കുലർ ഡിസ്ട്രോഫി ആണ്. സെക്കൻഡ് വൺ റിസസീവ് ആണെങ്കിൽ സിക്കിൾ സെൽ അനീമിയ ആണ് വരിക. നമ്മുടെ യൂട്യൂബിലുള്ള മക്കള് അല്ലെ, യൂട്യൂബിലുള്ള ഇരിക്കുന്ന മക്കള് താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് നമ്മൾ സൂമിന്റെ ആ വാട്സപ്പ് നമ്പറിൽ നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സൂമിന്റെ ലിങ്ക് കിട്ടും. ഓക്കെ, അതുവഴി നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ മിസ്സിനോട് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യാം. മിസ് താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വാട്സപ്പ് ചാനലിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനകത്തേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് സൂമിന്റെ ലിങ്കും കാര്യങ്ങളും കിട്ടുന്നതാണ്. നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഐഡന്റിഫൈ ദ സിൻഡ്രോം ഫ്രം ദ ജീനോടൈപ്പ് ഗിവൺ ബിലോ. ഏത് സിൻഡ്രോംസ് ആണ് കാണിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. 44 ഓട്ടോസോം ആയിട്ടുള്ളതുണ്ട്, അതേപോലെ XXYയുടെയും കൊടുത്തിട്ടുണ്ട്, അതേപോലെ X0യും കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് അത് നോട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇതിനകത്ത് നമ്മൾ ഇത് മാത്രമാണ് അല്ലെ, X0 എന്ന് പറയുന്ന കണ്ടീഷൻ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാത്തത്. അത് ടേണർ സിൻഡ്രോം ആണ്. മറ്റേ XXY എന്ന് പറയുന്നത് ക്ലിൻഫ്ലേറ്റർ സിൻഡ്രോം ആണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. The family of a Queen Victoria shows a number of hemophilic descendants as she was the carrier of the disease. Okay, name the pattern of inheritance in this royal disease. എന്താണ് നമുക്ക് നോക്കാം. It is a six-linked ആയിട്ടുള്ള ഇൻഹെറിറ്റൻസ് ആണ്. The heterozygous female is a carrier for hemophilia may transmit the disease to his son. അങ്ങനെ എന്ത് ചെയ്യാം, സണ്ണിന് X ആയതുകൊണ്ട് ഈ സൺ can be affected. Okay, അപ്പൊ കൃത്യമായിട്ട് നോക്കാം. Sex-linked diseases ആണ് and the female is a carrier. ഓക്കെ, ഇവിടെ ഐഡന്റിഫൈ ദ സിൻഡ്രോം ഫ്രം ദ ഡയഗ്രാം ആൻഡ് റൈറ്റ് ദി ജീനോടൈപ്പ്. അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് അവിടെ കാണാൻ പറ്റുന്ന സിംപ്റ്റംസ് എന്ന്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ബോത്ത് സെക്സസ്, റൈറ്റ് ദ റീസൺ. എന്തുകൊണ്ടാണ് ഇത് രണ്ടുപേർക്കും അഫക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആൻഡ് ആൻസർ ഈസ് ഡൗൺ സിൻഡ്രോം. 45E plus X6 ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക, അല്ലെങ്കിൽ XY. ദ കോസ് ഓഫ് ദിസ് ജനറ്റിക് ഡിസോർഡർ എന്ന് പറയുന്നത് presence of an additional copy of chromosome number 21. ട്രൈസോമി ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് it will affect both to males and females എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ അല്ലേ? Which of the following is not a Mendelian disorder? ഏതാണ് മെൻഡലിയൻ ഡിസോർഡേഴ്സ് അല്ലാത്തത്? അങ്ങനെയാണെങ്കിൽ മക്കൾ മിസ്സിന് വേഗം ആൻസേഴ്സ് ഇട്ടേ, വേഗം ആൻസേഴ്സ് ഇടാ. ഏതാണ് ഇതിനകത്ത് വരുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മെന്റലിയൻ ഡിസോർഡർ? പ്രോപ്പർ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചിട്ടിടാ. രണ്ട് ഉത്തരമൊക്കെ വരുന്നുണ്ട്. സെക്കൻഡ് വൺ ആണ്, ഡൗൺസ് ആണ് എന്നൊക്കെ. വേഗം ആവട്ടെ കേട്ടോ. വേഗം മിസ്സിന് ആൻസേഴ്സ് ഇട്ടേ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അതേ മക്കൾ പറഞ്ഞ പോലെ ഡൗൺ സിൻഡ്രോം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ മിസ് വായിക്കാം. Observe the figure and answer the question. Observe the figure and answer the question. Identify the syndrome A and B. What is the chromosome number in A and B? ഏതൊക്കെയാണ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ഇവരിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാനായിട്ട് സാധിക്കും. A എന്ന് പറയുന്നത് ക്ലിൻഫെൽറ്റർ സിൻഡ്രോമും അതേപോലെ B എന്ന് പറയുന്നത് ടേണർ സിൻഡ്രോമും ആണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അതിന്റെ ക്രോമസോമും നമ്പറും കാര്യങ്ങളൊക്കെ. അപ്പൊ കൃത്യമായിട്ട് മക്കൾ അതും കൂടി ഒന്ന് ഓർത്തിരിക്കാം.
Which of the following did not have a similar 6 chromosomes? ഏതിനകത്താണ് similar 6 chromosomes ഇല്ലാത്ത? Which do not have a similar 6 chromosomes എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ബേർഡ് ഫീമെയിലിനാണ് അതിന്റെ ഉത്തരം. ബേർഡ് ഫീമെയിൽസിനാണ് സിമിലർ ആയിട്ടുള്ളത് ഇല്ലാത്തത്. Observe the diagrammatic representation of the following pedigree analysis and answer the question. Okay, the first question is describe the type of inheritance shown in the diagram. ഏത് ടൈപ്പ് ഇൻഹെറിറ്റൻസ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. എന്താണ്? സെക്സ് ലിങ്ക്ഡ് ആണ് അല്ലെ? സെക്സ് ലിങ്ക്ഡ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് മിസ് കിടക്കാണ്. In a cross between true breeding red flower and true breeding white flower plant, the F1 was a pink color. Name the inheritance patterns mentioned here. F1 was a self-pollinated and F2 was obtained. What is the genotype ratio and phenotypic ratio? Mention the plant which shows the inheritance. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയല്ലേ? ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്, നമുക്കറിയാം. ഇത് എന്തിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ അവിടെ പഠിച്ചേ? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. ഇതിന്റെ ഫിനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 1:2:1 അതേപോലെ ജീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 1:2. നമുക്കറിയാം ജീൻസിനെ നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ R, സ്മോൾ r, അതേപോലെ തന്നെ സ്മോൾ r ആണ്. ആൻസേഴ്സ് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ മക്കളെ. ഓക്കെ, അതേപോലെ ഇത് ഏറ്റവും ഇത് പ്ലാന്റിലാണ് എന്നുള്ളത്. മിറാബിലസ് എന്ന് പറയുന്ന ജലാപ്പ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് എന്നുള്ളത് മെൻഷൻ ആയിട്ട് ഓർത്തിരിക്കുക. ഇതിനകത്താണ് നടന്നിരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. The tiny insect selected by Thomas Hunt Morgan has its experimental material. മക്കൾക്ക് അറിയാവുന്ന ഉത്തരല്ലേ? വേഗം മിസ്സിന് ആൻസർ ഒന്ന് മെസ്സേജ് ഇട്ടേടാ, വേഗം ആൻസർ ഇടാം. ഇതില് നമ്മുടെ മോർഗൻ എടുത്ത ഏത് ഇൻസെക്റ്റിനെ വെച്ചിട്ടാണ് മോർഗൻ? അതന്നെ ആൻസേഴ്സ് പോരണുണ്ട്, അങ്ങോട്ട് പോരട്ടെ. നമ്മുടെ മോർഗൻ എടുത്ത അതിന്റെ സയന്റിഫിക് നെയിമും അല്ലാത്ത നെയിമൊക്കെ മിസ്സിന് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ആൻസർ എന്തെന്നാ? ഡ്രോസോഫില മെലാഗനസ്റ്റർ എന്നാണ് അതിന്റെ സയന്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ഫ്ലൈ. ഫ്രൂട്ട് ഫ്ലൈ ആണ് നമ്മളിവിടെ. അപ്പം നിങ്ങൾ മാക്സിമം സയന്റിഫിക് നെയിം തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ചിലപ്പോൾ ചില ടീച്ചേഴ്സ് എങ്ങാനും ഇനി മാർക്ക് തന്നില്ലെങ്കിലോ, അപ്പൊ നമ്മുടെ ഫ്രൂട്ട് ഫ്ലൈ എഴുതിയാലും ശരിയാണ്, എന്നാലും സയന്റിഫിക് നെയിമിൽ എഴുതി അത് കുറച്ചും കൂടി നമുക്ക് മാർക്ക് കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വേഗം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മിസ് പോവാണ്. Given below are some symbols generally used in the pedigree analysis. Identify it. അല്ലെ, നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇൻഫെക്റ്റഡ് ആണെങ്കിൽ നമ്മൾ ഷീഡ് ചെയ്യും, അതാണ് നമ്മുടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതേപോലെ ക്ലോസ് റിലേറ്റീവ്സ് തമ്മിലുള്ള മാരേജും അല്ലാത്ത മാരേജുമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. അപ്പൊ അഫക്റ്റഡ് മെയില്, അതേപോലെ അഫക്റ്റഡ് ഫീമെയില്, മീറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ്, അതേ നോർമൽ ആയിട്ടുള്ള മീറ്റിംഗ്സ്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഡയഗ്രാംസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. മൈക്രോഗ്രാഫ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ഓഫ് 2 persons A and B are shown below. Person B is affected with a specific genetic disorder. Identify the genetic disorder. Write the reason for this disorder. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്, നമുക്കറിയാം. ഇത് സിക്കിൾ സെൽ അനീമിയ ആണ് അല്ലെ? സിക്കിൾ സെൽ അനീമിയ ആണ്. ആൻഡ് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? കോസ്ഡ് ബൈ ദി substitution of glutamic acid by valine at the 6th position of beta globin chains of hemoglobin. ഇത് നമ്മൾ കണ്ടതാണ് നേരത്തെ. ചെയിൻ തന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചതാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Define mutation. What are the different types of mutation? എന്താണ് മ്യൂട്ടേഷൻ? നമുക്കറിയാം, it is a sudden change, അല്ലെ, sudden heritable change in the genetic material of an organism is called mutation. നമുക്കറിയാം ക്രോമസോമൽ മ്യൂട്ടേഷനും ഉണ്ട്, അതേപോലെ തന്നെ ജീൻ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നതാണ് ഇതിന്റെ 2 ടൈപ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ മക്കൾക്ക് ക്ലിയർ ആണെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ കുറച്ച് സ്പീഡിലാണ് പോണേന്ന് മിസ്സിന് അറിയാം, പക്ഷെ വേറെ വഴിയില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ഫാദർ, മദർ ആൻഡ് their 2 children are given below. Work out the genotype of each blood group. ഇവരുടെ ഈച്ച് ബ്ലഡ് ഗ്രൂപ്പിനായിട്ടുള്ള ഇതിന്റെ വർക്ക്ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫാദർ AB ആണ്, മദർ O ആണ്, ഡോക്ടർ A ആണ്, അതേപോലെ സൺ B ആണെന്നുള്ളതും തന്നിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഇവരുടെ ആൻസേഴ്സ് വരുന്നത് എങ്ങനെയായിരിക്കും. ഫാദറിന് നമ്മൾ ഇങ്ങനെ ആയിരിക്കും അല്ലെ, AB ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഫാദറിന് നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. അതേപോലെ മദർ O ഗ്രൂപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ ഡോക്ടറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് A ആണ്, അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതേപോലെ സൺ ആണെങ്കിലും കൃത്യമായിട്ട് നോക്കുക എങ്ങനെയാണ് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ഏതൊക്കെയാണ് ആന്റിജൻസ് എന്നുള്ളത് രീതിയിൽ നമുക്കത് നോട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മിസ് കിടക്കാണ്. Karyotype of human chromosome complement is given below. It has some abnormalities. Identify the abnormalities and mention any one consequence of this abnormality. ഇതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ട് നോക്കുക. നമുക്കറിയാം ഇതിന്റെ ഉത്തരം മിസ് ഡയറക്റ്റ് ആൻസേഴ്സിലേക്ക് കിടക്കാണ്. ട്രൈസോമി ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. 47 chrome instead of 4 leading of Down syndrome ആണ്. It leads to the physical, psychomotor and mental retardation ആണ് ഇതിന്റെ മെയിൻ സിംറ്റംസ് എന്ന് പറഞ്ഞ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇല്ല, ഇത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് 4 ചാപ്റ്ററിലെയും മിസ് ഡയഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യൻസ് പല രീതിയിൽ നമ്മൾ കണ്ടു എങ്ങനെയാണ് വരേണ്ടതെന്ന് തിരിച്ചും മറിച്ചൊക്കെ അല്ലെ. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് മക്കൾ നോട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഡിസീസ് കാര്യങ്ങളും അതിന്റെ ക്രോമസോംസ്, സിംറ്റംസ്, പേര് കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എളുപ്പമായതുകൊണ്ടാണ് മിസ് കുറച്ച് സ്പീഡിൽ പോയത് അല്ലെ. അപ്പൊ ഇനി അടുത്ത് നമുക്ക് സാറിനെ വിളിക്കാം. സാറ് പയ്യെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ സാറേ. ഓക്കെ അല്ലേ? അപ്പൊ ഓക്കെ മക്കളെ, കൃത്യമായിട്ട് പഠിക്കുക. എല്ലാവർക്കും മിസ്സിന്റെ മക്കൾക്ക് എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റിയ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ മക്കളെ, ഹായ് 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 ഗുഡ് ഈവനിങ്. തുടങ്ങാം. അപ്പൊ നമുക്ക് ബാക്കി ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. റെഡിയാണോ? റെഡിയാണെങ്കിൽ ഒന്ന് വേവ് ചെയ്തരാം. എടാ സൂമിലുള്ളവരൊക്കെ ഒന്ന് ഡാറ്റ കാണിച്ചേ. സെറ്റ് അല്ലേ? മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് മുതൽ അങ്ങ് എവിടെ വരെ ഉണ്ട്, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ വരെയുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് ഇനി പറയാനായിട്ടുണ്ട്. സോ ടെൻഷൻ ഒന്നും വേണ്ട, കൂളായിട്ടിരിക്കുക. ഇത്രയും നേരം ഇരുന്നത് പോലെ തന്നെ കൂളായിട്ടിരിക്കുക. ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, നല്ല വൃത്തിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. നമുക്കപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തരട്ടെ. ഞാനൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് ഇതിൽ നിന്ന് ഒരാളെ വിളിക്കാം. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണിക്കുമ്പോൾ ആരാണ് അറിയാവുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് റേസ് ഹാൻഡ് ചെയ്യണം കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ. ഒബ്സർവ് ദ ഡയഗ്രാം ഗിവൻ ബിലോ. തന്നിരിക്കുന്ന ഡയഗ്രാം നിങ്ങൾ നോക്കുക. വിച്ച് among the following is the complementary sequence of the DNA fragment shown above?
മുകളിൽ തന്നിരിക്കുന്ന DNA ഫ്രാഗ്മെന്റിന്റെ കോംപ്ലിമെന്ററി സ്ട്രാൻഡ് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിന് ചൂസ് ചെയ്യുക. യെസ് സർ, ആദ്യം റൈസ് ദി ഹാൻഡ് ഇതാരാണ് സർ? അഫ്നാൻ. മക്കളെ നമുക്ക് അഫ്നാൻ ഒന്ന് കാണാം. അഫ്നാൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ അഫ്നാന് ഈ ഓപ്ഷൻസിൽ ഏതാണ് ആൻസർ ആയിട്ട് തോന്നുന്നത് അഫ്നാൻ? യെസ് പറഞ്ഞോ. സി. ഇവൻ ഓപ്ഷൻ സി 3' 5' TAAGC. എടാ അഫ്നാനേ, നീ പറഞ്ഞ ആൻസർ ഇല്ലേ? വളരെ ശരിയാണ്. ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. 3' to 5' ഓറിയന്റേഷൻ ആണ്. ദെൻ ഇവിടെ ATTCG ആയിരുന്നു. നമ്മൾ ഇവിടെ വന്നപ്പോൾ അത് നേരെ തിരിച്ചു. ഓക്കെ അല്ലേ? എടാ എല്ലാവർക്കും കിട്ടിയോ? ഇതിന് ആൻസർ എഴുതാൻ പറ്റുമെങ്കിൽ ഡാറ്റ കാണിച്ചേ. കോംപ്ലിമെന്ററി സ്ട്രാൻഡ് ചോദിച്ചാൽ അതിന് 5' to 3' ആണോ എന്നുള്ളത് നോക്കുക. അഡിനിൻ തൈമിനും DNA ആണെങ്കിൽ കേട്ടോ, DNA ആണെങ്കിൽ അഡിനിൻ തൈമിൻ, ദെൻ സൈറ്റോസിൻ ഗ്വാനിൻ, ആ ബോണ്ടിങ്ങിന്റെ കാര്യം ഒന്ന് ഓർക്കുക. അഫ്നാൻ സെറ്റഡ്, അടിപൊളി. ആൻഡ് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ നോക്കിക്കേ. ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റ് ഇസ് ഗിവൺ ബിലോ. തന്നിരിക്കുന്നത് ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റിന്റെ ഫിഗർ ആണ്. ഒബ്സർവ് ഇറ്റ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ഫിഗർ നോക്കിയിട്ട് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഹൗ ക്യാൻ യു ഐഡന്റിഫൈ ദ കോഡിംഗ് സ്ട്രാൻഡ്? ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് കോഡിംഗ് സ്ട്രാൻഡിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും? റൈറ്റ് ദ സീക്വൻസ് ഓഫ് RNA ഫോംഡ് ഫ്രം ദിസ് യൂണിറ്റ്. ഇതിൽ നിന്നുണ്ടാവാൻ ചാൻസ് ഉള്ള RNAയുടെ സ്ട്രാൻഡ് സീക്വൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ബോത്ത് സ്ട്രാൻഡ്സ് ഓഫ് ദി DNA ആക്ട് ആസ് ടെംപ്ലേറ്റ്സ് ഫോർ ട്രാൻസ്ക്രിപ്ഷൻ? ട്രാൻസ്ക്രിപ്ഷന് വേണ്ടി രണ്ട് സ്ട്രാൻഡുകളും DNAയുടെ ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ഓക്കെ. യെസ്, ഇന്റെ ദൈവം നെയ്യാറ്റിങ്കര ഗോപനക്ക് ഇപ്പോഴും ഉണ്ടല്ലേ? ഓണത്തിന്റെ ലൈവിന് കണ്ടതാ, പിന്നെ അവൻ ക്രിസ്മസ് ലൈവിനാ വരുന്നത്. ഓക്കെ, കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എങ്ങനെ കോഡിംഗ് സ്ട്രാൻഡിനെ ഐഡന്റിഫൈ ചെയ്യാം? കോഡിംഗ് സ്ട്രാൻഡ്സ് ഹാസ് 5' end at the promoter or കണ്ടോ? പ്രൊമോട്ടർ 5' end at the promoter. കിട്ടിയെങ്കിൽ ഡാറ്റ കാണിച്ചേ. പ്രൊമോട്ടർ താഴെ കണ്ടവർക്ക് ഡാറ്റ കാണിക്കാം. പ്രൊമോട്ടർ കണ്ടോ മക്കളെ? ദേടാ ഇവിടെ 5' end ഉണ്ടെങ്കിൽ അതായിരിക്കും എന്ത്? കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. കിട്ടിയൊരു തംസ് കാണിച്ചേ. പ്രൊമോട്ടറിന്റെ എൻഡിൽ 5' end വരുവാണെങ്കിൽ അതാണ് കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളോട് ചോദിച്ചു ഇതിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള RNAയുടെ ആ ഒരു സീക്വൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ദേ നോക്കിക്കേ. യു RNAയിൽ യു അല്ലേ? യുറാസിൽ അല്ലേ? തൈമിൻ മാറ്റി യുറാസിലാണ് വരണമെങ്കിൽ സൂമാരെന്ന് ഡാറ്റ കാണിച്ചേടാ. യുറാസിൽ വരണം, തൈമിൻ മാറ്റണം, അവിടെ യുറാസിൽ പ്ലേസ് ചെയ്താൽ മതി കേട്ടോ. ആൻഡ് ദ 2 RNA will be complementary and may form double stranded RNA and it prevents the translation. കണ്ടോ? രണ്ട് സ്ട്രാൻഡുകളും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ the 2 RNA രണ്ടും പീസ് ആണല്ലോ, രണ്ട് RNA കൂടെ എന്താണ്? കോംപ്ലിമെന്ററി ആയിരിക്കും and may form double stranded RNA ആയിട്ട് മാറും. അത് ട്രാൻസ്ലേഷനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടാൽ മതി കേട്ടോ. അഫക്റ്റഡ് മെയിലിന്റെ കാര്യമാണ് ഇപ്പോഴും ചാറ്റിൽ അയച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വെരി ഇമ്പോർട്ടന്റ്, മാർക്ക് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് നാളത്തെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ മിക്കവാറും വരാൻ ചാൻസ് കൂടിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ക്വസ്റ്റ്യൻസിന്റെ കൂട്ടത്തിൽ ഒരെണ്ണമാണ്. കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ലാക്കോപ്രോൺ മോഡൽ എന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ക്വസ്റ്റ്യൻ നോക്കിക്കാൻ മക്കൾ. ഇവിടെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഈക്വലൈ ലാക്ടോസ് കാറ്റബോളിസം ഇസ് കൺട്രോൾഡ് ബൈ ലാക്കോപെറോൺ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ ഇസ് ഗിവൺ ബിലോ. ഇൻഡ്യൂസറിന്റെ ആബ്സെൻസിൽ ലാക്കോപെറോണിന്റെ ഫിഗർ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഇസ് പി? പറഞ്ഞേ വേഗം ചാറ്റിലേക്ക് മെസ്സേജ് പോരട്ടെ. ആരാണ് പി? എന്താണ് പി? വാട്ട് ഇസ് പി? പിയുടെ ആൻസർ പി എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ഞാൻ പറഞ്ഞുതരാം. സാർ പി ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ. പി പ്രൊമോട്ടർ. അഭിനവ് പറഞ്ഞു, അഭിനവ് പത്മകുമാർ പറയുന്നു പ്രൊമോട്ടർ ആണെന്ന് പറയുന്നു. അഭിനവേ പ്രൊമോട്ടർ തന്നെ, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ് കേട്ടോ, പ്രൊമോട്ടർ ആണ്. അടുത്ത നോക്കണം, നെയിം ദ എൻസൈംസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്ട്രക്ചറൽ ജീൻ ZYA. ഇതിന്റെ ആൻസർ നമുക്ക് ഒരാൾ വിളിക്കാം. സാർ റേസ് ചെയ്യാൻ ഇത് ആര് പറയും? ZYA എന്ന് പറയുന്ന ആളുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമുകളുടെ പേര്, ZYA പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈംസിന്റെ പേര് ആര് പറയും? ആർക്കും അറിയില്ല. അറിയാവുന്നവരുണ്ടോ? വേഗം മെസ്സേജ് അയക്കും. നോക്കട്ടെ. ZYA, Z എന്ത് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നു? യെസ് സർ, ഇതാരാ? മിലനാണോ? എടാ നീ ചിരിച്ചോണ്ടിരിക്കുകയാണോടാ? പറഞ്ഞു നോക്കാം. ജസ്റ്റ് ട്രൈ. Z പറഞ്ഞോ. ഓക്കെ, Z ബീറ്റ ഗാലക്ടോസിഡേസ്. വയ്യോ? ട്രാൻസ്അസെറ്റിലേസ് ആണോ? നോക്കാം. എ എന്താണ്? ZYA. പെർമിയേസ്. ഓക്കെ, നോക്കാം നമുക്ക്. യെസ് സാർ, അവനെ മാറ്റിക്കോട്ടോ, അവന് നാണം വരണ്ട ഇടക്കിടക്ക്. മക്കളെടാ, Z ബീറ്റ ഗാലക്ടോസിഡേസ്, Y പെർമിയേസ്, A ട്രാൻസ്അസെറ്റിലേസ്. കേട്ടോടാ? ഓക്കെ,
ഇങ്ങനെയാണോ എല്ലാവരുടെയും ബുക്കിലുള്ളത്? അല്ലേ? ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. എടാ നീ പറഞ്ഞത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയിന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്ത സെറ്റ് ആണ് കേട്ടോ. ഇത് നോക്കിക്കേ, Z ബീറ്റ ഗാലക്ടോസിഡേസ്, അത് കഴിഞ്ഞാലോ Y പെർമിയേസ്, A ട്രാൻസസെറ്റിലേസ്. കിട്ടിയോ? എല്ലാവരും ഓക്കെ ആണെങ്കിൽ ദൈവീത മക്കളെ ഒന്ന് ഡാറ്റ കാണിച്ച്. എല്ലാവരും ഓക്കെ ആണെങ്കിൽ ഡാറ്റ കാണിക്ക്. സെറ്റ് അല്ലേ? മറന്നു പോകരുത് കേട്ടോ. ആൻഡ് നമ്മളോട് പറഞ്ഞു റീഡ്രോ ദ ഡയഗ്രം ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ. തന്നിരിക്കുന്ന ഫിഗർ ഇൻഡ്യൂസറിന്റെ ആബ്സെൻസിലാണ്. അത് ഇൻഡ്യൂസറിന്റെ പ്രസൻസിൽ ദേ ഇൻഡ്യൂസർ കയറി ഇരിക്കുന്ന കാണിക്കുന്ന കണ്ടോ കണ്ടെങ്കിൽ ഡാറ്റ കാണിച്ച്. സെയിം ഫിഗറിൽ ഇൻഡ്യൂസർ കയറി ഇരിക്കുന്നത് വെച്ചിട്ടുള്ള ഫിഗർ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. സോ ഇതും ഒന്ന് വരയ്ക്കാൻ നോക്കി വെച്ചേക്കാം. മുകളിലത്തെ യൂണിറ്റ് അതുപോലെ തന്നെ പഠിച്ചോളാം. ഇവിടെ ഇൻഡ്യൂസർ ഇല്ലെങ്കിൽ നേരെ ഓപ്പറേറ്ററിൽ പോയി ഇത് ബൈൻഡ് ചെയ്യുന്നു. ഇൻഡ്യൂസർ ഉണ്ടെങ്കിൽ ദേ നോക്കിക്കേ, ഇൻഡ്യൂസർ കയറി ഇവിടെ കയറി കഴിയുമ്പോൾ പിന്നെ ഇത് ഓപ്പറേറ്ററിൽ പോകണുണ്ടോ? പോണില്ലല്ലോ. പോകാത്ത സാഹചര്യത്തിൽ ZY എന്ന് പറയുന്ന സ്ട്രക്ചറൽ ജീനുകളുടെ അകത്തുനിന്ന് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും കേട്ടോ. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. DNA is better genetic material than RNA. എന്തുകൊണ്ടാണ് DNA RNAയേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ജനറ്റിക് മെറ്റീരിയൽ ആണെന്ന് പറയുന്നത്? ഡു യു അഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെന്റ്? നിങ്ങൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ സബ്സ്റ്റാൻഷിയേറ്റ് ദി സ്റ്റേറ്റ്മെന്റ്. ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പറയാ. യെസ് സർ. ആരുല്ല? എനിബഡി? ദേ നോക്കിക്കേ, 2OH group. നോക്കിക്കോട്ടോ, 2OH group present at the nucleotide in RNA is a reactive group and makes the RNA labile and easily degradable. Okay അല്ലേ? Hence DNA is less reactive and structurally more stable when compared to RNA. ഈ രണ്ട് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ച്. എങ്ങാനും ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ ടഫ് ആക്കാൻ സാഹചര്യമുള്ള കേസുകളിൽ കയറി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. മാർക്ക് ചെയ്ത് വെച്ചോളൂ. RNAയുടെ ന്യൂക്ലിയോടൈഡിന്റെ അടുത്തുള്ള 2OH ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് റിയാക്റ്റീവ് ഗ്രൂപ്പ് ആണ്. അത് RNAയെ മോർ ഈസിലി ഡീഗ്രേഡബിൾ, പെട്ടെന്ന് ഡാമേജ് ആക്കി അല്ലെങ്കിൽ ഡിഗ്രേഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരാക്കി മാറ്റുന്നു. DNA കേസിൽ വരുമ്പോൾ ലെസ് റിയാക്റ്റീവ് ആണ് DNA എന്ന് പറയുന്നത്, സ്ട്രക്ചറലി മോർ സ്റ്റേബിളും ആണ് RNA വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് രണ്ട് ന്യൂക്ലിക് ആസിഡുകളെ വെച്ച് പറയുമ്പോൾ DNA ആണ് ബെറ്റർ ജനറ്റിക് മെറ്റീരിയൽ, സ്റ്റേബിളും ആണ്, ബെറ്റർ ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ DNA ആണ്. എഴുതാമെങ്കിൽ മാത്രം ഒന്ന് ഡാറ്റ കാണിച്ചേടാ. OH ഉള്ളതുകൊണ്ടല്ലേ? OH ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ നമ്മുടെ RNAയുടെ കേസിൽ OH ഉള്ളതുകൊണ്ട് അവർ ലെസ് റിയാക്റ്റീവ് അല്ല, ഹൈലി റിയാക്റ്റീവ് ആണ്. ഡീഗ്രഡേഷൻ സംഭവിക്കാൻ ചാൻസും ഉണ്ട്. മാർക്ക് ചെയ്തോട്ടോ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. മാർക്ക് ചെയ്യൂ. വെരി ഗുഡ്, വെരി ഇമ്പോർട്ടന്റ്. ആരത്? തീർത്ത. ഹലോ തീർത്ത. എട്ടുകാലിയോ മക്കളെടാ? ഐഡന്റിഫൈ ദ പ്രോസസ്. സാറെ വിളിച്ചോ സാർ? ഒരാളെ വേഗം വിളിച്ചു സാർ, നമുക്ക് നോക്കാം. ആരാ പറയാ? ഐഡന്റിഫൈ ദ പ്രോസസ്. വേഗം പറഞ്ഞു. അതെ, ഇനീഷ്യേഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ചൈത്ര പറയാം. ഐഡന്റിഫൈ ദ പ്രോസസ്. ഏതാണ് ഈ പ്രോസസ്? ഏത് ട്രാൻസ്ക്രിപ്ഷനാ? പ്രോകാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. നെയിം ദ എൻസൈം കാറ്റലൈസിസ് പ്രോസസ്. ഈ പ്രോകാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം മക്കളെ RNA പോളിമറേസ്. ഈ രണ്ട് ചോദ്യങ്ങളും കഴിഞ്ഞ കുറെ എക്സാമുകളായിട്ട് കണ്ടിരിക്കുന്നതാണ്. മാർക്ക് ചെയ്തിട്ടോളൂ. ഐഡന്റിഫൈ ദ പ്രോസസ്, നെയിം ദ എൻസൈംസ് കാറ്റലൈസസ് ദിസ് പ്രോസസ് ആൻഡ് വാട്ട് ആർ ദ അഡീഷണൽ കോംപ്ലക്സിറ്റീസ് ഇൻ യൂകാരിയോട്സ് ഫോർ ദിസ് പ്രോസസ്. ഈ പ്രോസസ്സിൽ പ്രോകാരിയോട്ടിനെ പറ്റി വെച്ച് നോക്കുമ്പോൾ യൂകാരിയോട്സിൽ അഡീഷണൽ ആയിട്ട് നോക്ക്. ഇൻ യൂകാരിയോട്സ് HNRNA അല്ലേ? HNRNA കേട്ടിട്ടുണ്ടോ? ഡാറ്റ കാണിച്ച്. അഡീഷണൽ പ്രോസസിംഗ്, സ്പ്ലൈസിംഗ്. മാർക്ക് ചെയ്ത് വെച്ചോ. സ്പ്ലൈസിംഗ്, ക്യാപ്പിംഗ് ചോദിക്കും, ടെയിലിംഗ്. ഇത് മൂന്നും ബുക്കിൽ എഴുതി വെച്ചേ. വേഗം എഴുതി വെച്ചേ. ബുക്കിൽ എഴുതി വെച്ചോളൂ. സ്പ്ലൈസിംഗ്, ക്യാപ്പിംഗ്, ടെയിലിംഗ് കേട്ടോ. 3 ടേംസും എക്സാമിന് കണ്ടുവന്നിരിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ നിങ്ങൾ നോക്കിക്കോട്ടെ, നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ സാധനം ഇല്ലാതെ വരില്ല. ഇതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാകും. ഇത് സെൻട്രൽ ഡോഗ്മയാണ്. ഫ്ലോ ചാർട്ട് ഓഫ് ജനറ്റിക് ഇൻഫോർമേഷന്റെ ഫ്ലോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫ്ലോ ഓഫ് ജനറ്റിക് ഇൻഫോർമേഷൻ ഉള്ള ഒരു ഫ്ലോ ചാർട്ട്. ഇതിനകത്ത് നെയിം ദ പ്രോസസ്സസ് ABC. സാർ വിളിച്ചോ? വേഗം വിളിച്ചു. എല്ലാവർക്കും അറിയാവുന്നതാണ്. ആരാണ്? അമന്യ. പറഞ്ഞോ. ഏതാണ് ഇതിനകത്ത്? നമ്മുടെ എയും ബിയും സിയും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എയും ബിയും സിയും എന്താണ്? എ റെപ്ലിക്കേഷൻ. വെരി ഗുഡ്. ദെൻ ബിയോ? ട്രാൻസ്ക്രിപ്ഷൻ. വെരി ഗുഡ്. സി എന്താണ് അപ്പോ? യെസ്, ട്രാൻസ്ലേഷൻ. അങ്ങനെയാണെങ്കിൽ ഡി എന്തായിരിക്കും? പെർഫെക്റ്റ്. ഇൻ കേസ് ഡി കയറി ചോദിക്കുകയാണെങ്കിൽ കലക്കൻ. അടിപൊളി. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ആണ് കേട്ടോ. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. സാർ അമന്യ എവിടെയായിരുന്നു? അമന്യ എവിടെ ഉണ്ടായിരുന്നു? നമ്മൾ ഇവിടെ അമന്യ കണ്ടായിരുന്നോ? അയ്യോ പാവം അമ്മൻ്റെ. ഞാൻ വിചാരിച്ച അമ്മനോട് കാണാം. അമ്മനെ സാർ അന്ന് അമ്മനെ കാണിച്ചു കൊടുത്തേ. മക്കളെ നമുക്ക് അടിപൊളിയായിട്ട് ആൻസർ പറഞ്ഞത് അമ്മനെ. അത് ഇവിടെ ഇരിപ്പണം. അമ്മനെ ചിരിക്കൂ. സ്മൈൽ. എവിടെ? അതെ കണ്ട. ഓക്കെ,
ഓക്കെ, ഒരു ഹായ് കൊടുത്തോട്ടോ. ഇവിടെ കണ്ട് എല്ലാവരും കാണുന്നുണ്ട്. അമ്മന്റെ കറക്റ്റ് ആയിട്ട് തെറ്റാത്ത ഉത്തരം പറഞ്ഞു. ഇതിൽ ക്വസ്റ്റ്യൻ ഇല്ലാത്ത ആൻസർ പോലും നമുക്ക് പറഞ്ഞു തന്നു അല്ലേ? ട്രാൻസ്ക്രിപ്ഷൻ, ദെൻ നമ്മൾ ചോദിച്ചു റിവേഴ്സ് വരുന്നത്, ട്രാൻസ്ക്രിപ്ഷന്റെ തന്നെ റിവേഴ്സ് പ്രോസസ് വരുന്നത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ആണ് കേട്ടോ. ആൻഡ് ഈ ക്വസ്റ്റ്യൻ നോക്ക്, RNA is not an ideal molecule as genetic material because dash. ഇതിനകത്ത് ഏതൊക്കെയോ ഓപ്ഷൻ, ഏതോ ഒരു ഓപ്ഷൻ കറക്റ്റ് ആണ്. നോക്കിക്കേ, RNA ഒരു ഇറ്റ്സ് നോട്ട് an ideal molecule, ഒരു നല്ല മോളിക്യൂൾ അല്ല എന്നുള്ളതിനുള്ള ഒരു ജനറ്റിക് മെറ്റീരിയൽ, ഐഡിയൽ മോളിക്യൂൾ അല്ല എന്നുള്ളതിനുള്ള പ്രൂഫ് ഈ പറഞ്ഞ ഓപ്ഷൻസിൽ ഏതാണ്? 2OH group of riboses reactive and it make labile. It is catalytic and hence it is reactive. Both A and B correct ആണോ? None of the above ആണോ? Yes. ചാറ്റിലേക്ക് വരട്ടെ സർ, ചാറ്റിൽ വന്നോട്ടെ. യെസ്, ആരെങ്കിലും ഉണ്ടോ ആൻസർ പറയാൻ? ചിലപ്പോ സിയോ. അതെന്നാ സ്റ്റീഫൻ ഹോക്കിങ്സോ? സ്റ്റീഫൻ ഹോക്കിങ്സ് 07 ഉണ്ടല്ലോ, വലിയ പുള്ളിയാണ് അവൻ. റെപ്ലിക്കേഷൻ അല്ല. നോ. സി, എല്ലാവരും ഓപ്ഷൻ സി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബിക്കോസ് ഓപ്ഷൻ എയും ബിയും കറക്റ്റാ. അതിന്റെ ഓപ്ഷൻ എന്താ വന്നിരിക്കുന്നത്? ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ കേട്ടോ. അപ്പോ അതൊന്ന് നോട്ട് ചെയ്തിട്ടോ. 2 OH ഗ്രൂപ്പ് ഉണ്ട്. റൈബോസസ് റിയാക്റ്റീവ് ആൻഡ് മേക്ക് ഇറ്റ് ലബൈൽ ആൻഡ് ഇറ്റ് ഈസ് കറ്റാലിറ്റിക് ആൻഡ് ഹെൻസ് റിയാക്റ്റീവ്. അത് കറ്റാലിറ്റിക് ആണ്, ഹൈലി റിയാക്റ്റീവ് ആണ്. അതുകൊണ്ട് RNA ഐഡിയൽ മോളിക്യൂൾ അല്ല. ഇത് വായിച്ചു നോക്കി വെച്ചോട്ടോ മക്കളെ. ഇതുണ്ടല്ലോ, എനിക്ക് എന്തൊക്കെയോ ഒരു നിഗൂഢതകൾ തോന്നുന്നു, ചോദിക്കുമെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് നോക്കി വെച്ചോളൂ, ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഹിയർ ഇസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഡു നോട്ട് അപ്ലൈ ടു DNA? DNA-ക്ക് ചേരാത്ത കോമ്പിനേഷൻസ് ഏതൊക്കെയാണ്? സെലക്ട് ചെയ്ത് സാർ, ഇത് നമുക്ക് ഒരാളെ വിളിക്കാം. വിളിച്ചോ നോക്കിയെടുക്കട്ടെ പെട്ടെന്ന്. ആരാണ്? യെസ് സമറിനെ പറഞ്ഞോളൂ. ഇത് DNA-ക്ക് ചേരാത്തത് ഏതാണ്? ഏതൊക്കെയാണ്? യുറാസിലുള്ളതുകൊണ്ടാണോ? ഓക്കെ, DNA-ക്ക് ചേരില്ല. കറക്റ്റ്. ഇനി ഏതെങ്കിലും ഉണ്ടോ? നോക്കിക്കേ. ബിയും ചേരൂല. അതെന്താ? റൈബോസ് ഉള്ളത് കൊണ്ട്. RNA-യിലെ റൈബോസ് അല്ലേ? അപ്പൊ ബിയും സിയും ആണ് DNA-ക്ക് ആപ്ലിക്കബിൾ അല്ലാത്തത് കേട്ടോ. ബി ആൻഡ് സി. റൈറ്റ് ആൻസർ. വെരി ഗുഡ്, പെർഫെക്റ്റ്. Okay, and അടുത്ത question. During DNA replication, one strand is synthesized and small stretches is called dash. Very important question. മാർക്ക് ചെയ്തോളൂ. ഡിസ്കണ്ടിന്യൂസ് സ്ട്രെച്ച് ആയിട്ടുണ്ടാകുന്ന സ്ട്രാൻഡിന്റെ പേര് ആരാ? ചാറ്റിലേക്ക് കിട്ടോ? നോക്കട്ടെ, ചാറ്റിൽ മെസ്സേജ് വരും നോക്കട്ടെ. ഓക്കെ, വേഗം പറഞ്ഞോളൂ. DNA സ്ട്രെച്ച്. DNA യുറാസിൽ ഇല്ലല്ലോ. അപ്പോ സിയും ബിയും ഉണ്ടോ? അത് ആരാണത്? എടാ സ്റ്റീഫൻ ഹോക്കിൻസ്, നീ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. 2 ഓപ്ഷൻ ഉണ്ട്. ജപ്പാൻ നെയിം. ഓക്കെ, ജപ്പാൻ. ഇവിടെ നിന്ന് ഓപ്ഷൻ വന്നില്ല. ആരും മെസ്സേജ് അയക്കുന്നില്ല. അയക്കൂ, ചാറ്റിലേക്ക് മെസ്സേജ് അയക്കൂ. നോക്കട്ടെ കറക്റ്റ് ആൻസർ ഉണ്ടോ നോക്കട്ടെ. യെസ്, നിഹാല. സിയ. ഇവിടെ സിയൊന്നുമില്ല. നിഹാലയുടെ നേരത്തെ സിയാന്ന് തോന്നണം കേട്ടോ. അത് മക്കളെ, ഇതിന്റെ റൈറ്റ് ആൻസർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മക്കളെ. ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് കേട്ടവരൊന്ന് ഡാറ്റ കാണിച്ച്. എടാ, മറ്റേ റെപ്ലിക്കേഷൻ ഫോർക്ക് തലകുത്തി നിൽക്കുമ്പോൾ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്ന സാധനം ഓർക്കുന്നുണ്ട്. ആ പീസ് ഓർക്കണമെങ്കിൽ ഡാറ്റ കാണിച്ച്. അതാണ് ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സ്ട്രാൻഡ് സിന്തസൈസ്ഡ് ഇൻ സ്മോൾ സ്ട്രെച്ച് പൊട്ടി ഉണ്ടാകുന്ന സ്ട്രാൻഡ് ആണ് ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് പറയുന്നത്. എക്സ്പാൻഡ് അബ്രിവിയേഷൻ VNTR. വിളിക്കും സാറേ, വിളിച്ചോ. വേഗം അറിയാവുന്ന ഒരു ചാറ്റിലേക്ക് മെസ്സേജ് അയക്കാം. ഞാനിപ്പോൾ ഒരാളെ വിളിക്കും, അയാൾ വേഗം ആൻസർ പറയുന്നത് വിചാരിക്കുന്നു. VNTR-ന്റെ ഫുൾ ഫോം, എക്സ്പാൻഡഡ് ഫോം എന്താണ്? യെസ് സാർ. ആരാ? നിഹാല പറഞ്ഞോളൂ. എന്താണ് VNTR-ന്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറഞ്ഞ? എക്സ്പാൻഡഡ് ഫോം ഓഫ് VNTR പിന്നല്ല, കറക്റ്റ് സാധനം. വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് ആണ്. അടിപൊളി. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആട്ടോ. വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് കേട്ടോ. മക്കളെ നോട്ട് ചെയ്ത് വെച്ചോളൂ. VNTR സീക്വൻസ് അല്ലെങ്കിൽ വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് ആണ് കേട്ടോ. അത് നമ്മുടെ ഇതൊക്കെ പറയുമ്പോണ്ടല്ലോ മറ്റേ രോമാഞ്ച കഞ്ചുകമായിട്ട് നമ്മൾ നിൽക്കേണ്ട സാധനങ്ങളാ. ഇമ്പോർട്ടന്റ് ഇപ്പൊ തന്നെ മാർക്ക് ചെയ്ത് വെച്ചോ. എന്താണ്? യെസ്, നമ്മുടെ ഹിസ്റ്റോൺ മോളിക്യൂൾ തന്നിട്ടല്ലേ, ന്യൂക്ലിയോസോം മോഡലിന്റെ സംഭവമാണ് കൊടുത്തേക്കുന്നത്. ഇതിന്റെ ആൻസർ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഐഡന്റിഫൈ ദ സ്ട്രക്ചർ ഗിവൺ ബിലോ. തന്നിരിക്കുന്ന സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യുക. ഇതിൽ A, B and C എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ലേബൽ ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ തംസ് ഇട്. ഓക്കെ, അപ്പോ ധൈര്യത്തോട് കൂടി ഇത് പറയാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ഉള്ള ഒരാൾ വന്നാൽ ഞാൻ ഇവിടെ കാണിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞു. ഓക്കെ, ഇവിടെ നിങ്ങളെ കാണിച്ചുകൊണ്ട് ഞാൻ ഇതിന്റെ ആൻസർ പറയിക്കും. സാർ വിളിക്കും സാർ. H1 ഹിസ്റ്റോൺ DNA. യെസ് അറിയാം. റേസ് ദി ഹാൻഡ്. ചുമ്മാ ഡാറ്റ കാണിച്ചാൽ കാണത്തില്ല. ഒന്ന് റേസ് ദി ഹാൻഡ് ചെയ്തിട്ട് ഡാറ്റ കാണിച്ചാൽ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. സിമ്പിൾ ആൻസർ നമുക്ക് കിട്ടുന്നു ഫ്രം ആരാണ് സാർ? ബിദിയാണോ? ബിദിയ, ഹായ്, ഗുഡ് ഈവനിങ് ബിദിയ. കേൾക്കുന്നുണ്ടോ? ഇത് എന്തിന്റെ ഫിഗർ ആണെന്ന് ആദ്യം പറഞ്ഞോളൂ. ഹിസ്റ്റോൺ ഒക്ടാമറിന്റെ ഫിഗർ ആണോ?
ആണോ ആണോ കണ്ടോ? ആ പിന്നെ കാണാലോ നമുക്ക്. ന്യൂക്ലിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ ABC എന്താന്ന് പറഞ്ഞു? എന്താന്ന് പറഞ്ഞു? ദേ ഇരിക്കുന്നു. എ പറഞ്ഞു എന്നാന്ന്? ഏതാ? ഓക്കെ, അത് DNA സെറ്റ് ആണ്. അപ്പൊ ബി എന്താ? ബി അയ്യോ കാണുന്നില്ല സാർ. അത് നേരത്തെ നോക്കി വെച്ചല്ലേ. H1 ഹിസ്റ്റോൺ കറക്റ്റ് ആണ്. അപ്പൊ സി എന്തായിരിക്കും? ഉണ്ടബോൾ. ഇപ്പൊ കറക്റ്റ് ആയി. ഇല്ലെങ്കിൽ പിള്ളേച്ചൻ കള്ളം പറഞ്ഞാൽ വിചാരിക്കും. ഹിസ്റ്റോൺ ഒക്ടാമർ നടക്കുന്ന ബോളാണ് കേട്ടോ. കറക്റ്റാ. ഓക്കെ സാർ, കുട്ടിയെ മാറ്റിക്കോളൂ. വെരി ഗുഡ്. ആദ്യം ഒന്ന് പാളിപ്പോയെങ്കിലും പിന്നെ പിടിച്ചു നിന്നു. തന്നിരിക്കുന്ന ന്യൂക്ലിയോസോമിന്റെ മോഡലാണ്. എ തന്നിരുന്ന DNA ആണ്. ബി തന്നിട്ടുണ്ടായിരുന്നത് H1 ഹിസ്റ്റോൺ ആണ്. പിന്നെ ഹിസ്റ്റോൺ ഒക്ടാമറും കൂടെ അവിടെ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഇത് മൂന്നും ലേബിൾ ചെയ്യാൻ 2-3 വർഷത്തെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് വെച്ചാൽ ഉപകാരപ്പെടും. മക്കളെ, വായം തുറന്ന് ഗുഹ പോലെ പിടിച്ചിരുന്ന കോട്ടമായിട്ട് ഉറക്കം തൂങ്ങുന്ന ഇവനെ ഇങ്ങ് വിളിച്ചേ സാറേ. ആ 4ാമത്തെ റോയിൽ നടുക്കിരിക്കും അവൻ തന്നെ. ഇത്രയും മനോഹരമായിട്ട് നമ്മുടെ ആൽവിൻ അല്ലേ, ആൽവിൻ ഉറങ്ങുമ്പോ സാർ, ആ ഉറങ്ങുന്ന ആൽവിനെ സുഖല്ലേ നിനക്ക്? ഉറക്കം വരണുണ്ടാ? ഉറക്കം വരുമ്പോ ഏകദേശം മുഖത്തിന്റെ എക്സ്പ്രഷൻ ഇങ്ങനെ ഇരിക്കും സാർ. ഇങ്ങനെ ഇരിക്കും. കണ്ടോ അവന് നാണം വന്നത്. ഉറങ്ങുന്നതിന് നമ്മൾ നാണിക്കൊന്നും വേണ്ടാട്ടോ നീ. പക്ഷെ ഇപ്പോഴല്ല ഉറങ്ങേണ്ടത്, രാത്രിയാണ് ഉറങ്ങേണ്ടത്. ആ സമയത്ത് ഉറങ്ങുന്ന സമയത്താണ്. ഇപ്പൊ ഉറങ്ങരുത്. അടുത്ത ക്വസ്റ്റിന്റെ ആൻസർ നീ തരണം എനിക്ക് ആൽവിൻ. കമോൺ, ഹിയർ ഇസ് എ ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചോട്ടോ. വാട്ട് ഇസ് ഫിഗർ തന്നിരുന്നു, ഞാൻ ഉറപ്പിച്ച് പറയാം. ഇതാണ് റെപ്ലിക്കേഷൻ ഫോർക്ക്. റെപ്ലിക്കേഷൻ ഫോർക്ക് ഇതാണെങ്കിൽ ഡാറ്റ കാണിച്ചേ. എല്ലാവർക്കും ഉറപ്പാണല്ലോ റെപ്ലിക്കേഷൻ ഫോർക്ക് ആണെന്നുള്ളത്. ആൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ, വാട്ട് ഈസ് മെൻ ബൈ റെപ്ലിക്കേഷൻ ഫോർക്ക്? തീരുമാനമായി അല്ലേ? ഇത് റെപ്ലിക്കേഷൻ ഫോർക്കാന്ന് അറിയാം. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ഇത് റെപ്ലിക്കേഷൻ ഫോർക്കാണ് എന്ന് പറയുമ്പോ? ആൽവിനെ, നീ അതിന്റെ ആൻസർ പറഞ്ഞ ബാക്കി മൊത്തം ആൻസർ ഞാൻ പറഞ്ഞുതരാം. കുമാര, എടാ കേക്കണില്ലടാ സതീശ. ഹലോ. ഐ മീൻ ചെറുതായിട്ട് എവിടെയൊക്കെ ഒരു ചെറിയൊരു ശബ്ദം പോലെ കേൾക്കുന്നുണ്ട്. ആൽവിനെ നീ ഇത്തവണ രക്ഷപ്പെട്ടിരിക്കുന്നു. എടാ ഇങ്ങോട്ട് കേൾക്കണില്ല, എവിടെയോ ചെറിയൊരു കരകരപ്പ് പോലെ തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം, ടെൻഷൻ ആവണ്ട. നീ ഉറങ്ങരുത് കേട്ടോ, ഇനി ഉറങ്ങല്ലേ. അപ്പോൾ റെപ്ലിക്കേഷൻ ഫോർക്ക് എന്നാന്നുള്ള ആൻസർ മക്കൾ നോക്കിക്കേ. അൺബൈൻഡിങ് ഓഫ് DNA മോളിക്യൂൾ അറ്റ് എ പോയിന്റ് ഫ്രം വൈ ഷേപ്ഡ് സ്ട്രക്ചർ കോൾഡ് റെപ്ലിക്കേഷൻ ഫോർക്ക്. കിട്ടിയെങ്കിൽ ഡാറ്റ കാണിച്ച്. സിമ്പിൾ സാധനമാണ്. DNA അൺബൈൻഡ് ചെയ്യുമ്പോൾ വൈ ഷേപ്പിൽ, വൈ അല്ല തലകുത്തി നിൽക്കുന്ന ഇൻവേർട്ടഡ് ആയിട്ടുള്ള വൈ ഷേപ്പിൽ കാണുന്ന സ്ട്രക്ചർ ആണ് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയുന്നത്. നോക്കൂ മക്കളെ, വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദ റെപ്ലിക്കേഷൻ പ്രോസസ് ഇൻ സ്ട്രാൻഡ് A ആൻഡ് B? ഇവിടെ A സ്ട്രാൻഡും B സ്ട്രാൻഡും തമ്മിൽ റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ എന്ത് വ്യത്യാസമുണ്ട് എന്നുള്ളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഒരെണ്ണത്തിൽ കണ്ടിന്യൂസ് സ്ട്രാൻഡും അടുത്തതിൽ ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡുമാണ് ഉണ്ടാകുന്നത്. നോക്കിക്കേ, A എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് സിന്തസിസ് ആണ് നടക്കുന്നതെങ്കിൽ ബിയിൽ നടക്കുന്ന ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് ആണ്. അങ്ങനെ ഉണ്ടാകുന്ന ആ സാധനത്തിന്റെ B സ്ട്രാൻഡിൽ ഉണ്ടാകുന്ന ആ ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് വിളിക്കും. സെറ്റ് ആണെങ്കിൽ മാത്രം ഒരു ക്വിഡൻ ഡാറ്റ കാണിച്ചാൽ സൂമിലുള്ള ഡാറ്റ കാണിക്കുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ്, റെപ്ലിക്കേഷൻ ഫോർക്ക്, ഡിസ്കണ്ടിന്യൂസ് ആൻഡ് കണ്ടിന്യൂസ് സ്ട്രാൻഡ്സ് കേട്ടോ. മറന്നു പോകണ്ട, കാണാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഈ സ്ട്രാൻഡിന്റെ ഫിഗർ എന്ത് ചെയ്യും, തെറ്റിച്ച് തന്നിട്ട് നിങ്ങളോട് കറക്റ്റ് ചെയ്ത് വരയ്ക്കാൻ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വിധിന്ന് കാണാറുണ്ട് കേട്ടോ. ഈ ഫിഗർ, ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എ സ്മോൾ ഫ്രാഗ്മെന്റ് ഓഫ് എ സ്കിൻ of different person was extracted from nails of a murdered person. ഒരാളെ കൊലപാതകം ചെയ്തു, അല്ലെ ഒരാളെ കൊന്നു കഴിഞ്ഞപ്പോൾ മരിച്ച ആളുടെ നഖത്തിന്റെ ഉള്ളിൽ നിന്ന് പല തരത്തിൽ സ്കിന്ന് കിട്ടി പല ആളുകളുടെയൊക്കെ. ദിസ് ലെഡ് ദ ക്രൈം ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ടു ദ മർഡർ. ഇങ്ങനെ ആ തെളിവ്, ആ കൈയുടെ ഉള്ളിൽ കിട്ടിയ നഖത്തിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ സ്കിന്ന് വെച്ചിട്ട് ആ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? പറ്റി. അവരത് കണ്ടുപിടുത്തം നടത്തി. അങ്ങനെയാണെങ്കിൽ അതൊക്കെ വെറുതെ കഥയാ, ചുമ്മാ നമ്മളെ പറ്റിക്കാനായിട്ട്. നോക്കിക്കേ, വാട്ട് ടെക്നിക് വാസ് യൂസ്ഡ് ബൈ ഇൻവെസ്റ്റിഗേറ്റേഴ്സ്? വാട്ട് ഈസ് ദ പ്രൊസീജിയർ ഇൻവോൾവ് ഇൻ ദിസ് ടെക്നിക്? സിമ്പിൾ ആണ്. 3 മാർക്കാ. കിട്ടി പോയാൽ പോയി എന്നല്ല, വന്നാൽ കിട്ടണം. ഉറപ്പാണല്ലോ. വന്നു കഴിഞ്ഞാൽ കിട്ടിയേ പറ്റത്തുള്ളൂ. തന്നിരിക്കുന്ന സാധനം DNA ഫിംഗർ പ്രിന്റിംഗ് ആണോ? ആണെങ്കിൽ ഡാറ്റ കാണിച്ചേ. DNA ഫിംഗർ പ്രിന്റിംഗ് ആണെങ്കിൽ സ്റ്റെപ്പ് ഇതേപോലെ നല്ല മനോഹരമായിട്ട് എഴുതിയാലേ ആൻസറിന് മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഓക്കെ, നോക്കിക്കേ. ഐസൊലേഷൻ ഓഫ് DNA, ഡൈജഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് ബൈ ഇലക്ട്രോഫോറസിസ്, ട്രാൻസ്ഫറിംഗ് ഓഫ് സെപ്പറേറ്റ് DNA ഫ്രാഗ്മെന്റ്സ് ടു സിന്തറ്റിക് മെംബ്രെയിൻ സച്ച് ആസ് നൈട്രോസെല്ലുലോസ് ഓർ നൈലോൺ മെംബ്രെയിൻ, ഹൈബ്രിഡൈസേഷൻ യൂസിംഗ് VNTR probe, detection of hybridized DNA fragments by autoradiography. പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റ കാണിച്ച്. പഠിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ പഠിച്ചോളാം കേട്ടോ. സ്റ്റെപ്സ്, DNA ഫിംഗർ പ്രിന്റിംഗിന്റെ സ്റ്റെപ്പ് എക്സാമിന് ചോദിക്കും. DNA ഫിംഗർ പ്രിന്റിംഗ് കറക്റ്റ് ആണ്. റയാൻ ദ കിങ് ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പെർസ്പെക്റ്റീവ് ഡ്രോയിങ് 7. എനി ഗേൾസ് ഹിയർ? ഉണ്ടല്ലോ, ഇവിടെ ഒരുപാട് ഗേൾസ് ഉണ്ട്.
ആരടാ അത്? ഷോ മക്കളെ, കോഴി എന്നൊക്കെ പറഞ്ഞ ഇമാതിരി കോഴി മിനിയനാണോ സാർ ആ പിക്ചറിൽ കിടക്കുന്നത്? ഇത് നമ്മുടെ ഇന്ത്യയിലെ കോഴി ഒന്നല്ലാന്ന് തോന്നണേ കേട്ടോ. കുറച്ചധികം നേരം ഞാൻ ഒരേ മെസ്സേജ് കാണുന്നത്, എനി ഗേൾസ് ഹിയർ എന്ന് വെച്ചിട്ട്. ക്ലൈൻ ഫിൽട്ടർ സിൻഡ്രോം ഉള്ള ഗേൾ. അടിപൊളി. ക്ലൈൻ ഫിൽട്ടർ സിൻഡ്രോം ഉള്ള ഗേളോ? ആരടാ അത്? ക്ലൈൻ ഫിൽട്ടർ സിൻഡ്രോം ഗേൾസ് ഫീമെയിൽ ആണോ വരുന്നത്? ഈ മാതിരി മണ്ടത്തരം വിളിച്ച് പറഞ്ഞിട്ടാണ് നാളെ രാവിലെ എക്സാം എഴുതാൻ പോകേണ്ടത്. അത് വേറെ ആരോട്? നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് 07 ആണ് കേട്ടോ മക്കളെ, ഒന്ന് ശ്രദ്ധിച്ചേക്ക്. സ്റ്റീഫൻ ഹോക്കിൻസിന് ഇടയ്ക്കിടയ്ക്ക് ചെറിയ മണ്ടത്തരങ്ങൾ പറ്റും, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. സോ ഇത് കഴിഞ്ഞാൽ ദാ ഈ സാധനം ഇമ്പോർട്ടൻ്റ്. ഇതിൽ ബി പാർട്ട് ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. ജീനോം പ്രൊജക്ട്, ഹ്യൂമൻ ജീനോം പ്രൊജക്ട് ആണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മെഗാ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. സീക്വൻസിങ്, നമ്മുടെ ന്യൂക്ലിയോടൈഡ് സീക്വൻസിങ്ങും മാപ്പിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. ഇതൊക്കെ അവിടെ കിടക്കട്ടെ. ക്വസ്റ്റ്യൻ നോക്കിക്കേ, വാട്ട് ആർ ദ 2 മെയിൻ അപ്രോച്ചസ് ഇൻ ദ മെത്തഡോളജീസ് ഓഫ് ഹ്യൂമൻ ജീനോം പ്രൊജക്ട്? HGPയുടെ മെത്തഡോളജീസ്. അപ്രോച്ച് 2 അപ്രോച്ച് ഉണ്ട്. അറിയോ ആർക്കെങ്കിലും? 2 അപ്രോച്ച് ഉണ്ട്. അറിയാമോ? അപ്രോച്ച് എന്താണെന്ന് അറിയാമോ? അത് കഴിഞ്ഞാൽ ബാക്കും യാക്കും എക്സ്പാൻഡ് ചെയ്യാനാ. ബാക്കും യാക്കും എക്സ്പാൻഡ് ചെയ്യാൻ ആർക്കെങ്കിലും അപ്രോച്ച് അറിയോ? അപ്രോച്ച് ഉള്ളവരൊന്ന് ചാറ്റിലേക്ക് ഇട്ടേ. അപ്രോച്ച് ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്രോച്ചിങ് ഓൾറെഡി നടക്കുന്നുണ്ട് ചാറ്റ് ബോക്സിൽ, അതല്ല ഞാൻ പറഞ്ഞത്. അപ്രോച്ചസ് ഏതൊക്കെയാണ് എന്നുള്ള 2 എണ്ണം അറിയാവുന്ന മക്കളെ കേട്ടോ. ചാറ്റിൽ മെസ്സേജ് ഇട്ടോളൂ. അയ്യോ, സംബ്രീനൊക്കെ ഇപ്പോഴും DNF 50 ആയിട്ടുള്ളൂ സാർ. സംബ്രീൻ ബാ ഇങ്ങോട്ട് വാ മക്കളെ, ഞാൻ പറഞ്ഞുതരാം. അറിയില്ലെങ്കിൽ വേഗം എഴുതി വെച്ചോ. അതേ നോക്കിക്കേ, ഇങ്ങനെ എഴുതിയാൽ മതി. ESTs, സീക്വൻസ് അനോട്ടേഷൻ കേട്ടോ. എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗും സീക്വൻസ് അനോട്ടേഷനും എഴുതിക്ക്. അറിയില്ലാന്ന് എനിക്കറിയാം, ഞാൻ ഒന്നും പറയില്ല, എന്റെ മക്കൾ എഴുതി വെച്ചോ. സീക്വൻസ് കേട്ടോ, സീക്വൻസ് അനോട്ടേഷൻ ഉണ്ട്, എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്സ് ഉണ്ട് കേട്ടോ. ഇത് രണ്ടും ആണ് എന്ത് മെയിൻ അപ്രോച്ചസ് ഇൻ ദി മെത്തഡോളജി ഓഫ് HGP, ഹ്യൂമൻ ജീനോം പ്രൊജക്ടിന്റെ. ബാക്കിന്റെയും യാക്കിന്റെയും ഫുൾ ഫോം പഠിച്ചോ, ഇപ്പൊ തന്നെ പഠിച്ചു വെക്കോ. ബാക്ക് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോമും യാക്ക് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമും ആണ്. ആർട്ടിഫിഷ്യൽ ക്രോമസോം കോമൺ ആയിട്ട് എടുക്കുക. B വന്നാൽ ബാക്ടീരിയ, Y വന്നാൽ ഈസ്റ്റ്. എഴുതാമെങ്കിൽ തംസ് ഇട്ടേ. എഴുതാണല്ലോ, സെറ്റാണല്ലോ അല്ലേ? ബീറ്റ ഗോയ്സ് അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. തെറ്റായ ഉത്തരം നിങ്ങൾ വിളിച്ചു പറയും. EST കറക്റ്റാ. എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ് കറക്റ്റ് ആണ്. ഡ്രോ എ ഫ്ലോ ചാർട്ട് ഷോയിങ് ദ സ്റ്റെപ്സ് ഓഫ് സതേൺ ബ്ലോട്ട് ഹൈബ്രിഡൈസേഷൻ യൂസിങ് റേഡിയോ ലേബിൾഡ് VNTR. ഓക്കെ, വരയ്ക്കാൻ പറ്റുമോ? എഴുതാൻ പറ്റും നിങ്ങൾക്ക് ഫ്ലോ ചാർട്ട്? എഴുതാൻ പറ്റുന്നുള്ളവർ ഡാറ്റ കാണിക്കും. സാർ ഇതാരാ? അനീഷ KS കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ട് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം, ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം കറക്റ്റ് ആണ് കേട്ടോ. സെറ്റാണ്. വെരി ഗുഡ്. തീർത്ത അതിനിടക്ക് പച്ച ആപ്പിളും ചുവന്ന ആപ്പിളൊക്കെ തരുന്നുണ്ട്. എനർജിക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്, പക്ഷേ മനസ്സിലായില്ല എന്താ സംഭവം എന്നുള്ളത്. ഗൈസ് സ്റ്റെപ്പ് നോക്കിക്കേ. ഫ്ലോ ചാർട്ട് ഷോയിങ് ദ isolation of DNA. First step, sir. Digestion of DNA by restriction endonuclease, separation of DNA fragments by electrophoresis, transferring separated DNA fragments, synthetic membrane, nitrocellulose nylon, then hybridization using VNTR probe, detection by autoradiography. നേരത്തെ ചോദിച്ച സെയിം സ്റ്റെപ്പ് വേറൊരു രീതിയിൽ ചോദിച്ചാൽ എഴുതാമെന്നുണ്ടെങ്കിൽ ഡാറ്റ കാണിച്ച് ഞാൻ പഠിക്കാൻ പറഞ്ഞ സെയിം സാധനമാണ്. VNTRനെ വെച്ചിട്ട് ഫ്ലോ ചാർട്ട് ചോദിച്ചാൽ എഴുതി വെച്ചേക്കുക. അതിന്റെ വൃത്തിക്ക് എഴുതാന്ന് കോൺഫിഡൻസ് ഉള്ളവർ മാത്രം ഒന്ന് ഡാറ്റ കാണിച്ച്, കോൺഫിഡൻസ് ഉള്ളവർ മാത്രം എഴുതിക്കോളാം. ചിലപ്പോൾ ഇങ്ങനെ ഇടയിൽ മിസ്സിംഗ് തന്നിട്ട് ആ മിസ്സിംഗ് ആയ സാധനം സാർ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ചോദിക്കുക കേട്ടോ. ഓക്കെ, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു ഇതാണ്. നോക്കിക്കേ, എന്താണല്ലേ ഇത്? മറ്റേ ജനൽ കമ്പി ഇങ്ങനെ വളച്ച് കെട്ടി വെച്ചിരിക്കുന്ന പോലത്തെ ഒരു സാധനം. അത് ശരിക്കും നോക്കിക്കേ 5' to 3' ഓറിയന്റേഷനിലാണ്. ഓക്കെ, ആൻഡ് ഫൈൻഡ് ദ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് കോഡോൺ. ഓക്കെ മക്കളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ കയ്യിൽ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടോ? ഉള്ളവരൊന്ന് പൊക്കി കാണിച്ചത് നോക്കട്ടെ. എവിടെ ഉണ്ട്? ഇതൊക്കെ അതിനകത്ത് മാർക്ക് ചെയ്ത് വെക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ സ്റ്റഡി മെറ്റീരിയൽ ഇപ്പൊ കുറച്ച് പേര് ഇപ്പൊ ഇങ്ങനെ അങ്ങ് തപ്പണേ ഉള്ളൂ. അത് എവിടെയാണ്? ഇപ്പൊ തപ്പാനല്ല, അത് എന്തിനാ? അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്. അതിന്റെ പുറകിൽ എല്ലാ ചാപ്റ്റേഴ്സിലും ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് മാർക്ക് ചെയ്ത് വെക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാറില്ല എപ്പോഴും. അപ്പൊ ചെയ്യേണ്ട കാര്യം വൃത്തിയായിട്ട് ഇപ്പൊ പറയുമ്പോൾ അതിനകത്തേക്ക് ടിക്കറ്റ് വെക്കുക. പഠിക്കാൻ നേരത്തെ അതായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്നത്. ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്. മര്യാദയ്ക്ക് അത് നോക്കി പഠിച്ചോളണം, കേട്ടല്ലോ? ഓക്കെ ആണെങ്കിൽ അത് ഡാറ്റ കാണിച്ചേ, ഒന്നുകൂടെ ഒന്ന് പൊക്കി കാണിച്ച് നോക്കട്ടെ. എനിക്ക് ചില ആളുകളെയൊക്കെ വിശ്വാസം, പക്ഷെ ചില ആളുകളിൽ അത്ര വിശ്വാസം വരുന്നില്ല. അതെ, ഈ തല കണ്ടാ മതി. കണ്ടോ? ഇത് ആരത്? ഈ തല കണ്ടാ മതി, ഇത് കാണിച്ചാൽ മതി. ഇത് കണ്ടാൽ നമുക്ക് പെട്ടെന്നായിട്ട് കുറച്ച് പേര് അതൊക്കെ പൊതിഞ്ഞ് ഗിഫ്റ്റ് പേപ്പർ ഒക്കെ ഇട്ട് പൊതിഞ്ഞിട്ടുണ്ട്. ഇത്രയും സ്നേഹം ആ ബുക്കിന്റെ അടുത്ത് അല്ലേ? അപ്പൊ ഗിഫ്റ്റ് പേപ്പർ ഒക്കെ ഇട്ട് പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന അന്നേരം കുഴപ്പമില്ല, കയ്യിൽ ഉണ്ടായാൽ മതി സാധനങ്ങൾ കേട്ടോ. ഇത് കാണിച്ച് നോക്കട്ടെ. തലയുണ്ടോടാ? തലയില്ലാത്ത ഡാർവിൻ ഉണ്ട്. ഇത് സാർ അതിനിടയ്ക്ക് ആയിഷയുടെ തല, ഡാർവിന്റെ മാറിയിട്ട് ആയിഷയുടെ തല മാത്രം കാണിച്ചോണ്ടിരിക്കണേ. അയ്യോ സോറി, അസിയ അതേന കണ്ടോ? ആയിഷ അല്ല കേട്ടോ, ഇറ്റ്സ് അസിയ. അസിയയുടെ ബുക്ക് എവിടെ?
പൊതിഞ്ഞു വെച്ചേക്കുക. ഓക്കെ കുഴപ്പമില്ല. ഓക്കെ സാർ, നമ്മൾ ക്വസ്റ്റിന്റെ ആൻസർ അസിയ നോക്കിക്കോട്ടോ. ഫൈൻഡ് ദ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് കോഡൺ. മക്കളെ സ്റ്റാർട്ട് കോഡോണും സ്റ്റോപ്പ് കോഡോണും കാണാതെ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റ കാണിച്ച് പഠിച്ചോളണം ഏതൊക്കെയാണ് സ്റ്റാർട്ട് കോഡൺ, ഏതാണ് സ്റ്റോപ്പ് കോഡൺ. Then the additional sequence that are not translated in mRNA are called dash. Not translated in mRNA. Not translated in mRNA പറയുമ്പോൾ മക്കൾ എന്ത് എഴുതണം? അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ. അത്രയും എഴുതിയ മാർക്ക. സ്റ്റാർട്ട് കോഡോൺ AUG, സ്റ്റോപ്പ് കോഡോൺ UAG. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ തംസ് ഇടൂ. കേട്ടോ? പഠിച്ചില്ലെങ്കിൽ പണി പാളും. UUU, ഓക്കെ, UUC ഇല്ലേ, CUU എന്നൊക്കെ പറഞ്ഞൊരു പെട്ടിയൊക്കെ കൊടുത്തു. അഖിൽ സാർ വന്നു, നേരറിയാൻ സേതുരാമയ്യർ. എടാ നീ ഇപ്പോഴാണല്ലോ വന്നേടാ, നിനക്ക് നാണമുണ്ടോ ഈ സമയത്ത് വന്നിട്ട് ഞാൻ വന്നു എന്ന് പറയാനായിട്ട്? ഒന്നില്ലെങ്കിൽ നേരറിയാൻ CBI പറയണം, അല്ലെങ്കിൽ സേതുരാമയ്യർ CBI പറയണം. ഇത് നേരറിയാൻ സേതുരാമയ്യർ CBI എന്നിട്ടേക്കുന്നേ എന്തോന്നേടാ ഇത്? മീശ മാധവൻ മീശ പഠിച്ചു ഇല്ലേ? മീശ അല്ല, താടിയല്ലേ പഠിച്ചത്, താടി. മീശൊക്കെ അവിടെ ഉണ്ട്. മക്കൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഓക്കെ, അവൻ സൗന്ദര്യം ആസ്വദിക്കാൻ വന്നാണ്. എടാ ശരിക്കും നോക്കിക്കോട്ടെ, താടി മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഐഡന്റിഫൈ ദ എക്സ്പെരിമെന്റ്. തന്നിരിക്കുന്ന ഫിഗർ ശരിക്കും നോക്കിക്കോ. ഇത് ഏത് എക്സ്പെരിമെന്റ് ആണെന്ന് തിരിച്ചറിയാം. വിച്ച് പ്രോപ്പർട്ടി ഓഫ് DNA is proved by this experiment? DNA-യുടെ ഏത് പ്രോപ്പർട്ടി ആണ് ഈ എക്സ്പെരിമെന്റിലൂടെ പ്രൂവ് ചെയ്യപ്പെട്ടത്? ഓക്കെ പറഞ്ഞോ വേഗം. എടാ നേരെ അറിയാൻ CBI നീ മെസ്സേജിലേക്ക് ചാറ്റിലും ആൻസർ. എന്റെ അമ്മ സ്റ്റീഫൻ ഹോക്കിൻസിന് കറക്റ്റ് ആൻസർ മെസൽസൺ സ്റ്റാൾ എക്സ്പെരിമെന്റ് ആണെന്ന് പറഞ്ഞേക്കണേ. തെറ്റിപ്പോയി എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ബിക്കോസ് എന്താണ്, മെസൽസൺ സ്റ്റാൾ എക്സ്പെരിമെന്റ് കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റ് നോക്കുമല്ലോ അല്ലേ? ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റ് നോക്കൂല എന്നുള്ളൊരു ഡാറ്റ ആണെങ്കിൽ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എലി ജസ്റ്റ് ലീവ് ഇറ്റ്. മെസൽസൺ സ്റ്റാൾ നോക്കാമെങ്കിൽ ഡാറ്റ കാണിച്ചേ. നോക്കും. ഓക്കെ, സെമി കൺസർവേറ്റീവ് മോഡൽ ഓഫ് DNA റെപ്ലിക്കേഷൻ കേട്ടോ. DNA-യുടെ സെമി കൺസർവേറ്റീവ് മോഡൽ റെപ്ലിക്കേഷൻ അതാണ് ഇതിലൂടെ പ്രൂവ് ചെയ്യപ്പെട്ടത്, തെളിയിക്കപ്പെട്ടത് കേട്ടോ. ഇമ്പോർട്ടന്റ് ഫിഗർ മാർക്ക് ചെയ്തോളൂ. വെരി ഇമ്പോർട്ടന്റ് ഫിഗർ. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ പ്രോസസ് ഷോൺ ഇൻ ദ ഫിഗർ. ചിത്രത്തിൽ തന്നിരിക്കുന്ന പ്രോസസ്സിനെ തിരിച്ചറിയുക. ഐഡന്റിഫൈ ദ സ്ട്രക്ചർ B. ഇവിടെ B എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്ട്രക്ചർ എന്താണ്? B എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന എന്താണ്? ആൻഡ് റൈറ്റ് എനി വൺ ഫംഗ്ഷൻ ഓഫ് ഇറ്റ് ഇൻ ദ പ്രോസസ് ഷോൺ ഇൻ ദ ഡയഗ്രാം. ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന പ്രോസസ്സിൽ B എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എഴുതുക. ആരാ പറയാ? റേസ് ദി ഹാൻഡ് ചെയ്ത് നോക്കട്ടെ മക്കൾ. അറിയാവുന്നവർ റേസ് ദി ഹാൻഡ് ചെയ്യണം. പ്രോസസിന്റെ പേരെങ്കിലും പറഞ്ഞു തന്നാൽ ബിയുടെ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞുതരാം. പ്രോസസിന്റെ പേര് ആര് പറയും? പ്രോസസിന്റെ പേര് സിമ്പിളാ. നോക്കിക്കോ, രണ്ട് പീസുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. എന്താണത്? എന്തിന്റെ പീസസ് ആണ്, അല്ലെങ്കിൽ എന്താണ് പ്രോസസ്? ഇത്രയും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ ബാക്കി ഞാൻ തരാമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ട്രാൻസ്ലേഷൻ ആകെ ഒരു സ്റ്റീഫൻ ഉണ്ട്, പാവം അല്ലേ? എന്നാൽ ട്രാൻസ്ലേഷൻ ആണ് മക്കളെ കറക്റ്റ് ആൻസർ. ഇവിടെ B എന്ന് മാർക്ക് ചെയ്ത ഈ മുകളിലെ പീസും ഈ താഴെയുള്ള ഓരോ പീസ് എന്ന് പറയുന്നത് റൈബോസോം ആണ്. ഇറ്റ് ഇസ് എ സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. ഇത്രയും സിമ്പിൾ സാധനത്തിന് 3 മാർക്ക് കിട്ടിയാൽ നമുക്ക് വെറുതെ കളയേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. ആ മാർക്ക് വാങ്ങിച്ചോളാം കേട്ടോ. എലി ഓക്കെ. ട്രാൻസ്ലേഷൻ റൈബോസോം ആണോ? അതെ, എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ആണ്, റൈബോസോം തന്നെയാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ഫിഗർ. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഫിഗർ ആണ് മക്കളേത്. ഡയഗ്രാം ഓഫ് ദി പോളിന്യൂക്ലിയോടൈഡ് ഇസ് ഗിവൻ. പോളിന്യൂക്ലിയോടൈഡിന്റെ ഡയഗ്രാം ആണ് കൊടുത്തേക്കുന്നത്. ഐഡന്റിഫൈ ദ 3 കമ്പോണന്റ്സ് ഓഫ് ന്യൂക്ലിയോടൈഡ്. തന്നിരിക്കുന്നതിൽ നിന്ന് ന്യൂക്ലിയോടൈഡിന്റെ 3 കമ്പോണന്റുകൾ വിളിക്കും സാർ. ആരെ വേണേലും വിളിച്ചോ, വിളിക്കും. എല്ലാവർക്കും അറിയാവുന്നതാ. നമുക്ക് ദേവനന്ദിനിയോട് ചോദിക്കാം. ദേവനന്ദിനി ഇങ്ങോട്ട് എന്തത് പേന കഴിക്കണ? പേന കഴിച്ചുകൂടാ, ദഹിക്കില്ല കേട്ടോ. ദേവനന്ദിനെ കാണുമ്പോണ്ടായി സാർ, പേന കഴിച്ചു പോയ കൊച്ച്. സന ഒരു ന്യൂക്ലിയോടൈഡിനകത്ത് 3 കമ്പോണന്റ് ഏതായിരിക്കും? 10ാം ക്ലാസ് തൊട്ട് നമ്മൾ പഠിക്കണതാ. പറഞ്ഞോ. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കറക്റ്റ്. പിന്നെ അയ്യോ, ഒരു താല്പര്യമില്ലാത്ത പോലെയാണല്ലോ പറയുന്നത്. അങ്ങനെയല്ല, കുറച്ച് എനർജറ്റിക് ആയിട്ട് പറയൂ. ഷുഗർ ഉണ്ട്, ഒരു പെൻഡോ ഷുഗർ. പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട്, മെയിൻ സാധനം നൈട്രജൻ ബേസ്. അങ്ങനെയാണെങ്കിൽ പ്യൂരിൻസും പിരമിഡിൻസും പഠിച്ചതിൽ പ്യൂരിൻസ് ഏതൊക്കെയാണെന്ന് അറിയാമോ കുട്ടന്? തെറ്റിക്കരുത് സാർ. പൊക്കോളൂ. ഓക്കെ മക്കളെ, നൈട്രജൻ ബേസും പെൻഡോസ് ഷുഗറും അതുപോലെ തന്നെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ആണ് കമ്പോണൻസ്. അത് കറക്റ്റ് ആണോ കുട്ടി പറഞ്ഞത്? അഡിനിനും ഗ്വാനിനും ആണ് പ്യൂരിൻസ് കേട്ടോ. പ്യൂരിൻസ് ഏതൊക്കെയാണ്, പിരമിഡിൻസ് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കണം. നോട്ട് ചെയ്ത് വെച്ചേ. പ്യൂരിൻസ് ഏതൊക്കെയാണ്, പിരമിഡിൻസ് ഏതൊക്കെയാണ്. എന്ത് പറ്റി സാർ?
ഓക്കെ യെസ് അറിയാം സർ. മക്കളെ നമ്മൾ അടുത്ത ചാപ്റ്ററിൽ എത്തിയിരിക്കുകയാണ്. എവല്യൂഷൻ സിമ്പിൾ ചാപ്റ്റർ ആണ്. മാർക്ക് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചോദിക്കുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് നമ്മുടെ എവല്യൂഷൻ ചാപ്റ്റർ. എവല്യൂഷനിലേക്ക് ഇറങ്ങിയാലോ? ഇറങ്ങാൻ തുടങ്ങുന്ന ടാറ്റ കാണിച്ച് നിങ്ങൾ ടാറ്റ കാണിച്ചാൽ നമ്മൾ ഇപ്പോൾ എവല്യൂഷനിലേക്ക് ഇറങ്ങും. ഓക്കെ അല്ലേ സർ? അഡിനിൻ ഗോൻ റയാൻ ദ കിങ് ഒക്കെ കറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സാർ. സാർ നോക്കിയില്ല റയാനെ? Guys, first question. Which of the following sets of gases were used in Miller's experiment? നമ്മുടെ യുറേ മില്ലർ എക്സ്പെരിമെന്റ് ആണ് ഉദ്ദേശിച്ചത്. അതിനകത്ത് അവർ അവരുടെ എക്സ്പെരിമെന്റ് ഉപയോഗിച്ച ഗ്യാസിന്റെ സെറ്റ് ചെയ്താന്ന്. ഓപ്ഷൻസിൽ ഏതാ ഗ്യാസിന്റെ കൂട്ടം? നോക്കിക്കോ പെട്ടെന്ന് അയച്ചോട്ടോ. CH4 NO2 H2O CO2 NH2. ഇത് കെമിസ്ട്രി പോലെ ആയല്ലോ. അപ്പൊ ഓക്കെ പറഞ്ഞോ. മക്കളെ നിങ്ങൾ ഒരുമാതിരി വെള്ളത്തിൽ മുക്കിയെടുത്ത കോഴിയുടെ പോലെ ഇരിക്കാതെ ചാറ്റിൽ മെസ്സേജ് അയച്ചോളൂ. ഇല്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. സി മക്കളെ ആരൊക്കെയോ സി എന്ന് പറയുന്നു. നിങ്ങൾ സി എന്ന് പറഞ്ഞാൽ ഞാൻ സി വിശ്വസിക്കേണ്ടതല്ലേ? എന്നാൽ ഞാൻ വിശ്വസിക്കില്ല. ഉത്തരം ഡി ആണ് കേട്ടോ. ഹൈഡ്രജൻ, മീഥെയിൻ, അമോണിയ, അതേപോലെ H2O വാട്ടർ വേപ്പർ. ഓക്കെ സിയില് ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. കണ്ടോ? ഓപ്ഷൻ സി ആണ്. ഞാൻ നിങ്ങളെ പറ്റിച്ചതാണ്. ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. ഓക്കെ നമ്മുടെ ഹൈഡ്രജൻ ഉണ്ട്, അമോണിയ ഉണ്ട്, അതേപോലെ നമ്മുടെ മീഥെയിൻ ഉണ്ട്, വാട്ടർ ഉണ്ട്. വാട്ടർ വേപ്പർ ഫോമിലായിരിക്കും കേട്ടോ. ഇതാരാണ് സാർ കരയുന്നത്? ഇത് ഇങ്ങനെയൊക്കെ കരയുന്ന? അയ്യേ. ഓക്കെ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കുക. ഹാർട്ട് ഓഫ് ദി വെർട്ടിബ്രേറ്റ്സ് ഹോമോലോഗസ് ഓർഗൻ ആണെങ്കിൽ ഫ്ലിപ്പേഴ്സ് ഓഫ് ദി പെൻഗ്വിൻ ആൻഡ് ഡോൾഫിൻ. അത് മുകളിൽ ഓപ്ഷൻ കണ്ടാൽ താഴെ ഉണ്ടെന്ന് അറിയാൻ പാടില്ല അല്ലേ? അപ്പൊ നമ്മൾ എന്താ പൊട്ടനാ അല്ലേ? ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടവൻ ആരാ? ഇത്രയും ബോധമില്ലാത്ത ക്വസ്റ്റ്യൻ ഒക്കെ തന്നേക്കാല്ലേ. മുകളിൽ ഹോമോലോഗസ് ഓർഗൻ തന്ന താഴത്തെ എന്ത് ഓർഗൻ ആയിരിക്കും? എന്നിട്ട് പോലും എന്റെ മക്കൾക്ക് കിട്ടണില്ല ഇതിന്റെ ആൻസർ. അയക്കോടെ ചാറ്റിലേക്ക് വേഗം. അത് അന്വേഷിക്കാൻ പോയേക്കുക, സമയം കളയണ്ട. നോക്കാം. ഇത് അനലോഗസ് ഓർഗൻ ആണ് കേട്ടോ. ഹോമോലോഗസ് ഓർഗൻസിനും അനലോഗസ് ഓർഗൻസിനും സന മെസ്സേജ് അയച്ചിട്ടുണ്ട്. കറക്റ്റ് ആണ് കേട്ടോ സന. ഹോമോലോഗസ് അനലോഗസ് ഓർഗൻസിന് എക്സാമ്പിൾ പഠിച്ചാൽ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാൻ പറ്റും കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചാൽ ഹോമോലോഗസ് അനലോഗസ് ഓർഗൻ ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ക്രിസ്മസ് എക്സാമിന് ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഡാഷ് ഇസ് ദ എവല്യൂഷൻ ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് ഫ്രം ആൻ ആൻസെസ്റ്റർ ഇൻ എ ജിയോഗ്രഫിക്കൽ ഏരിയ സ്റ്റാർട്ടിംഗ് ഫ്രം എ പോയിന്റ്. സിമ്പിൾ ആണ്. ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങുന്നു, പല സ്ഥലത്തേക്ക് ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്നു. കണ്ടോ? പല സ്ഥലത്തേക്ക് റേഡിയേറ്റ് ചെയ്യുന്നു. ഒരു സ്ഥലത്ത് നിന്ന് ഉണ്ടാകുന്നു, പല സ്ഥലത്തേക്ക് റേഡിയേറ്റ് നിൽക്കുന്നു. എന്താണത്? ഏത് എവല്യൂഷൻ ആണ്? പോരട്ടെ. യെസ്, അഡാപ്റ്റീവ് റേഡിയേഷൻ. ആരാണ് അഡാപ്റ്റീവ് അയച്ചത്? സംറീൻ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സംറീൻ അല്ലേ അത്? സംറീൻ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറഞ്ഞു. കറക്റ്റ് ആണ്. വെരി ഗുഡ്. ഓക്കെ അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ് കേട്ടോ. ഓക്കെ അഡാപ്റ്റീവ് റേഡിയേഷൻ കറക്റ്റ് ആണ്. ജീൻ ഫ്ലോ ബൈ ചാൻസ് കോസിംഗ് ചേഞ്ച് ഇൻ ദ ഫ്രീക്വൻസി ഈസ് കോൾഡ് ഡാഷ്. ജീൻ ഫ്ലോ by chance causing the change in frequency is called dash. പോരട്ടെ? പറഞ്ഞോളൂ. പറയടാ. അഡാപ്റ്റീവ് റേഡിയേഷൻ ഇപ്പൊ വന്നിട്ടുള്ള അഡാപ്റ്റീവ് റേഡിയേഷൻ കഴിഞ്ഞ് മിലൻ വിൽസൺ അഡാപ്റ്റീവ് റേഡിയേഷൻ തീർന്നു. പിന്നെ ഇത് പറ ഫ്രീക്വൻസി. ബൈ ചാൻസ് ഉള്ള ജീൻ ഫ്ലോ ആണ്. ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഈസ് കോൾഡ് ഡാഷ്. ഇല്ലേടാ, എല്ലാം ഇങ്ങനെ ഇരുന്നോട്ടോ വായം പൊളിച്ചോണ്ട്. അതാ നോക്കിക്കാൻ മക്കളെ. ജനറ്റിക് ഡ്രിഫ്റ്റ് പഠിച്ചിട്ടുണ്ടോ ഇതിനെപ്പറ്റി? ജനറ്റിക് ഡ്രിഫ്റ്റ് എവിടെയോ ഞാൻ കണ്ടു സാർ. ഇപ്പോ ഒരു ജനറ്റിക് ഡ്രിഫ്റ്റ് എവിടെയോ കണ്ട പോലെ എനിക്ക് തോന്നി കേട്ടോ. സന സഹിർ ഷാ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഹിയർ ഇസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് എവല്യൂഷൻ എ ആൻഡ് ബി. മക്കൾ എന്ന് നോക്കിക്കേ. എ ബി. എയിലുള്ള എവല്യൂഷന്റെ ഏതാണ്? ബിയിലുള്ള എവല്യൂഷൻ ഏതാണ്? വേഗം പറഞ്ഞോ കേട്ടോ. മെസ്സേജ് അയച്ചോ. ഡിഫറെന്റ് ഫംഗ്ഷൻ ആണ്, സിമിലർ സ്ട്രക്ചർ ആണ്, ഹോമോലോഗസ് ഓർഗൻ ആണ്. ദെൻ അപ്പുറത്ത് സിമിലർ ഫംഗ്ഷൻ ആണ്, ഡിഫറെന്റ് സ്ട്രക്ചർ ആണ്, അനലോഗസ് ഓർഗൻ ആണ്. ഇത്രയും വലിയ കഥയൊന്നുമില്ല. അനലോഗസ് ഓർഗനും ഹോമോലോഗസ് ഓർഗനും വരുന്ന എവല്യൂഷൻ ഏതാന്ന് മാത്രം പറഞ്ഞാൽ മതി. ഏതാ ഹോമോലോഗസിന് ഏതാ വരുന്നേ? അതുപോലെ അനലോഗസിൽ ഏതാ വരുന്നേ? സിമ്പിൾ. ഡൈവർജന്റ് എവല്യൂഷൻ, കൺവെർജന്റ് എവല്യൂഷൻ. ഓക്കെ ആണെങ്കിൽ മക്കള് ഓക്കെ ആണല്ലോ. ദേ ചോദിച്ചു, ഞാൻ പറഞ്ഞില്ലേ ഹോമോലോഗസ് അനലോഗസ് ഓർഗനിന് 1 എക്സാമ്പിൾ ഈച്ച്. ഓരോ എക്സാമ്പിൾ വീതം കൊടുക്കാൻ പറഞ്ഞപ്പോൾ നമുക്ക് കുറെ എക്സാമ്പിൾ അവർ തന്നിട്ടുണ്ട്. ഹ്യൂമൻ ഹാൻഡ്, വെയിൽ ഫ്ലിപ്പേഴ്സ്, ബാറ്റ്സ് വിങ്സ് ആൻഡ് ചീറ്റ ഫുഡ്. അനലോഗസിൽ വിങ്സ് ഓഫ് ഇൻസെക്ട്സ് ആൻഡ് വിങ്സ് ഓഫ് ബേർഡ്സ്. ഒരെണ്ണം മതി കേട്ടോ. എഴുതാമോ? എഴുതാമെങ്കിൽ ഡാറ്റ കാണിച്ചേ. ബുക്കിനകത്ത് കൊടുത്തേക്കുന്ന എക്സാമ്പിൾ ഫോർ ഹോമോലോഗസ് ആൻഡ് അനലോഗസ് ഓർഗൻസ് പഠിച്ചേ പറ്റുള്ളൂ. പഠിക്കാതെ പോകരുത്. അയ്യോ ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഈ അയ്യോ പറഞ്ഞിട്ട് ഇമ്പോർട്ടൻറ്റ് പറയുന്ന സാധനം ഒക്കെ എക്സാമിന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ചോദിച്ചിട്ടുള്ള സാധനമാണ്. തന്നിരിക്കുന്ന ആരുടെ ഫിഗറാ അത്? ഡാർവിന്റെ
ഡാർവിന്റെ ഫിഗർ അല്ല, ഡാർവിന്റെ ഫിഞ്ചസിന്റെ ഫിഗർ ആണ് അല്ലെ. ഗാലപ്പഗോസ് ഐലൻഡിൽ പുള്ളിക്കാരൻ കണ്ട ഫിഞ്ചസിന്റെ ഫിഗർ ആണ് തന്നിരിക്കുന്നത്. വാട്ട് ഫെനോമിനൻ ഇൻ എവല്യൂഷൻ ഇസ് റെപ്രസെന്റഡ് ഇൻ ദ പിക്ചർ? ഈ പിക്ചറിനകത്ത് എവല്യൂഷനിലെ ഏത് ഫിനോമിനൻ ആണ് കാണിച്ചിട്ടുള്ളത്? എക്സ്പ്ലെയിൻ ദ ഫിനോമിനൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ അഡീഷണൽ എക്സാമ്പിൾ. ആ ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യണം, ഇതല്ലാതെ വേറൊരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞു. പോരട്ടെ. ഡെർവിൻ അല്ല, ഡാർവിൻ. അഡാപ്റ്റീവ് റേഡിയേഷൻ, ബിദ്യ ബിജു പറഞ്ഞിട്ടുണ്ട്. അഡാപ്റ്റീവ് റേഡിയേഷൻ റൈറ്റ് ആൻസർ ആണ്. അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എവല്യൂഷൻ ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് ഫ്രം ആൻ ആൻസെസ്റ്റർ ഇൻ എ ജിയോഗ്രഫിക്കൽ ഏരിയ സ്റ്റാർട്ടിംഗ് ഫ്രം എ പോയിന്റ്. എക്സാമ്പിൾ വട്ടമിട്ട് വെച്ചോ മക്കളെ, ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ് കേട്ടോ. മാർസൂപ്പിയൽ റേഡിയേഷൻ ഇൻ ഓസ്ട്രേലിയ, അല്ലെങ്കിൽ ഇത്രയും സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി. ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ് എഴുതണം എക്സാമ്പിൾ ആയിട്ട്. എഴുതാന്നുണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ, എഴുതാന്നുണ്ടെങ്കിൽ വേവ് ചെയ്തേടാ. അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ്. കുരുവിനെ കണ്ട അപ്പം എഴുതിക്കൊള്ളണം. അപ്പല്ല, അങ്ങനെയല്ല, എന്താണ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എഴുതണം കേട്ടോ. അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ്, ഡെഫിനേഷൻ പഠിക്കണം. മറ്റൊരു എക്സാമ്പിൾ ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ് ആണ്, സ്റ്റാർട്ടിംഗ് ഫ്രം എ പോയിന്റ് റേഡിയേറ്റിംഗ് ടു ഡിഫറെന്റ് പ്ലേസസ്. ഓക്കെ, മറന്നു പോകരുത് കേട്ടോ. ദാ ഹ്യൂഗോ ഡീവറിസ് പ്രപ്പോസ്ഡ് മ്യൂട്ടേഷൻ തിയറി ഓഫ് എവല്യൂഷൻ. ഇൻ വിച്ച് പ്ലാന്റ് ഡീവറിസ് കണ്ടക്ടഡ് ഹിസ് എക്സ്പെരിമെന്റ്? മ്യൂട്ടേഷൻ തിയറിയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഹ്യൂഗോ ഡീവറിസ് ഏത് ചെടിയിലാണ് പരീക്ഷണം നടത്തിയത്? മെൻഷൻ എനി ത്രീ ഡിഫറൻസ് ബിറ്റ്വീൻ മ്യൂട്ടേഷൻ ആൻഡ് ഡാർവിൻസ് വേരിയേഷൻ. മ്യൂട്ടേഷനും ഡാർവിന്റെ പറയുന്ന വേരിയേഷൻസ് തമ്മിലുള്ള എന്തെങ്കിലും 3 ഡിഫറൻസ്, ചെറിയ 3 ഡിഫറൻസ് എഴുതി വെക്കാനായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ പ്ലാന്റിന്റെ പേര് വേഗം ചാറ്റിലേക്ക് ഇട്ടടാ ഗൈസ്, പെട്ടെന്നായിക്കോട്ടെ. പ്ലാന്റിന്റെ പേര് ഏത് പ്ലാന്റിനകത്താണ് ഹ്യൂഗോ ഡീവറിസ് എക്സ്പെരിമെന്റ് ചെയ്തേ? മ്യൂട്ടേഷൻ 4 മണിക്ക് വിരിഞ്ഞു വരുന്ന മഞ്ഞ കളറിലുള്ള പിങ്ക് പോലെ ഇരിക്കുന്ന മഞ്ഞ പോലത്തേക്ക് ഏതാ പ്ലാന്റ്? പ്രൈംറോസ് കറക്റ്റാ. ഈവനിങ് പ്രൈംറോസ്, അല്ലെങ്കിൽ നമുക്ക് ഈവനിങ് പ്രിംറോസ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രൈംറോസ് എന്ന് പറയാം കേട്ടോ. ഇതാണ് 4 o'clock പ്ലാന്റ് എന്നൊക്കെ നമ്മൾ പറയും. ആൻഡ് ഡാർവിന്റെ, ഇത് ഇമ്പോർട്ടന്റ്, മാർക്ക് ചെയ്തേ. ഡാർവിന്റെ വേരിയേഷൻ എന്ന് പറഞ്ഞ മൈനർ ആണ്, സ്ലോ, പതിയാണ്, ഡയറക്ഷണൽ ആണ്. പക്ഷേ ഇറ്റ് റിസൾട്ട്സ് ഇൻ ഗ്രാജുവൽ എവല്യൂഷൻ. പക്ഷെ മ്യൂട്ടേഷൻ ആണെങ്കിലോ സഡൻ, പെട്ടെന്നുണ്ടാകും, റാൻഡം ആണ്, ദെൻ ഡയറക്ഷൻ ലെസ് ആണ്. ആ വട്ടത്തിലുള്ള സാധനം എഴുതിക്കോട്ടോ. ഡാർവിന്റെ വേരിയേഷനും മ്യൂട്ടേഷനും തമ്മിലുള്ള കമ്പാരിസൺ ചോദിച്ചാൽ ഇത് വൃത്തിക്ക് എഴുതിയില്ല എന്നുണ്ടെങ്കിൽ മാർക്ക് പോകും. ഡാർവിന്റെ കേസിൽ മൈനർ ആണ്, അതുപോലെ മൈനർ ചെറുതാണ്, ദെൻ സ്ലോ ആണ്, ഡിറക്ഷണൽ ആണ്, അതുപോലെ ഗ്രാജുവൽ എവല്യൂഷൻ ഉണ്ടാകും. മ്യൂട്ടേഷന്റെ കേസിൽ സഡൻ, പെട്ടെന്നുണ്ടായിരിക്കും, റാൻഡം ആയിട്ടാണ് ഉണ്ടാകുന്നത്, ഡയറക്ഷൻ ഉണ്ടാവില്ല, ഡയറക്ഷൻ ലെസ് ആയിരിക്കും. സെറ്റ് ആണെങ്കിൽ ഡു എ വേവ്. അങ്ങനെ വരുമ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ ജമ്പ് ചെയ്ത് ഇറങ്ങാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ്, മാർക്ക് ചെയ്തോളൂ. എക്സൈറ്റ്മെന്റ് ആണ്. 4 മണി പൂവ്, എടാ നീ ഉദ്ദേശിക്കണ പൂവല്ല കേട്ടോ. എടാ നേരെ അറിയാൻ ചെയ്തൊരാമയർ CBI അഡാപ്റ്റീവ് റേഡിയേഷൻ ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ ഫൈൻ. യെസ് ഗൈസ്, തമാശയോ ആർക്ക് എഴുതുന്നത്? ഞാൻ എപ്പോഴാണ് തമാശ പറഞ്ഞേ? നീ തമാശ എന്ന് പറഞ്ഞിരുന്നു 4 മണിപ്പൂവിന്റെ കാര്യം കേട്ടോ. അത് സീരിയസ് ആയിട്ട് പറഞ്ഞ കാര്യം, തമാശയോ? എടാ ഹോമോ ഇറക്ടസ്, റമാപിത്തക്കസ്, ഓസ്ട്രലോപിത്തക്കസ്, അതുപോലെ ഡ്രയോപിത്തക്കസ്, ഹോമോ സാപ്പിയൻസ്, നിയാണ്ടർതാൽമാൻ, ഹോമോ ഹാബിലിസ്, ഇവരൊക്കെ ഓർഡറിൽ എഴുതാൻ പറയും. ഓർഡറിൽ എഴുതാൻ പറയുമ്പോൾ എന്റെ മക്കൾ എങ്ങനെ എഴുതണം? ചെറുത് മുതൽ വലുത് വരെ എന്നുള്ള പോലെ ആദ്യം മുതൽ അവസാനം വരെ എഴുതണം. എഴുതാമെങ്കിൽ തമസിട്ടെ എഴുതുമ്പോൾ ഈ ഓർഡർ ഫോളോ ചെയ്തോ. ഡ്രയോപിത്തക്കസ്, രമാപിത്തക്കസ്, ഓസ്ട്രലോപിത്തക്കസ് അല്ലെങ്കിൽ ഓസ്ട്രലോപിത്തസീൻസ് എഴുതാം, ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, നിയാണ്ടർതാൽമാൻ, ഹോമോ സാപ്പിയൻസ് എഴുതാലോ അല്ലെ? ഓർഡർ പഠിച്ചിട്ടുണ്ട്? ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് പഠിക്കണം കേട്ടല്ലോ. ഓർഡർ വൃത്തിക്ക് പഠിച്ചോ. ഡ്രയോപിത്തക്കസ് മുതൽ ഹോമോ സാപ്പിയൻസ് വരെ നല്ല കിടുക്കാച്ചിയായിട്ട് പഠിച്ചു വെച്ചോ കേട്ടോ. ദെൻ സ്റ്റേറ്റ്മെന്റ്സ് ബിലോ ഷോ ഫീച്ചേഴ്സ് ഓഫ് സം ഹ്യൂമൻ ഫോസിൽസ്, റീഡ് കെയർഫുള്ളി ആൻഡ് ഐഡന്റിഫൈ ദ ഫോസിൽ. മക്കളെ ഹ്യൂമൻ ലൈക്ക് മനുഷ്യനെ പോലെ ഇരിക്കുന്ന ആള് അല്ലെ, ബ്രെയിൻ കപ്പാസിറ്റി 650 to 800 cc. ലിവ്ഡ് ഇൻ ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യ വിത്ത് ബ്രെയിൻ കപ്പാസിറ്റി 1400. ഇത് 2 പേരെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസാ. ഈ 2 പേര് ആരാ? 650 മുതൽ 800 cc വരെ ബ്രെയിൻ കപ്പാസിറ്റിയും അതുപോലെ മനുഷ്യനെ പോലെ ഇരിക്കുന്ന ആള് ആരാ? പഠിച്ചാട്ടുണ്ട്. കൊള്ളാം, പഠിച്ചാട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നല്ലതാണ്. പഠിച്ചാട്ടുണ്ടെങ്കിൽ നല്ല എഴുതാൻ പറ്റും എക്സാം നമുക്ക്. ഹോമോ ഇറക്ടസ് ഒക്കെ 1 ഹോമോ ഹാബിലിസ്, 2 നിയാണ്ടർതാൽമാൻ എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ട്. അതാരായിരുന്നു സാർ? അഫ്നാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ വേറൊരാൾ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ, സന സഹിർഷ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹോമോ ഹാബിലിസും നിയാണ്ടർതാൽമാൻ എന്ന് പറയുന്നത് ഹോമോ ഹാബിലിസും 1 നിയാണ്ടർതാൽമാനുമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഹോമോ ഹാബിലിസ് ആണ് ആ 650 to 800 cc ബ്രെയിൻ കപ്പാസിറ്റി, പിന്നെ 1400 cc ഉള്ളത് നിയാണ്ടർതാൽമാൻ ആണ്. ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തോ. പഠിക്കുമ്പോൾ ആ CC ബ്രെയിൻ കപ്പാസിറ്റിയും കൂടെ ക്രേനിയൽ കപ്പാസിറ്റിയും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കും കേട്ടോ. ക്രേനിയൽ കപ്പാസിറ്റി മറന്നു പോകരുതേ.
അയ്യോ 3 മാർക്കിന്റെ ചോദ്യം മക്കളെ, 3 മാർക്കിന്റെ ചോദ്യം. അത് ഇങ്ങനെയും ചോദിക്കാം, വേറെ രീതിയിലും ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും ഉത്തരം ഒന്നേ വരത്തുള്ളൂ മക്കളെ. അലീൽ ഫ്രീക്വൻസീസ് ഇൻ എ പോപ്പുലേഷൻ ആർ സ്റ്റേബിൾ ആൻഡ് കോൺസ്റ്റന്റ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ജനറ്റിക് ഇക്വിലിബ്രിയം. ഏത് പ്രിൻസിപ്പിൾ ആണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. അലീൽ ഫ്രീക്വൻസി തുടങ്ങുന്ന കാണുമ്പോഴേ നമുക്കത് മനസ്സിലാവും കൃത്യമായിട്ട്. ഏതിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗൈസ്? നന്നായി. അത് നെയിം ദ പ്രിൻസിപ്പിൾ ആൻഡ് മെൻഷൻ എനി 2 ഫാക്ടേഴ്സ് അഫക്ടിംഗ് ദാറ്റ്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിസ്റ്റർബൻസസ് ഒക്കറിംഗ് ഇൻ ദ ജനറ്റിക് ഇക്വിലിബ്രിയം? ഓക്കെ, യെസ്. അപ്പോ എന്താണ് ജീൻ ഫ്ലോ? ഹാർഡി വെയിൻബർഗ്. മക്കളെ ഉത്തരം വന്നു. സാറേ സാർ സാർ ആൻമരിയ KNM ഹിയർ. ആൻമരിയ KJ അല്ലോ ആണോ? ഇതിൽ അന്നമ്മ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അതാ ചോദിച്ചാൽ ആൻമരിയ KJ ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട് സർ. ഓക്കെ, അപ്പോൾ ഹാർഡി വീൻബർഗ് പ്രിൻസിപ്പിൾ ആണ് കൊടുത്തിരുന്നത്. ജീൻ ഫ്ലോ, ജനറ്റിക് ഡ്രിഫ്റ്റ്, ദെൻ റീകോമ്പിനേഷൻ. 5 ഫാക്ടർ പഠിച്ചിട്ടുണ്ട്. 5 ഫാക്ടർ ഉണ്ടെങ്കിൽ ഡാറ്റ കാണിച്ച് 5 ഫാക്ടർ വൃത്തിക്ക് പഠിച്ചോ കേട്ടോ. ഫാക്ടേഴ്സ് അഫക്ടിംഗ് ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയം കേട്ടല്ലോ. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ P² + Q. അറിയാമോ? അത് അറിയാവുന്നവരുടെ ഡാറ്റ കാണിച്ച് P² + 2PQ + Q² = 1 ആണെങ്കിൽ ഡാറ്റ കാണിക്കൂ. ആ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നല്ല വൃത്തിക്ക് പഠിച്ചു വെച്ചില്ലെങ്കിൽ പണി പാളു കേട്ടോ. ഓക്കെ, ദേ ബിക്കം എ ഡിഫറെന്റ് സ്പീഷീസ്. ഇവിടെ നോക്കൂ, ഡിസ്റ്റർബൻസസ് ഒക്കറിംഗ് ഇൻ ദ ജനറ്റിക് ഇക്വിലിബ്രിയം. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിസ്റ്റർബൻസസ് ഒക്കറിംഗ് ഇൻ ദ ജനറ്റിക് ഇക്വിലിബ്രിയം? നോക്കൂ, ദേ ബിക്കം എ ഡിഫറെന്റ് സ്പീഷീസ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ വ്യത്യസ്തമായ ഒരു സ്പീഷീസ് ആയിട്ട് മാറും. ദേ P², ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം, P² + 2PQ + Q² = 1. സെറ്റ് ആണെങ്കിൽ മാത്രം ഡാറ്റ കാണിക്കുക. ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, വന്നു അടുത്ത ക്വസ്റ്റ്യൻ. ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. നാച്ചുറൽ സെലക്ഷന്റെ കാര്യങ്ങൾ പറയുന്ന എയും ബിയും സിയും കാണുന്നുണ്ടോ എന്റെ മക്കള്? കാണുന്നുണ്ടെങ്കിൽ ഡാറ്റ കാണിക്കൂ. എ നമുക്ക് വേണ്ട, എ ആവശ്യമില്ല എന്ന് പറഞ്ഞു അവര്, പക്ഷേ ബി ഉണ്ട്. വാട്ട് ഡു ബി ആൻഡ് സി റെപ്രസെന്റ്സ്? ഇതിൽ ബിയും സിയും എന്താണ്? എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഷോൺ ഇൻ ബി ആൻഡ് സി. ബിയിലും സിയിലും കാണിച്ചിരിക്കുന്ന പ്രോസസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യൂ. യെസ്, ആൻമരിയ KJ ഹിയർ. നൈറ്റ് ക്ലാസ്സിന് വന്നോട്ടാ? വരാലോ, പിന്നെ ഇപ്പൊ എന്താ, നൈറ്റ് ക്ലാസ്സിന് വരാം, പിന്നെയും വരാതിരിക്കില്ലല്ലോ, വരും. മൈഗ്രേഷൻ, ജീൻ ഫ്ലോ, ജനറ്റിക് ഡ്രിഫ്റ്റ്, മ്യൂട്ടേഷൻ, റീകോമ്പിനേഷൻ. കഴിഞ്ഞ ക്വസ്റ്റിന്റെ ആൻസർ ആണ് നമ്മുടെ അനീഷ അയച്ചുകൊണ്ടിരിക്കുന്നത്. അനീഷ മക്കൾ, ഇവിടെ ബിയും സിയും കാണിച്ചിരിക്കുന്നത് ഡയറക്ഷണൽ സെലക്ഷനും സി ഡിസ്ട്രപ്റ്റീവ് സെലക്ഷനാ. ബുക്കിനകത്ത് ആ ഫിഗർ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ടിക്കറ്റ് ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്ത് വെച്ച്. സാറ് വരും, ഇല്ലെങ്കിൽ വരുത്തും. സാറില്ലാത്ത നൈറ്റ് ക്ലാസ്സോ? അവൻ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി കേട്ടോ. എ സ്റ്റെബിലൈസിംഗ് ആണ്, എ നമുക്ക് വേണ്ട. ബി ഡയറക്ഷണൽ സെലക്ഷൻ ആണ്. അത് കഴിഞ്ഞാൽ സി എന്ന് പറയുന്നത് ഡിസ്ട്രപ്റ്റീവ് സെലക്ഷൻ ആണ് കേട്ടോ. ആൻഡ് ഇതിന്റെ ഫംഗ്ഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ അടുത്ത്. ബി നാച്ചുറൽ സെലക്ഷൻ ലീഡ്സ് ടു ഡയറക്ഷണൽ ചേഞ്ച് ഇൻ വിച്ച് മോർ ഇൻഡിവിജ്വൽ അക്വയർ വാല്യൂ അതർ ദാൻ ദി മീൻ ക്യാരക്ടർ വാല്യൂ. സി നാച്ചുറൽ സെലക്ഷൻ ലീഡ് ടു ദ ഡിസ്ട്രപ്ഷൻ ഇൻ വിച്ച് മോർ ഇൻഡിവിജ്വൽ അക്വയർ പെരിഫറൽ ക്യാരക്ടർ വാല്യൂ അറ്റ് ബോത്ത് എൻഡ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ കർവ്. ഇത് രണ്ടും പഠിക്കണം കേട്ടോ. എയുടെയും പഠിച്ചു വെച്ചോ, കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. എയും പഠിച്ചു നിർത്തി ഒരു കുഴപ്പമില്ല. ഈ മലനിരകൾ കാണുമ്പോൾ മനസ്സിൽ ഓർമ്മ വരണം, എന്ത് ഡിറക്ഷണൽ ആണോ, ഡിസ്ട്രപ്റ്റീവ് ആണോ, സ്റ്റെബിലൈസിംഗ് ആണോ, എന്താണെന്നുള്ളത് നല്ല വൃത്തിക്ക് പഠിച്ചു വെക്കണം കേട്ടോ. ഒപ്പാരിൻ ഹാൾഡെയ്ൻ ഹൈപ്പോത്തസിസ് എന്താണെന്ന് അറിയാമോ എന്റെ മക്കൾക്ക്? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കെമിക്കൽ എവല്യൂഷൻ തിയറി അഥവാ ഒപ്പാരിൻ ഹാൾഡെയ്ൻ ഹൈപ്പോത്തസിസ്. അക്കോർഡിംഗ് ടു ഒപ്പാരിൻ ആൻഡ് ഹാൾഡെയ്ൻ ദ ലൈഫ് കുഡ് ഹാവ് ഒറിജിനേറ്റഡ് ഫ്രം ദി പ്രീ എക്സിസ്റ്റിംഗ് നോൺ ലിവിംഗ് ഓർഗാനിക് മോളിക്യൂൾസ്. ആണോ മക്കളെ? ആണെങ്കിൽ ടാറ്റ കാണിച്ച എന്റെ കുഞ്ഞുങ്ങള്, ആണെങ്കിൽ ടാറ്റ കാണിച്ചോ. ഒന്ന് പഠിക്കുമ്പോഴേ മറ്റേ സാധനമില്ലേ, ബൊമ്പാട് ചെയ്തിട്ട് പൊട്ടിമുളച്ചിട്ട്, ഓർക്കണുണ്ടോ? അതേതാ തിയറി? ഓർക്കുന്നവരത് റേസ് ദി ഹാൻഡ് ചെയ്യൂ. ബയോജെനിസിസ്, അബയോജെനിസിസ് ഒക്കെ ഉണ്ട്, കെമിക്കൽ എവല്യൂഷൻ തിയറി ഉണ്ട്, അതൊക്കെ ഓക്കെ. ഞാൻ പറയുന്നത് പെട്ടെന്ന് ഒരു പൊട്ടിമുളച്ച് വന്നു എന്ന് പറഞ്ഞിട്ടൊരു തിയറി ഉണ്ടല്ലോ, ബിഗ് ബാങ് തിയറി. പോൾസൺ വേണ്ടി വന്നു നമുക്ക് ആൻസർ പറയാനായിട്ടല്ലേ. ബിഗ് ബാങ് തിയറി. മക്കളെ ഇവിടെ ശ്രദ്ധിച്ചിരുന്ന റെഡ് കളർ ഡ്രസ് ഇട്ടിരിക്കുന്ന അസിയ ബാ അതൊക്കെ നമുക്ക് പിന്നെ പറയാം. അങ്ങനെയുടെ കുറ്റമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ എക്സ്പ്രഷൻ ഒക്കെ ഇടുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്ക്. ഇപ്പൊ നമുക്ക് എക്സാം ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ കണ്ട മാർക്ക് ചെയ്ത് വെച്ചോ. നെയിം ദ എക്സ്പെരിമെന്റ്. ഏതാ എക്സ്പെരിമെന്റ്? കാണുമ്പോൾ തന്നെ ആളെ മനസ്സിലാവും. UM അല്ലെ, യുറേ മില്ലർ എക്സ്പെരിമെന്റ് ആണെങ്കിൽ ഡാറ്റ കാണിച്ചേ.
ഓക്കെ അല്ലേ? എക്സ്പെരിമെന്റ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിട്ടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ പറയണം ലബോറട്ടറിയിൽ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് ഫ്ലാസ്കിന്റെ അകത്ത് സ്പാർക്ക് ഡിസ്ചാർജ് അപ്പാരറ്റസ് ഒരുക്കി, CH4ഉം H2ഉം NH3ഉം വാട്ടർ വേപ്പറും ഒക്കെ നിറച്ചു, എന്നിട്ട് അതിനെ 800 ഡിഗ്രിയിൽ ചൂടാക്കി ഹീറ്റ് ചെയ്യുന്നു. ആരാ? SL മില്ലർ ഒബ്സർവ് ദാറ്റ്. മില്ലർ എന്ത് കണ്ടു? ദ ഫോർമേഷൻ ഓഫ് അമിനോ ആസിഡ് ആൻഡ് ദിസ് സപ്പോർട്ട്സ് ദ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. ഈ യുറേ മില്ലറും കൂടെ കഷ്ടപ്പെട്ടിരുന്ന എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിച്ച അമിനോ ആസിഡ് ഉണ്ടായി. അതാണ് പണ്ട് നമ്മുടെ ഒപ്പാരനും ഹാൽഡേനും പറഞ്ഞ കെമിക്കൽ എവല്യൂഷൻ തിയറിയെ സപ്പോർട്ട് ചെയ്തത്. സംഭവം സെറ്റ് ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേടാ. ആര് പ്രൂവ് ചെയ്തു, ആര് എക്സ്പെരിമെന്റ് നടത്തിയെന്ന് ചോദിക്കുമ്പോൾ ഒപ്പാരൻ ഹാൽഡേ എഴുതണോട്ടാ, വേഗം പോയിട്ട് എഴുതാമെങ്കിൽ ടാറ്റ കാണിച്ചേ. യോ അതിനും ടാറ്റ അത് എഴുതരുത്. കെമിക്കൽ എവല്യൂഷൻ തിയറി ആണോ ഒപ്പാരൻ ഹാൽഡേന്റെ? എക്സ്പെരിമെന്റൽ എവിഡൻസ് കൊടുത്തത് ആരാ? യുറേ മില്ലർ ആണ് കേട്ടോ. യുറേ മില്ലർ എക്സ്പെരിമെന്റ് ആണ്, തെറ്റിക്കരുത് കേട്ടോ മക്കളെ. ഫോസിൽസ് ആർ ദ റിട്ടൺ ഡോക്യുമെന്റ് ഓഫ് എവല്യൂഷൻ. ഇവിടെ നോക്കൂ, നെയിം ദ ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഫോസിൽ. ഫോസിൽസിനെ പറ്റി പഠിക്കുന്ന ബയോളജിയിലെ ശാഖയുടെ പേര് ചാറ്റിലേക്ക് അയച്ചോളൂ, വേഗം ചാറ്റിലേക്ക് അയക്കും മക്കളെ. ഫോസിൽസിനെ പറ്റി പഠിക്കുന്ന ബയോളജിയിലെ ബ്രാഞ്ചിന്റെ പേരെന്താ? പി വെച്ചിട്ട് തുടങ്ങുന്ന പി 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 പി. എന്ത് കാര്യം ഉണ്ടായിരുന്നു ഓർക്കുന്ന? അവർ ഓരോന്ന് കണ്ടുപിടിച്ചോണ്ട് നമുക്കിപ്പോ മാർക്ക് കിട്ടുന്നു. എന്താണ് പി പി? പറഞ്ഞോ. പാലിയന്റോളജി. ബിദ്യ കറക്റ്റ് ആൻസർ ആണ്. സന കറക്റ്റ് ആൻസർ ആണ്. വെരി ഗുഡ് മക്കളെ. പാലിയന്റോളജി ആണ്. ഇവിടെ നോക്ക്, ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദ ഏജ് ഓഫ് ഫോസിൽ. നമുക്ക് എവിടെയെങ്കിലും ഒരു ഫോസിൽ കിട്ടിയാൽ ഫോസിലിന്റെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്, ടെക്നോളജിയുടെ പേരാണ് റേഡിയോ ആക്റ്റീവ് ഡേറ്റിംഗ് അല്ലെങ്കിൽ റേഡിയോ ഡേറ്റിംഗ് എന്ന് പറയും കേട്ടോ. റേഡിയോ ആക്റ്റീവ് ഡേറ്റിംഗ് എന്ന് പറയും. കാർബൺ ഡേറ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? സെയിം സാധനം തന്നെ, റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗ് ആണ് സംഭവം കേട്ടോ. എന്താണ് സാർ? ഏത്? ഇവിടെ ക്രിസ്മസ് എക്സാം ആയിട്ട് കഷ്ടപ്പെട്ട് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുക. ചളി അടിക്കണം സാർ. ഡേറ്റിംഗ് മറ്റേതല്ലേ എന്ന്. ഏത് ഡേറ്റിംഗ്? നമുക്ക് കാർബൺ ഡേറ്റിംഗ് അല്ലേ അറിയാവുന്ന? റേഡിയോ ആക്റ്റീവ് ഡേറ്റിംഗ്, കാർബൺ. എനിക്കറിയാവുന്ന ഡേറ്റിംഗ്. സാർ ഏത് ഡേറ്റിംഗ് ഉദ്ദേശിച്ചത്? ഡേറ്റിംഗുമായിട്ട് നല്ല കണക്ഷൻ ഉള്ള ആളാ. ഓക്കെ, ക്വസ്റ്റ്യൻ. അത് പറഞ്ഞപ്പോ തുമ്പി വന്നല്ലോ മക്കളെ. ഇത് തുമ്പി അല്ല, ഇത് മോത്താണ്. മോത്ത് എന്താ? അങ്ങ് ഇംഗ്ലണ്ടിൽ ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുന്ന സമയത്തും അതിന് മുന്നേ ഉണ്ടായിരുന്ന വൈറ്റ് വിങ്ഡും അതുപോലെ തന്നെ ഡാർക്ക് വിങ്ഡ് മോത്തിന്റെയും മരത്തിന്റെ സർഫസിൽ ഇരിക്കുന്ന ഫിഗറാണ് കൊടുത്തേക്കുന്നത്. ഇൻ പൊല്യൂട്ടഡ് ഏരിയ ആണ് എയില്. എയിൽ കൊടുത്തേക്കുന്ന അൺപൊല്യൂട്ടഡ് ഏരിയയിലും ബിയിൽ കൊടുത്തിരിക്കുന്ന പൊല്യൂട്ടഡ് ഏരിയയിലും ഇരിക്കുന്നവരാ. കളർ വ്യത്യാസം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഡാറ്റ കാണിച്ചാൽ ഉണ്ടല്ലോ. ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നപ്പോൾ അത് കരിഞ്ഞു പോയി. ആര്? ഇത് മോത്തല്ല കരിഞ്ഞു പോയത്, മരം കരിഞ്ഞു പോയി പുകയൊക്കെ പിടിച്ചിട്ട്. അപ്പൊ അവിടെ ഇരിക്കുന്ന ഡാർക്ക് കളർ ആളുകൾ സേഫ് ആയി. ഇവിടെ വൈറ്റ് ആയിരുന്ന സമയത്ത് ഡാർക്ക് സേഫ് അല്ലായിരുന്നു. വൈറ്റ് ലൈറ്റ് കളറിൽ സേഫ് ആയപ്പോൾ, ബാക്ക്ഗ്രൗണ്ടിൽ സേഫ് ആയപ്പോൾ ഡാർക്കുകാരെ മൊത്തം കിളികൾ പിടിച്ചോണ്ട് പോയി കഴിക്കാൻ. അപ്പുറം വന്നപ്പോഴോ ഇൻഡസ്ട്രിയലൈസേഷൻ എന്താ കരി പിടിച്ചു. കരി പിടിച്ചപ്പോൾ എന്ത് പറ്റി? ഡാർക്ക് കളർ ആയിട്ടുള്ള മോത്തുകൾ രക്ഷപ്പെട്ടു. ലൈറ്റ് കളർ ഡാർക്കിന്റെ മുകളിൽ ഇരുന്നപ്പോൾ അവരെ ആട് കണ്ടു, കിളികൾ കണ്ടു, എടുത്തുകൊണ്ടേ കഴിച്ചു. അഴുക്ക സാർ, അഖിൽ സാർ. ഞാൻ വിചാരിച്ചിരുന്നു അഴുക്ക് സാർ അഖിൽ സാറിനെക്കാളും മോശം. ഞാനിപ്പോ മോശം? അത് നീ എന്ത് വർത്താനം പറയണ? ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ കറക്റ്റ് ആരല്ലേ പറഞ്ഞേ? ഓക്കെ, അപ്പൊ മക്കളെ, വിച്ച് എവല്യൂഷണറി തിയറി ഈസ് ഡെപിക്റ്റഡ് ബൈ ദ ഫിഗർ? തന്നിരിക്കുന്ന ഫിഗറിൽ ഏത് എവല്യൂഷണറി തിയറി ആണ് പറയുന്നത്? ആൻഡ് വാട്ട് ഈസ് ഇൻഡസ്ട്രിയൽ മെലാനിസം? മക്കളെ, ഇൻഡസ്ട്രിയൽ മെലാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ സാധനമാണ്, തെറ്റിദ്ധരിക്കണ്ട. എന്താണ് സാർ? തിയറി ഇല്ല സാർ, അവൻ ഒരു കേസ് അന്വേഷണം ഇടയ്ക്ക് നടക്കണം, നല്ലതാണ്. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ബൈ ഡാർവിൻ. അത് നാച്ചുറൽ സെലക്ഷൻ തിയറി ബേസ് ചെയ്തിട്ടുള്ള സാധനമാണ് കൊടുത്തിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ മെലാനിസം. ഇനി എന്താ ഇൻഡസ്ട്രിയൽ മെലാനിസം നോക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോറി എഴുതിയാൽ മതി. ദ ഡെവലപ്മെന്റ് ഓഫ് ഡാർക്ക് കളറേഷൻ ഇൻ പോപ്പുലേഷൻ ദാറ്റ് ആർ എക്സ്പോസ്ഡ് ടു ഇൻഡസ്ട്രിയൽ എയർ പൊല്യൂഷൻ. ഇൻഡസ്ട്രിയൽ മെലാനിസം എന്ന് പറഞ്ഞാൽ ആ ഒരു പൊല്യൂഷൻ കാരണം, ഇൻഡസ്ട്രീസ് എന്നുള്ള പൊല്യൂഷൻ കാരണം ഡാർക്ക് കളറേഷൻ ഉണ്ടായതിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഈ ഫിഗറിനകത്ത് നേരത്തെ സെയിം ഫിഗർ തന്നെയാണ്. ഇതിൽ ABCD ലേബൽ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഡാറ്റ കാണിക്കണം. A ഇലക്ട്രോഡ്, ബി എന്താണോ എന്തോ, ദെൻ സി, ഡി എവിടെ പോയി? ഡി ലേബൽ ചെയ്യാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ഡാറ്റ കാണിച്ചേ. ഫോട്ടോ നോക്കി വെക്കണം, ആ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ പഠിക്കണം കേട്ടല്ലോ. ഗൈസ് നോക്ക്, എ ഇലക്ട്രോഡ് ആയിരുന്നു, ബി എന്ന് പറയുന്നത് ആ ഫ്ലാസ്കിന്റെ അകത്ത് നിറച്ചിരുന്ന ഗ്യാസിന്റെ മിക്സർ ആണ്, സി എന്ന് പറയുന്നത് അകത്തേക്ക് തണുത്ത വെള്ളം കൊടുക്കുന്നു, കോൾഡ് വാട്ടർ, ഡി എന്ന് പറയുന്നത് വാക്വം പമ്പാണ്. കണ്ടോ, വാക്വം പമ്പ്. സെറ്റ് ആണെങ്കിൽ തംസിട്ട്. യെസ് വെരി മക്കളെടാ, ഇമ്പോർട്ടന്റ് ചാപ്റ്ററിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന അടുത്ത ചാപ്റ്ററിലേക്ക് പോകാന്നുണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്തോളൂ. ഒന്ന് വേവ് ചെയ്താൽ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പെട്ടെന്ന് കിടക്കാം. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് തെറ്റാണ്. ഓക്കെ, യെസ് പറ്റും. പറ്റണമല്ലോ മക്കളെ. നെയിം ദ ടെസ്റ്റ് യൂസ്ഡ് ഫോർ ദ കൺഫർമേഷൻ ഓഫ് ടൈഫോയിഡ്. മാർക്ക് ചെയ്ത് എഴുതി വെച്ച് പഠിച്ചോ. ടൈഫോയിഡ് കൺഫേം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റിന്റെ പേരാണ് വൈഡൽ ടെസ്റ്റ്. ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേടാ. വൈഡൽ ടെസ്റ്റ് ഓക്കെ ആണെങ്കിൽ എന്റെ മക്കളൊന്ന് വേവ് ചെയ്തേ. വൈഡൽ സെറ്റ് അല്ലേ?
തെറ്റിപ്പോവരുതട്ടാ. തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഇടുക്കി ഞാൻ പിടിച്ച്. സാൽമോണല്ല ടൈഫോയിഡ് ഫീവർ ഉണ്ടാക്കും. പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. സാറ് വിളിക്ക് പിൻ ചെയ്തോ. അവൻ വിളിച്ചോ. അവനെല്ലാവരും പോയോ? കാണാണ്ടായി. വൈഡൽ ടെസ്റ്റർ അല്ല ടെസ്റ്റ്. സാർ വിളിച്ചു പെട്ടെന്ന് വിളിച്ചു. അലീനക്കുട്ട പറയടാ, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം എന്ത് രോഗമാണ് ഉണ്ടാക്കുന്നേ? പ്ലാസ്മോഡിയം എം വെച്ചിട്ട് തുടങ്ങും. പിന്നല്ല, ഈ മലേറിയ ഉണ്ടാക്കുന്ന പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം കൂടാതെ വേറൊരു പ്ലാസ്മോഡിയത്തിന്റെ പേരോട് പറയാമോ? ഫാൽസിപ്പാരം അല്ലാതെ വേറൊരെണ്ണം കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. വൈവാക്സ്. പ്ലാസ്മോഡിയം വൈവാക്സ് ഇല്ലേ? ഉണ്ടെങ്കിൽ ഡാറ്റ കാണിച്ചെല്ലാവരും. പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ. കേട്ടല്ലോ, മറന്നു പോകരുത് കേട്ടോ. ആരെങ്കിലും ഒക്കെ പേര് വെറുതെ എഴുതി വയ്ക്കരുത്. അപ്പോ ഇവിടെ മലേറിയ ആണ് വരുന്നത് പ്ലാസ്മോഡിയത്തിന്റെ കേസിൽ. ഇൻ മലേറിയ പേഷ്യൻസ് ദ പാത്തജൻ റിലീസ് എ ടോക്സിൻ കോൾഡ്, വെരി ഇമ്പോർട്ടന്റ് മക്കളെ, മലേറിയ പേഷ്യൻസിൽ എന്തോ ഒരു ടോക്സിൻ ആ പാത്തജൻ ഉണ്ടാക്കുന്നുണ്ട്. വേഗം അയക്കൂ നോക്കട്ടെ. എന്താണ് ടോക്സിന്റെ പേര്? ടോക്സിൻ മക്കളെ, വെരി ഇമ്പോർട്ടന്റ് ടോക്സിൻ. ക്ലൂ തരാം. എച്ച് വെച്ച് തുടങ്ങും തോന്നുന്നുണ്ട്. ആരാ പറയാ? സാർ പറഞ്ഞോ ആരെങ്കിലും? ബിദിയ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹീമോസോയിൻ ഇസ് റൈറ്റ് ആൻസർ മക്കളെ. ഹീമോസോയിൻ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഹീമോസോയിൻ ഇമ്പോർട്ടന്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സെൽ പ്രൊഡ്യൂസ് ആന്റിബോഡീസ്? മക്കളെ, ഇതിൽ ആരാണ് ആന്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുന്നത്? വേഗം ശ്രദ്ധിച്ച് നോക്കിക്കോ. ടി ലിംഫോസൈറ്റ് ആണോ, ബി ലിംഫോസൈറ്റ് ആണോ, ന്യൂട്രോഫിൽ ആണോ, മോണോസൈറ്റ് ആണോ? ആന്റിബോഡീസ് കേട്ടോ. ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ആന്റിബോഡീസിനെ ഉൽപ്പാദിപ്പിക്കുന്നത് സാർ ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ആരാ? ക്രിസ്ത്യൻ. എടാ നീ ഉറങ്ങാണോ? ക്രിസ്ത്യനെ നീ പറയുന്നതാണ് എന്റെ ഉത്തരം. സാർ അവനെ കാണിച്ചേ. നീ പറയുന്ന ഉത്തരം ഞാൻ കൺഫേം ചെയ്യും. നീ പറഞ്ഞാൽ അത് തെറ്റാണെങ്കിൽ ഉണ്ടല്ലോ, തെറ്റാണെങ്കിൽ ഒറ്റ ഇട്ട് ഞാൻ വെച്ചിരിക്കും. കേട്ടല്ലോ, പറഞ്ഞോ. എടാ, അത് നമ്മുടെ കോടീശ്വരനല്ല കേട്ടോ. ഫോണെ ഫ്രണ്ട് മതിയോ? 50-50 ഓക്കെ. 50-50 പോയി. ഇനി ക്ലൂ ഇല്ല, ഇനി ഫോൺ ഫ്രണ്ട് ഒന്നുമില്ല. പറഞ്ഞോ. ഓപ്ഷൻ എ ഉറപ്പിച്ചാ? അടിപൊളി, തെറ്റിപ്പോയി. ഓപ്ഷൻ ബി ലിംഫോസൈറ്റ് ഇസ് റൈറ്റ് ആൻസർ കേട്ടോ. ഓക്കെ, ബി ലിംഫോസൈറ്റിൽ നിന്നാണ് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നീ ഇങ്ങനെയാണ് പഠിച്ചു വെച്ചേക്കടാ. നിന്നെ ഞാനുണ്ടല്ലോ മക്കളെ മാർക്ക് ചെയ്ത് വെച്ച ആന്റിബോഡി ഉണ്ടാക്കുന്നത് ബി ലിംഫോസൈറ്റ് ആണ് കേട്ടോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ പാസീവ് ഇമ്മ്യൂണൈസേഷൻ? ഇതിനകത്ത് പാസീവ് ഇമ്മ്യൂണിറ്റി കിട്ടുന്ന അല്ലെങ്കിൽ പാസീവ് ഇമ്മ്യൂണൈസേഷൻ ഒരു ഉദാഹരണം ഏതാണ്? ഇമ്മ്യൂണൈസേഷൻ അഗെയിൻസ്റ്റ് പോളിയോ ആണോ, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ആണോ, DPT വാക്സിൻ ആണോ, ഇമ്മ്യൂണൈസേഷൻ അഗെയിൻസ്റ്റ് ടെറ്റനസ് ആണോ? ഇതിൽ ഏതാണ് പാസീവ് ഇമ്മ്യൂണൈസേഷൻ? നോക്കിക്കോ. ബുക്ക് മറിച്ച് നോക്കാനാണോ ഞാൻ പറഞ്ഞത്? ഇങ്ങോട്ട് നോക്കാനല്ലേ ഉദ്ദേശിച്ചത്. പാസീവ് ഇമ്മ്യൂണൈസേഷൻ ഞാൻ പറഞ്ഞു തരട്ടെ ഉത്തരം? പറയാൻ പോവാണ്. പാസീവ് ഇമ്മ്യൂണൈസേഷൻ അഗെയിൻസ്റ്റ് ടെറ്റനസ് ആണ് കേട്ടോ. ടെറ്റനസിനെതിരെ എടുക്കുന്ന വാക്സിൻ ആണ് പാസീവ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. കേട്ടല്ലോ അല്ലേ? ഓക്കെ, തെറ്റിക്കരുത് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ്. ഞാനിന്ന് ഈ ചാപ്റ്റർ ക്ലാസ് ചെയ്യുമ്പോഴേക്കും ഞെട്ടി അവശതയാവുന്ന തോന്നുന്നുണ്ട് മക്കളുടെ. ആന്റിബോഡീസ് പ്രൊഡ്യൂസ്ഡ് അഗെയിൻസ്റ്റ് അലർജൻസ് ആർ കോൾഡ് ഡാഷ്. അലർജി ഉള്ളപ്പോൾ ഉണ്ടാകുന്ന ആന്റിബോഡി ഏതാണ്? പറഞ്ഞോളൂ. അലർജി ഉള്ളപ്പോൾ മാത്രം ഉണ്ടാകുന്ന ആന്റിബോഡി ഏതാണ്? അലർജി ഉള്ളപ്പോൾ മാത്രം അലർജിക് റിയാക്ഷൻസിൽ ഉണ്ടാകുന്ന ആന്റിബോഡിയുടെ പേര് IgE എന്ന് കുറെ പേര് പറയുന്നുണ്ട്. കുറെ പേരല്ലാണ്ട് പറഞ്ഞത് നമ്മുടെ റയാൻ കിങ് ആണ് പറഞ്ഞത്. IgE ആണ് മക്കളെ കേട്ടോ. കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ആന്റിബോഡി IgE, ഇമ്മ്യൂണോഗ്ലോബുലിൻ. Igയുടെ ഫുൾ ഫോം ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നാണ് അറിയാമെങ്കിൽ ടാറ്റ കാണിക്കുക. ഇമ്മ്യൂണോഗ്ലോബുലിൻ E ആണ് അലർജിക് റിയാക്ഷൻസിൽ ഉണ്ടാകുന്നത്. എലീസ ടെസ്റ്റ് ഈസ് യൂസ് ടു ഡയഗ്നോസ്. എലീസ എന്തിന്റെ ഡയഗ്നോസിനാണ് ഉപയോഗിക്കുന്നത്? വളരെ എളുപ്പം. എലീസയുടെ ഫുൾ ഫോം പഠിച്ചിട്ടുണ്ടോ? പഠിച്ചെങ്കിൽ ടാറ്റ കാണിച്ചോ. ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, എലീസ HIV ഇൻഫെക്ഷൻ കൺഫർമേഷൻ ആണ്. എലീസയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ. ഓക്കെ ആണെങ്കിൽ തംസിട്ടാ ഇമ്മ്യൂണോ സോർബന്റ് അസേ കേട്ടോ. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ ഫുൾ ഫോം. HIV ഇൻഫെക്ഷൻ കൺഫേം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് എന്ത്? എലീസ എന്ന് പറയുന്നത്. സെൽ സ്ലോട്ട് ഫ്രം ട്യൂമേഴ്സ് റീച്ച് അതർ സൈറ്റ്സ് വയ ബ്ലഡ് വേർ ദേ ഫോം എ ന്യൂ ട്യൂമർ. ഒരു സ്ഥലത്ത് നിന്ന് സ്പ്രെഡ് ആയിട്ട് അടുത്ത സ്ഥലത്ത് പോയിട്ട് ട്യൂമർ ഉണ്ടാകുന്നു. അവിടുന്ന് അടുത്ത സ്ഥലത്ത് ട്യൂമേഴ്സ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ പ്രോസസ്സിന് ഒരു പേര് പറയും നമ്മൾ. ഭയങ്കര എളുപ്പമുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണത്. ക്യാൻസറുമായിട്ട് റിലേറ്റഡാ.
ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് ക്യാൻസർ പരക്കുന്നു. ഓക്കെ, ബിനൈൻ ആൻഡ് മാലിഗ്നന്റ് ട്യൂമർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതിനകത്ത് ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് സ്പ്രെഡ് ആകുന്ന ആ പ്രോസസ്സിന് നമ്മളൊരു വാക്ക് പറയും. ഒരു വാക്ക് ഏതാണോ ഒരു വാക്ക്? ആ വാക്കിന്റെ തുടക്കം എന്ന് പറയുന്നത് എം ആണെന്ന് തോന്നണം. എം. അയ്യോ, ആൻസർ ഇതാണ്, മെറ്റാസ്റ്റാസിസ്. കേട്ടോ സാറേ, മെറ്റാസ്റ്റാസിസ് എന്നെ കൂടെ ഉണ്ടല്ലോ മക്കളെ. മെറ്റാസ്റ്റാസിസ് നോക്കി വെച്ചോ കേട്ടോ. മെറ്റാസ്റ്റാസിസ് ആണ് കറക്റ്റ് ആൻസർ. അതുപോലെ ബിനൈൻ ആൻഡ് മാലിഗ്നന്റ് ട്യൂമർ പഠിക്കാമെങ്കിൽ ഡാറ്റ കാണിച്ചേ. ബിനൈൻ ട്യൂമറും മാലിഗ്നന്റ് ട്യൂമറും കേട്ടല്ലോ. എറിത്രോസൈലം കൊക്കയിൽ നിന്ന് കൊക്കൈൻ ഉണ്ടാവുന്നുവെങ്കിൽ പെപ്പാവർ സോംനിഫറത്തിൽ നിന്ന് എന്തുണ്ടാവുന്നു? ഇതിനെയൊക്കെ പറ്റി നല്ല ധാരണ ഉണ്ടാവും നമുക്ക്. പപ്പായ അല്ല, ഒതളങ്ങ ഉണ്ടാവുന്നേ. പെപ്പാവർ സോംനിഫറത്തിൽ നിന്ന് മക്കളെ പപ്പായോ എന്താ നീ പറയുന്നത്? ഓപ്പോയോ മക്കളെ? ഓപ്പോ അല്ല, ഒപ്പിയം. ഓക്കെ, ഓപ്പോ എന്നൊക്കെ പറയില്ല, ഒപ്പിയമാണ് കേട്ടോ. ഒപ്പിയമാണ്. മെറ്റാസ്റ്റാസിസ് കറക്റ്റ് ആണ്. ടാറ്റ കാണിച്ചിട്ട് എന്താന്ന്? ടാറ്റ കാണിച്ചിരുന്നൊരു വഴിയുടെ സേതു ഡൈമർ സിബി. നീ ഇതിന്റെ അകത്തില്ലോ, നീ അതിനകത്ത് ഇരുന്ന് ടാറ്റ കാണിക്കുന്നുണ്ടോ? നീ ഇമോജി ഇട്ടാ മതി. ഓക്കെ, എനർജി കളയണ്ട കേട്ടോ മക്കളെ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഇൻ ദ കേസ് ഓഫ് എയ്ഡ്സ് ആസ് വെൽ ആസ് ഇമ്മ്യൂണൈസേഷൻ. സബ്സ്റ്റൻഷിയേറ്റ്. അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. വന്നതിന് ശേഷം മരുന്ന് വാങ്ങിക്കുന്നതിലും ബെറ്റർ എന്താണ്? വരാതെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? പ്രൊട്ടക്ഷൻ കൊടുത്ത് തടഞ്ഞു നിർത്തുന്നതാണ്. ഡിസീസ് ലൈക്ക് എയ്ഡ്സ് ആർ നോട്ട് ക്യൂറബിൾ ഈവൻ ആഫ്റ്റർ ദ ട്രീറ്റ്മെന്റ് ഫോർ ലോങ് പീരിയഡ്. ദിസ് ഈസ് ദ ഇമ്മ്യൂണോഡെഫിഷ്യൻസി ഡിസീസ് അഫക്ട് ദ റെസിസ്റ്റന്റ് പവർ ഓഫ് ദി ബോഡി. മെഡിസിൻസ് ഫോർ ദീസ് ഡിസീസ് ആർ നോട്ട് ഡിസ്കവേർഡ് സോ ഫാർ. ലൈക്വൈസ് immunization is done an earlier period. Growth is good, hence the prevention is better than cure. കഥ എഴുതിയാൽ മതി. മനസ്സിലായില്ലേ? ഇതിനകത്ത് മനസ്സിലാക്കി ടാറ്റ കാണിച്ചേ. വെറും കഥ. എയ്ഡ്സ് പകരാൻ സാധ്യതയുണ്ട്, വരാതെ സൂക്ഷിക്കുക. വന്നു കഴിഞ്ഞാൽ മരുന്നില്ല, മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, മരുന്ന് കണ്ടുപിടിക്കാത്തതുകൊണ്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി പോകും, മൊത്തത്തിൽ പ്രശ്നമാവും. അങ്ങനെ ഒരു ഗ്യാസ് അടിച്ച് വെക്കും. ഗ്യാസ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു മിനിമം ലെവലിൽ മിതമായ അളവിൽ മാത്രം എന്ത് ചെയ്യുക? ഗ്യാസ് അടിച്ച് വെക്കുക കേട്ടോ. അല്ലാതെ മൊത്തം ഗ്യാസ് അടിച്ചിട്ടുണ്ടെങ്കിൽ ബയോളജി പേപ്പർ ആണ്, ഇംഗ്ലീഷിന്റെ പേപ്പർ അല്ല. ഓക്കെ, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഗ്യാസ് അടിക്കാനായിട്ട്. ഫിഗർ നോക്കിക്കേ. ഐഡന്റിഫൈ ദ ഡിസീസ്. റൈറ്റ് ദ കോസിറ്റീവ് ഓർഗാനിസം ഓഫ് ദ ഡിസീസ്. കാല് വലുതായിരിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാലോ എന്താ അത്? എലിഫന്റയാസിസ് അല്ലെങ്കിൽ ഫൈലേറിയാസിസ് ആണ് കോസിറ്റീവ് ഓർഗാനിസം. ആരാ? എലിഫന്റയാസിസ് ഉണ്ടാക്കുന്ന വേമിന്റെ പേരെന്താ? എന്താ പേര്? ഫൈലേറിയൽ വാം. ഓക്കെ, എലിഫന്റയാസിസ് അല്ലെങ്കിൽ ഫൈലേറിയാസിസ് ആണ്. ഫൈലേറിയൽ വേം ആണ് അത് ഡിസീസ് കോസിംഗ് ആയിട്ടുള്ളത് കേട്ടോ. ബ്ലഡ് ഓഫ് എ മാൻ ഇസ് ടെസ്റ്റഡ് പോസിറ്റീവ് ഇൻ കനാബിനോയിഡ്സ്. മക്കളെ, ഒരാളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ കനാബിനോയിഡ്സ് പോസിറ്റീവ് ആയിട്ട് കണ്ടു. വാട്ട് ആർ ദീസ്? എന്താണ് കനാബിനോയിഡ്സ്? ഫ്രം വേർ ദീസ് ആർ എക്സ്ട്രാക്റ്റഡ് നാച്ചുറലി. നാച്ചുറൽ ആയിട്ട് കനാബിനോയിഡ്സ് എവിടെ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്? വിച്ച് പാർട്ട് ഓഫ് ദ ബോഡി ഈസ് അഫക്റ്റഡ് ബൈ ദിസ്? നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗത്താണ് കനാബിനോയിഡ്സ് അഫക്ട് ചെയ്യുന്ന കനാബിനോയിഡ് റിസപ്റ്റേഴ്സ് ഉള്ളത്? യെസ്, സിമ്പിൾ സാധനം. ഓക്കെ, ഡ്രഗ്സിന്റെ സെക്ഷനിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കനാബിനോയിഡ്സ് എന്ന് പറയുന്നത് പ്ലാന്റിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്തെടുക്കുന്ന ഡ്രഗ് ആണ്. നാച്ചുറൽ ആയിട്ട് കനാബിനോയിഡ്സ് നമുക്ക് കിട്ടുന്ന എവിടെ നിന്നാണ്? ഇൻഫ്ലോറസൻസ് ഓഫ് ദി പ്ലാന്റ് കനാബിസെറ്റൈവ. അല്ലെ, കഞ്ചാവിന്റെ ചെടിയുടെ പൂത്ത് നിൽക്കുന്ന പൂവിനകത്ത് നിന്നാണ് എന്ത് കിട്ടുന്നത്? കനാബിസ് അല്ലെ കനാബിനോയിഡ്സ് കിട്ടുന്നത് കേട്ടോ. ദെൻ കാർഡിയോ വാസ്കുലാർ സിസ്റ്റത്തെ, നമ്മുടെ ശരീരത്തിലെ കാർഡിയോ വാസ്കുലർ, മാർക്ക് ചെയ്ത് വെച്ച്, ഇമ്പോർട്ടന്റ് കേട്ടോ, ഇമ്പോർട്ടന്റ്. കാർഡിയോ വാസ്കുലാർ സിസ്റ്റത്തെയാണ് എന്ത്? കനാബിനോയിഡ്സ് അഫക്ട് ചെയ്യുന്നത് കേട്ടോ. അവിടെയാണ് റിസപ്റ്റർ ഉള്ളത്. നമ്മുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിലാണ് അതിന്റെ റിസപ്റ്റേഴ്സ് ഉള്ളത്. ഇമ്പോർട്ടന്റ് ഫിഗർ മാർക്ക് ചെയ്തോളൂ. ഒബ്സർവ് ദ ഫിഗർ. തന്നിരിക്കുന്ന ഫിഗർ എന്താണ് എന്നുള്ളത് സാറ് പറഞ്ഞുതരാം. ഇമ്മ്യൂണോഗ്ലോബുലിന്റെ ഫിഗർ, ആന്റിബോഡിയുടെ ഫിഗർ അല്ലേ? ആണെങ്കിൽ ഡാറ്റ കാണിച്ച്. ഇമ്മ്യൂണോഗ്ലോബുലിൻ അല്ലെങ്കിൽ ആന്റിബോഡിയുടെ ഫിഗർ ആണ് തന്നേക്കുന്നത്. ഐഡന്റിഫൈ ദ പാർട്ട് XYZ. ഇതിൽ X എന്താണ്, Y എന്താണ്, Z എന്താണ് ചോദിച്ചു. X ബൈൻഡിങ് സൈറ്റ് ആണോ? ബൈൻഡിങ് സൈറ്റ് ആണെങ്കിൽ ഡാറ്റ കാണിക്ക്. ആന്റിജൻ വന്ന് ബൈൻഡ് ചെയ്യുന്ന ബൈൻഡിങ് സൈറ്റ്. ബൈൻഡിങ് സൈറ്റ് ആണ്. വൈയും ഉണ്ട്, സെഡും ഉണ്ട്. ഒരെണ്ണം ലൈറ്റ് ചെയിനും ഒരെണ്ണം ഹെവി ചെയിനും അല്ലേ മക്കളെ? വൈ എന്ന് പറയുന്നത് ഇത് ലൈറ്റ് ചെയിൻ ആണ്. സെഡ് എന്ന് പറയുന്ന ഇത് എന്താണ്? ഹെവി ചെയിൻ ആണ് കേട്ടോ. ദെൻ എക്സാമ്പിളും ചോദിച്ചു കണ്ടോ. ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ IG മോളിക്യൂൾ ആന്റിബോഡിക്ക് എന്താണ്? ഇഷ്ടമുള്ള എക്സാമ്പിൾ എഴുതിക്കോ. IG. ഒരു കാര്യമുണ്ട് കേട്ടോ, ഇതും ഞാൻ പറഞ്ഞു, IgA-B-C-D അത്രയൊന്നുമില്ല. IgA, IgG, IgE ഒക്കെ നിങ്ങൾ പഠിച്ചു വെച്ചോ, അതൊന്നും കുഴപ്പമില്ല. സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ എന്ത് പറ്റും? തകർന്നടിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട്. സെലക്ട് ദ ഓഡ് വൺ ഔട്ട് ഓഫ് ദ ലിസ്റ്റ് ആൻഡ് ജസ്റ്റിഫൈ യുവർ സെലക്ഷൻ. തന്നിരിക്കുന്ന ലിസ്റ്റിൽ ഏതോ ഒരെണ്ണം ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ട്. മലേറിയ, ഗൊണോറിയ, അമീബിയാസിസ് ആൻഡ് ഫൈലേറിയാസിസ്. ഏതാ ഒറ്റ? ഇങ്ങനെ കാണിക്കുന്നുണ്ട് കുറെ ആളുകൾ. എന്താ സംഭവം? ഗൊണോറിയ ആണ് ഒറ്റയ്ക്ക് നിൽക്കുന്നത്. ബിക്കോസ് അതൊരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. ബാക്കിയൊന്നും സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ല. വെരി ഗുഡ്. ആൻഡ് നോക്ക് മക്കളെ, ഇതേപോലെ പെട്ടി തന്നിട്ട് പെട്ടി നമ്മളോട് ഫില്ല് ചെയ്യാൻ പറയും. ഡിസീസിന്റെ പേര്, പാത്തജന്റെ പേര്, സിംറ്റം കേട്ടോ. ഡിസീസിന്റെ പേര് ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഉണ്ടാക്കുന്ന ആൽവിയോളയൊക്കെ ഫ്ലൂയിഡ് ഫിൽ ആകുന്ന ഡിസീസിന്റെ പേര് എന്താ? ന്യൂമോണിയ എന്നാണെങ്കിൽ ഡാറ്റ കാണിച്ചേ. ന്യൂമോണിയ ആണോ?
അതെ, ഫില്ലായി. കണ്ടോ? കോമൺ കോൾഡ് ഉണ്ടാക്കുന്ന ആരാണ്? നമ്മുടെ റൈനോ വൈറസ് ആണ്. പ്ലാസ്മോഡിയം വൈവാക്സ് ഉണ്ടാക്കുന്ന എന്താണ്? മലേറിയ ആണ്. ഫൈലേറിയാസിന്റെ സിംറ്റം എന്താണ്? ഇൻഫ്ലമേഷൻ ഇൻ ലിംഫാറ്റിക് വെസൽസ്, ദെൻ ജെനൈറ്റൽ ഓർഗൻസ്. കേട്ടല്ലോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്ത് ഇതേപോലെ പെട്ടി തന്നാല് ഫില്ല് ചെയ്ത് വെച്ചോളൂ. ഇതൊക്കെ എളുപ്പം ക്വസ്റ്റ്യൻ ആട്ടോ. എളുപ്പം എന്ന് പറഞ്ഞാൽ പക്ക എളുപ്പം ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേടാ, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയെ പാസീവ് ഇമ്മ്യൂണിറ്റിയിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തുക. ഓക്കെ, എക്സാമ്പിളും ചോദിച്ചു. എന്നാ സംഭവം അത് നോക്കിക്കേടാ. Antigen coming in the form of living or dead microbes, body of organism produce antibodies. This type of immunity is called active immunity. Okay ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയുടെയും പാസീവ് ഇമ്മ്യൂണിറ്റിയുടെയും ഡെഫിനിഷൻ അങ്ങോട്ട് തട്ടി വെച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. When ready-made antibodies are directly injected to the body to protect the body against foreign agent is called passive immunity. Antivenom, എക്സാമ്പിൾ എഴുതിക്കോ. ആന്റിവെനം വിഷം ഇല്ലേ, വിഷം ഇതായി കഴിയുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് എടുക്കുന്ന ഇതില്ലേ ആന്റിവെനം ഇഞ്ചക്ഷൻ. കേട്ടിട്ടുണ്ട് ആന്റിവെനം ഇഞ്ചക്ഷൻ? പാമ്പൊക്കെ കടിക്കുന്ന ആളുകൾക്ക് എടുക്കാറുണ്ട് ആന്റിവെനം ഇഞ്ചക്ഷൻ. ഓക്കെ, ഡോണ്ട് ഡൈ ഓഫ് ഇഗ്നോറൻസ്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു സെന്റൻസാ. ഒരാളും ഇത് ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചിട്ടുണ്ടാവില്ലല്ലോ. വായിക്കാത്തവർ ഡാറ്റ കാണിച്ച്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു സെന്റൻസ് ആ ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ എടുത്തിട്ട് അങ്ങനെ തന്നെ ചോദിച്ചേക്കാണ്. ഇത് എയ്ഡ്സുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. നോക്കിക്കേ ക്വസ്റ്റ്യൻ ഇത് എത്രയേ ഉള്ളൂ. പ്രിവെന്റീവ് മെഷേഴ്സ് ഓഫ് എയ്ഡ്സ്. എയ്ഡ്സിനെ പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സ്. ഈ ഡോണ്ട് ഡൈ ഓഫ് ഇഗ്നോറൻസ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക എയ്ഡ്സുമായിട്ട് റിലേറ്റഡ് ആണ്. Make blood safe from HIV. Use disposable needles and syringes. Advocate safe sex and free distribution of condoms. Control drug abuse. അപ്പോൾ ഈ എയ്ഡ്സ് പോലുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് വരാതിരിക്കാൻ പ്രിവെൻഷൻ നിങ്ങൾ ഓൾറെഡി ചാപ്റ്റർ നമ്പർ 3 പഠിച്ചതല്ലേ. പഠിച്ചെങ്കിൽ ഡാറ്റ കാണിച്ച് അതെടുത്ത് നേരെ ഇവിടെ എന്ത് ചെയ്തോളാം, തട്ടി വെച്ചേക്കാം. ഓക്കെ, സെയിം സാധനമാണ്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കാം? ഗൈസ് ഇവിടെ നോക്കൂ. What are the causes of cancer? Cancer ഉണ്ടാവാൻ എന്തൊക്കെ കാരണങ്ങളുണ്ട്? Then what are the methods for detection of cancer? Cancer ഉണ്ടെന്ന് തിരിച്ചറിയാൻ നമ്മൾ എങ്ങനെ ഉപയോഗിക്കാം, എന്ത് ഉപയോഗിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? What are the types of treatment of cancer? Cancer ട്രീറ്റ്മെന്റുകൾ ഏതൊക്കെയാണ്? 3ന്റെ ഉത്തരത്തെ പറ്റി ഏകദേശം ഒരു ഐഡിയ ഉണ്ടെന്നുള്ള ഒരു ഡാറ്റ കാണിച്ചേ. ഏകദേശം അത് കൺഫേം ആക്കിക്ക്. ഫിസിക്കൽ ഏജന്റ് റേഡിയേഷൻസ് കാരണം, ഫിസിക്കൽ റേഡിയേഷൻ കാരണം ക്യാൻസർ വരാം. കെമിക്കൽ ഏജന്റിൽ ടുബാക്കോ സ്മോക്ക്, വിനൈൽ ക്ലോറൈഡ് കാരണം ക്യാൻസർ വരാം. ബയോളജിക്കൽ ഏജന്റിൽ ഓങ്കോജനിക് വൈറസുകളും ഓങ്കോജീനുകളും കാരണം ക്യാൻസർ വരാം. ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടി ബയോപ്സി, ഇമേജിംഗ് ടെക്നിക് ഉണ്ട്, മോളിക്കുലർ ബയോളജി ടെക്നിക്കുകളുണ്ട്. ട്രീറ്റ്മെന്റ് ബൈ ഹാർട്ട് ചെയ്തോ 3 റേഡിയോ തെറാപ്പി, കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജറി. 4 മിനിമം 3 പഠിക്കണം കേട്ടോ. കീമോതെറാപ്പിയും ഒപ്പം ഉള്ള ആ ഒരു റേഡിയോ തെറാപ്പി എന്തായാലും പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സ്റേയാ, ഗ്യാമാറേ, എക്സ്റേ അത് കറക്റ്റാ, റേഡിയേഷൻസിനകത്ത് വരും കേട്ടോ. എക്സ്റേ, ഗ്യാമാറേ കാര്യങ്ങളൊക്കെ നമ്മുടെ റേഡിയേഷന്റെ അകത്ത് വരും. ഇവിടെ നോക്കും മക്കളെ. ഇൻ എ ക്ലാസ് റൂം ഡിസ്കഷൻ എ സ്റ്റുഡന്റ് ആർഗ്യൂസ് ദാറ്റ് അലർജിക് റിയാക്ഷൻസ് ആർ മോർ കോമൺ ഇൻ മെട്രോ സിറ്റീസ് ദാൻ ഇൻ വില്ലേജസ്. വില്ലേജസിലുള്ളതിനേക്കാളും ഗ്രാമങ്ങളിലേക്കാൾ കൂടുതൽ മെട്രോപൊളിറ്റൻ സിറ്റികളിലാണ് എന്ത് കൂടുതൽ, അലർജിക് റിയാക്ഷൻസ് കൂടുതൽ എന്ന് പറഞ്ഞു. ഡു യു എഗ്രി വിത്ത് സ്റ്റേറ്റ്മെന്റ്? നിങ്ങൾ ഈ കൊച്ചു പറഞ്ഞ കാര്യത്തോട് യോജിക്കുന്നുണ്ടോ? ഞാൻ യോജിക്കും കേട്ടോ, ഉറപ്പായിട്ട് യോജിക്കും. അതേപോലെ നോക്കിക്കേ, നെയിം എനി 2 കോമൺ അലർജൻസ്. ഏതെങ്കിലും സാധാരണ പൊതുവായിട്ടുള്ള അലർജി ഉണ്ടാക്കുന്നവരുടെ എന്തെങ്കിലും സാധനത്തിന്റെ പേര് എഴുതുക. സജസ്റ്റ് 2 drugs which reduce allergic symptoms. കണ്ടോ, അലർജി ഉണ്ടാക്കുന്ന ഏതെങ്കിലും അലർജിക് സിംറ്റംസ്, അലർജി ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന 2 സജസ്റ്റ് 2 drugs which reduce the allergic symptom. അലർജി ഉണ്ടാകുമ്പോൾ അതിനെ റെഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 2 ഡ്രഗിന്റെ പേര് എഴുതാൻ പറഞ്ഞു. ഡ്രഗിന്റെ പേര് എഴുതാൻ പറയുമ്പോൾ അലർജി കുറയ്ക്കാൻ തന്നെ എഴുതണം കേട്ടല്ലോ. നോക്കിക്കേ, മോഡേൺ ഡേ ലൈഫിൽ നോക്കിക്കേ എൻവയോൺമെന്റിന് പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല. നോക്ക് കണ്ടോ, അതുകൊണ്ട് പുള്ളി കൊച്ചു പറഞ്ഞ കാര്യം ശരിയാ, മെട്രോപൊളിറ്റൻ സിറ്റികളിലായിരിക്കും അലർജിക് റിയാക്ഷൻസ് കൂടുതലായിട്ട് ഉണ്ടാവുക. ദെൻ മൈറ്റ്സ് ഇൻ ഡസ്റ്റ്, പോളൻസ്, അനിമൽ ഡാൻഡർ, അതുപോലെ തന്നെ ഫർ. ഇതൊക്കെ അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങൾ. ഫർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? പട്ടിയുടെയും പൂച്ചയുടെയൊക്കെ രോമമില്ലേ, രോമം അത് അലർജിക് സാധനമാണ്. ഇനി അലർജി ഉണ്ടായി കഴിഞ്ഞാൽ അതിനെതിരെ നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് മെഷേഴ്സ് ഉണ്ട്. നമുക്ക് ആന്റി ഹിസ്റ്റമിൻ, ഇത് പഠിച്ചു വെച്ചേ, അഡ്രിനാലിൻ, സ്റ്റീറോയിഡ്സ്, ഇങ്ങനെ കുറച്ച് പ്രിപ്പറേഷൻസ് കണ്ടല്ലോ. അതെ, ഡ്രഗ്സിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഈ ഡ്രഗ്സ് നമുക്ക് ഈ പറയുന്ന ഒരു അലർജിക്ക് വരുമ്പോൾ അതിന് അഗെയിൻസ്റ്റ് ഒരു സിംറ്റം വരുമ്പോൾ അതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന, അത് കുറയ്ക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. മാർക്ക് ചെയ്ത് ആന്റി ഹിസ്റ്റമിൻ എന്തായാലും എഴുതണം, അഡ്രിനാലിൻ എഴുതിക്കോ, പിന്നെ സ്റ്റിറോയിഡ്സും ഉണ്ട്. ഇമ്മ്യൂണോഗ്ലോബുലിൻ പ്രസന്റ് ഇൻ മദേഴ്സ് മിൽക്ക്, ഇതും എക്സാമിന് ചോദിച്ചിരിക്കുന്നതാണ്. അമ്മയുടെ ബ്രസ്റ്റ് മിൽക്കിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ ആന്റിബോഡിയുടെ പേര് ഏതാണ്? അമ്മയുടെ ബ്രസ്റ്റ് മിൽക്കിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ IgA ആണ് കേട്ടോ.
യെസ്, ഓപ്ഷൻ ഡി കറക്റ്റ്. കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. കറക്റ്റ് ആണ് കേട്ടോ. സന വെരി ഗുഡ് മോനെ, വെരി ഗുഡ്. IgA ആണ് കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. ഡിസീസ് മാച്ച് ദ ഫോളോയിങ് ആണ്: മലേറിയ, ഫൈലേറിയാസിസ്, അമീബിയാസിസ്, എയ്ഡ്സ്, റിംഗ് വേം, അസ്കാരിയാസിസ്. ഡിസീസുകൾ ഉണ്ട്. നേരെ അതിന്റെ എന്താണ് മലേറിയ വരുത്തുന്നത് പ്ലാസ്മോഡിയ ആണ്, ഫൈലേറിയാസിസ് വ്യൂച്ചറേറിയ, ബാൻക്രോഫ്റ്റി, അമീബിയാസിസ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. ഏതാണ്? എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. എയ്ഡ്സ് HIV ആണ്, റിംഗ് വേം എപ്പിഡെർമോഫൈറ്റിൻ ആണ്, ആസ്കാരിയാസിസ് ലുംബ്രിക്കോയിഡ്സ് അല്ലേ? ലുംബ്രിക്കോയിഡ്സ് ഉണ്ടെങ്കിൽ ഡാറ്റ കാണിച്ചേ. ആസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് ഉണ്ട് കേട്ടോ. ഫുൾ നെയിം പഠിക്കണേ. വിച്ചറേറിയയുടെ കൂടെ എഴുതി വെച്ചോ. വിച്ചറേറിയ, ബാൻക്രോഫ്റ്റി ഉണ്ട്, ബാൻക്രോഫ്റ്റി. പ്ലാസ്മോഡിയത്തിന്റെ കൂടെ വൈവാക്സ് വരാം, മലേറിയ വരാം, ഏത് വേണമെങ്കിലും വരാം കേട്ടല്ലോ. മറന്നു പോകരുത് കേട്ടോ മക്കളെ. എക്സ്പാൻഷൻ, ഇതിനകത്ത് ഏതെങ്കിലും ഒന്നോ രണ്ടോ എക്സ്പാൻഷൻ എക്സാമിന് ചോദിക്കും. മാൽട്ട്, മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ. CMI, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി അല്ലേ? CMI, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. എയ്ഡ്സ്, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. നാക്കോ, നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ. HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഇതൊക്കെ സെറ്റ് ആണെങ്കിൽ വേഗം സൈഡിൽ ഇമ്പോർട്ടന്റ് ഇട്ട് വെച്ചോ. ഏതെങ്കിലും ഒരെണ്ണം എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. അടുത്തത് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്ന ഒരു കൊച്ചു ചാപ്റ്റർ ആണ്. ചാപ്റ്റർ കൊച്ചാണെങ്കിലും അകത്തിരിക്കുന്ന സാധനങ്ങൾ കൊച്ചല്ല കേട്ടല്ലോ. മൈക്രോബ്സിനകത്തെ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയേക്കാം. ബാക്ടീരിയ ദാറ്റ് ക്യാൻ കൺവേർട്ട് മിൽക്ക് ടു കേർഡ്. വളരെ എളുപ്പമാണ്. പാലിനെ തൈരാക്കി മാറ്റുന്നത് ഓപ്ഷൻ ബി ലാക്ടോബാസില്ലസ് ആണ്. ലാക്ടോബാസില്ലസ് ആണ് കേട്ടോ. ഇനി സിസ്റ്റീസ് ഹാസ് ലാർജ് ഹോൾസ് ഡ്യൂ ടു ദ പ്രൊഡക്ഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ബൈ ഡാഷ്. സിസ്റ്റീസിനകത്ത് നിറയെ ഓട്ടകളുണ്ട്. അത് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുന്നതുകൊണ്ടാണ് ഓട്ട വരുന്നത്, ഹോൾ വരുന്നത്. ഈ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കുന്ന ആരാണ്? അതാണ് ആ ഡാഷ്. ആരാ ഉണ്ടാക്കണേ? പ്രൊപ്പയോണി ബാക്ടീരിയം ഷർമാനി കേട്ടോ. പ്രൊപ്പയോണി ബാക്ടീരിയം ഷർമാനി ആണ് എന്ത് ചെയ്യുന്നത്? ഈ സിസ്റ്റീസിനകത്തുള്ള ലാർജ് ഹോൾസ് കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. കെമിക്കൽ സബ്സ്റ്റൻസ്, ശ്രദ്ധിച്ച് കെമിക്കൽ സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ്ഡ് ബൈ സം മൈക്രോബ്സ് ആൻഡ് ക്യാൻ കിൽ ദ പാത്തജൻ ആർ നോൺ ആസ് ഡാഷ്. ചില മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് ഉണ്ടാക്കി എടുക്കുന്നു, അതുപയോഗിച്ച് വേറെ ചില മൈക്രോ ഓർഗാനിസംസിനെ കൊല്ലുന്നു, എസ്പെഷ്യലി ബാക്ടീരിയകളെ കൊല്ലുന്നു. ഏതാണ് ആ ഉണ്ടാക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ്? ഏതാണ് ആ സബ്സ്റ്റൻസിന്റെ പേര്? എന്താണ് ആ സബ്സ്റ്റൻസിന്റെ പേര്? എന്താ സബ്സ്റ്റൻസിന്റെ പേര്? ആന്റിബയോട്ടിക്സ് ആണ്. മാർക്ക് ചെയ്ത് വെച്ച ആന്റിബയോട്ടിക്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആന്റിബയോട്ടിക്സ് കറക്റ്റ് ആണ്. ആരാണ് സാർ മെസ്സേജ് അയച്ചത്? സന മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആന്റിബയോട്ടിക്സ് ആണ് കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ആൻഡ് ഇത് നോക്കാം. സൈക്ലോസ്പോറിൻ എ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. ഇതിലെ ആരാണ് സൈക്ലോസ്പോറിൻ എ ഉണ്ടാക്കുന്നത്? സൈക്ലോസ്പോറിൻ എ ഉണ്ടാക്കുന്നത് ആരാ? Cyclosporin A is produced by Trichoderma polysporum. Okay, polysporum കേട്ടോ. ട്രൈക്കോഡെർമ തെറ്റിക്കരുത്. ട്രൈക്കോഡെർമ പോളിസ്പോറം ആണ് സൈക്ലോസ്പോറിൻ എ ഉണ്ടാക്കുന്നത്. മെയിൻ ഇൻഗ്രീഡിയന്റ് ഓഫ് ബയോഗ്യാസ്. ബയോഗ്യാസിലെ പ്രധാന ഇൻഗ്രീഡിയന്റ് ഏതാ? ഈഥെയ്ൻ അല്ല, ഹൈഡ്രജൻ സൾഫൈഡ് അല്ല, കാർബൺ ഡയോക്സൈഡ് അല്ല.
ഗൈസ് കേൾക്കുന്നുണ്ടോ? എടാ മിന്നൽ കേൾക്കുന്നുണ്ടോടാ? ഓക്കെ ഫൈൻ, യെസ്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മളുടെ മീഥേന്റെ കാര്യമാണ് പറഞ്ഞു നിർത്തിയിരുന്നത്. ബയോഗ്യാസിന്റെ വീഡിയോ ആ ഗ്യാപ്പിൽ വീഡിയോ ഓഫ് ചെയ്ത് പോയോ? വീഡിയോ ഓഫ് ചെയ്യുന്നത് വീഡിയോ ഓണാക്കി വെച്ചോളൂ വേഗം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സെലക്ട് എ ബയോ കൺട്രോൾ ഏജന്റ് ഫ്രം ദി ഗിവൻ മൈക്രോബ്. തന്നിരിക്കുന്നതിൽ ബയോ കൺട്രോൾ ഏജന്റ് ഏതാണ്? ഇതിൽ കുറച്ച് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. പക്ഷേ കൺഫ്യൂഷൻ വന്നിട്ട് മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോകരുത്. ട്രൈക്കോഡെർമ ഉണ്ട്, റൈനോവൈറസ് ഉണ്ട്, സക്കാരോമൈസസ് ഉണ്ട്, സ്ട്രെപ്റ്റോകോക്കസ് ഉണ്ട്. ഒരിക്കലും ബയോ കൺട്രോൾ ഏജന്റ് എന്ന് പറയുമ്പോൾ അത് സ്ട്രെപ്റ്റോകോക്കസ് ആവില്ല, സക്കാരോമൈസസും ആവില്ല, റൈനോവൈറസ് ഒരിക്കലും ആവില്ല, ട്രൈക്കോഡെർമ ആയിരിക്കും എന്ന് ഡാറ്റ കാണിച്ചേ. അപ്പോൾ ട്രൈക്കോഡെർമ ആണ്. ഇങ്ങനത്തെ ഒരു ലിസ്റ്റ് കണ്ടാൽ ട്രൈക്കോഡെർമേനെ മാത്രം മക്കൾ ചൂസ് ചെയ്യുക ഒരു ബയോ കൺട്രോൾ ഏജന്റ് ആയിട്ട്. മറന്നു പോകരുത്. നൈട്രജൻ ഫിക്സിംഗ് സിംബയോട്ടിക് ബാക്ടീരിയ ഇൻ റൂട്ട് നൊഡ്യൂൾസ് ഓഫ് ലെഗ്യൂമിനസ് പ്ലാന്റ്. ലെഗ്യൂമിനസ് പ്ലാന്റിന്റെ വേരിലുള്ള നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ചെറിയ ക്ലാസ് തൊട്ട് നമ്മൾ +1 തൊട്ട് പഠിക്കുന്നതാണ്. റൈസോബിയം മാർക്ക് ചെയ്ത് വെച്ചോ. റൈസോബിയം ഇമ്പോർട്ടന്റ് ആണ്. ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ആർ ബെനിഫിഷ്യൽ മൈക്രോബ്സ് ഫോർ അവർ ഹെൽത്ത്. ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ ഹെൽത്തിന് ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ഒരുപാട് യൂസ്ഫുൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ഇൻക്രീസ് ദ വൈറ്റമിൻ B12 ഇൻ ദ കേർഡ്. മിൽക്കിൽ നിന്ന് കേർഡ് ഉണ്ടാകുമ്പോൾ കേർഡിനകത്ത് വൈറ്റമിൻ B12ന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന ഇവരാണ്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു ചെക്ക് ദ പാത്തജൻസ് ഇൻ സ്റ്റൊമക്. നമ്മുടെ സ്റ്റൊമക്കിനകത്ത് പാത്തജൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കാറുണ്ട്? ലാബ് ലാക്ടിക് ആസിഡ് ബാക്ടീരിയ സഹായിക്കാറുണ്ട് കേട്ടോ. ഇനി മെനി മൈക്രോബ്സ് ആർ ആസിഡ് പ്രൊഡ്യൂസേഴ്സ്. നെയിം എനി 2 സച്ച് മൈക്രോബ്സ് ആൻഡ് ആസിഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദം. നിങ്ങൾ സിട്രിക് ആസിഡ് ഒക്കെ പഠിച്ചിരുന്നോ? പഠിച്ചിരുന്നെങ്കിൽ ഡാറ്റ കാണിച്ചേ. ആ സിട്രിക് ആസിഡ് പോലെയുള്ള ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡിന്റെ പേരും മൈക്രോബിന്റെ പേരും നോക്കിക്കേ. സിട്രിക് ആസിഡ് ആസ്പെർജില്ലസ് നിഗർ, ദെൻ അസറ്റിക് ആസിഡ് അസറ്റോബാക്ടർ അസിറ്റി. എഴുതാമല്ലോ? എഴുതാമെങ്കിൽ ഡാറ്റ കാണിച്ചേ. ഒന്ന് ഫംഗസ് ആണ്, ഒന്ന് ബാക്ടീരിയ ആണ്. ആസിഡ്സിന്റെ പേര് അത് ആരുണ്ടാക്കുന്നു? മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഇമ്പോർട്ടന്റ് മക്കളെ. BOD, എക്സ്പാൻഡ് BOD. നിങ്ങൾ ഈ പറയുന്ന BOD ഈസ് ആൻ ഇൻഡെക്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? എന്നിട്ട് BODയുടെ എക്സ്പാൻഡഡ് ഫോം എഴുതാം. ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അത് ആദ്യം പഠിച്ചു വെച്ച്. ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ്. നമ്മൾ അതിനോട് യോജിക്കണം. ബിക്കോസ് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഓർഗാനിക് മാറ്റർ പ്രസന്റ് ഇൻ ദ വാട്ടർ. അതായത് BODയുടെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ വാട്ടറിൽ പൊല്യൂഷന്റെ അളവ് കൂടുതലാണ് എന്നാണ് അർത്ഥം. മറന്നു പോകരുത് കേട്ടോ. BOD കൂടിയാൽ വാട്ടറിൽ പൊല്യൂഷൻ കൂടുതലാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കുക. അപ്പോ സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. സാമ്പിൾ 1ൽ 200 mg per liter, 80 mg, 300 mg, 25 mg per liter. ഇതിനകത്ത് ഏറ്റവും പൊല്യൂട്ടഡ് വാട്ടർ ഏറ്റവും കൂടുതൽ അളവുള്ള 300 മില്ലിഗ്രാം ഉള്ളവരായിരിക്കും. ആണെങ്കിൽ ഡാറ്റ കാണിച്ച്. ആയിരിക്കുമല്ലോ? ഉറപ്പായിട്ടും ആയിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ഇതാണ്. തന്നിരിക്കുന്ന സാമ്പിളിലെ ഏറ്റവും പൊല്യൂട്ടഡ് ആരാണെന്ന് ചോദിച്ചാൽ ഏതാ? സാമ്പിൾ 3 300 mg per liter ആണ്. വാട്ട് ഈസ് മീൻ ബൈ ഫ്ലോക്സ്? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. മാർക്ക് ചെയ്തേ. ഫ്ലോക്സ് എന്താണ്? സീവേജ് ട്രീറ്റ്മെന്റിൽ ഫ്ലോക്സിന്റെ റോൾ എന്താണ്? ഫ്ലോക്സ് നോക്ക് മക്കളെ. അനൈറോബിക് ബാക്ടീരിയ അസോസിയേറ്റ് വിത്ത് ഫംഗൽ ഫിലമെന്റ് ടു ഫോം മെഷ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. അതാണ് ഫ്ലോക്ക് എന്ന് പറയുന്നത്. ദി കൺസ്യൂം ദ ഓർഗാനിക് മാറ്റർ ഇൻ ദ എഫ്ലുവന്റ് റെഡ്യൂസിങ് ഇറ്റ്സ് BOD. ഓർഗാനിക് മാറ്ററിലെ ആ ഒരു എഫ്ലുവന്റിനകത്തുള്ള ഓർഗാനിക് മാറ്ററിനെ കൺസ്യൂം ചെയ്തുകൊണ്ട് BOD കുറയ്ക്കാൻ, വാട്ടറിന്റെ പൊല്യൂട്ടിംഗ് കണ്ടന്റ് കുറയ്ക്കാനായിട്ട് ആര് സഹായിക്കും? ഫ്ലോക്സ് സഹായിക്കും. ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്യാം കേട്ടോ. ഫ്ലോക്സ് മാർക്ക് ചെയ്തോ. ഫ്ലോക്സ് ഇമ്പോർട്ടന്റ് ആണ്. ഫ്ലോക്സ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. മൈക്രോബ്സ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ സോഴ്സ് ഓഫ് എനർജി. സബ്സ്റ്റൻഷിയേറ്റ്. മൈക്രോബ്സിനെ നമുക്ക് എനർജി സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ എന്ത് നിങ്ങൾ എഴുതണം? കറക്റ്റ് ആണ്. ബിക്കോസ് മൈക്രോബ്സിനെ നമുക്ക് മെത്താനോജൻസിനെ ബയോഗ്യാസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ബയോഗ്യാസ് ഒരു എനർജി സോഴ്സ് ആണ്. എഴുതാൻ ഡാറ്റ കാണിച്ചോട്ടോ. മെത്താനോജൻസ്. ഓക്കെ. അല്ലെങ്കിൽ മീഥെയിൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് മെത്താനോജൻസ് എന്ന് പറയുന്ന +1 പഠിച്ചിട്ടില്ലേ? മെത്താനോജൻസ് ഉണ്ടെങ്കിൽ ഡാറ്റ മെത്താനോജൻസ്. മാർഷി ഏരിയാസിൽ താമസിക്കുന്ന ബാക്ടീരിയാസ് ആണ് മെത്താനോജൻസ് എന്ന് പറയുന്നത്. അവരുടെ കേസ് മറന്നു പോവാതെ പഠിച്ചോളൂ. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ബയോ ഫെർട്ടിലൈസേഴ്സ് ഓവർ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ഗിവ് ടു എക്സാമ്പിൾ ഓഫ് ബയോ ഫെർട്ടിലൈസേഴ്സ്. കെമിക്കൽ ഫെർട്ടിലൈസറുകൾ ഉപയോഗിക്കുന്നതിലും കൂടുതൽ ബയോ ഫെർട്ടിലൈസറുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? പിന്നെ ബയോ ഫെർട്ടിലൈസറിന് 2 എക്സാമ്പിളും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസർ സോയിലിന് ഹാംഫുൾ ആണെന്ന് എഴുതുക. ദെൻ ബെനഫിഷ്യൽ ഓർഗാനിസംസിനും അത് ഹാംഫുൾ ആണ്. ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രോബ്ലം ഇല്ല. നോർമലി നമ്മുടെ സാധാരണ സോയിലിന്റെ ക്വാളിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എഴുതി വെച്ചോ. റൈസോബിയം ആൻഡ് മൈക്കോറൈസ എഴുതി വെച്ചോ കേട്ടോ. ബയോ ഫെർട്ടിലൈസർ എക്സാമ്പിൾ ആണ് റൈസോബിയം, മൈക്കോറൈസ, റൈസോബിയം ഒക്കെ ബയോ ഫെർട്ടിലൈസറിന് എക്സാമ്പിളുകളായിട്ട് വരുന്നവരാണ് കേട്ടോ. എക്സാമ്പിൾസ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്ലാന്റ് ഈസ് യൂസ്ഡ് ആസ് എ ബയോ ഫെർട്ടിലൈസർ? തന്നിരിക്കുന്ന ലിസ്റ്റിൽ ഒരെണ്ണം ബയോ ഫെർട്ടിലൈസർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അത് ഏതാണ്? നോസ്റ്റോക്ക് തെറ്റാണ്. ഫ്യൂണേറിയ തെറ്റാണ്. ദെൻ വോൾവോക്സ് തെറ്റാണോ? റൈസോപ്പസ് തെറ്റാണ്. ഇതിൽ ഏതാ ശരിക്കും കറക്റ്റ് ആയിട്ടുള്ള ബയോ ഫെർട്ടിലൈസർ? ആർക്കെങ്കിലും വില പിടുത്തുണ്ടോ? 3 വോൾവോക്സാ? പറഞ്ഞു. നോസ്റ്റോക്ക് ആണ് കേട്ടോ. നോസ്റ്റോക്ക്.
പിന്നെ ഒരു ചെടി വാട്ടർ പ്ലാന്റ് ഉണ്ട്, അസോള. കേട്ടിട്ടുണ്ടോ? അസോള മറക്കണ്ട, നോട്ട് ചെയ്തിട്ടോ. അസോള. അതുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡവ്, മാവ്, ദോശമാവ്, ഇഡ്ലി മാവ് ഒക്കെ അല്ലേ. ഡവ് വിച്ച് ഇസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫുഡ്സ് such as ദോശ, ഇഡ്ലി gives a puffed up appearance. അതായത് ഇങ്ങനെ വീർത്തിരിക്കുന്ന, പതഞ്ഞു പൊന്തിയിരിക്കുന്ന പോലത്തെ ഒരു അപ്പിയറൻസ് കിട്ടാറുണ്ട്. ഓക്കെ, വാട്ട് ഇസ് ദ പ്രോസസ് ഇൻവോൾവ് ഹിയർ? അവിടെ പറയുന്ന പ്രോസസ്സിന്റെ പേരെന്താണ്? അവിടെ ഉണ്ടാവുന്ന ഗ്യാസ് ഒരു സംശയമില്ല മക്കളെ, കാർബൺ ഡൈ ഓക്സൈഡാ. നോ ഡൗട്ട്, അത് കൺഫേം ചെയ്യാം. കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നടക്കുന്ന പ്രോസസ്സ് ഫെർമെന്റേഷൻ ആണ്. ഫെർമെന്റേഷൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഉണ്ടാകാൻ പോകുന്ന എന്ത് ഗ്യാസ് ആയിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആയിരിക്കും. മറക്കണ്ട കേട്ടോ, തെറ്റിക്കരുത്, തെറ്റിക്കാതെ പഠിച്ചു വെച്ചോളൂ. ഡിഫറെന്റ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് വൈനും വിസ്കിയും. വൈൻ ഉണ്ടാക്കുന്നതും വിസ്കി ഉണ്ടാക്കുന്ന പ്രോസസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ട്. വൈൻ ഉണ്ടാക്കുന്നത് വിത്തൗട്ട് ഡിസ്റ്റിലേഷൻ, ഇത്ര എഴുതിയാൽ മതി കേട്ടോ. വൈൻ ഉണ്ടാക്കുമ്പോൾ വിത്തൗട്ട് ഡിസ്റ്റിലേഷൻ ആണെങ്കിൽ വിസ്കി ഉണ്ടാക്കുന്നത് വിത്ത് ഡിസ്റ്റിലേഷൻ ആണ്. അത്ര എഴുതാമെങ്കിൽ ഡാറ്റ കാണിച്ചേ. വൈൻ വിത്തൗട്ട് ഡിസ്റ്റിലേഷനും വിസ്കി വിത്ത് ഡിസ്റ്റിലേഷനും ആണ്. അത് ആ പോയിന്റ് വന്ന മാർക്ക് വീണ് കേട്ടല്ലോ. ദാ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ഫ്രം ദിസ് ചാപ്റ്റർ. എക്സ്പാൻഡഡ് ദ ഗിവൻ ടേബിൾ, ഗിവൻ ബിലോ ടേംസ്. തന്നിരിക്കുന്ന ടേംസിനെ എക്സ്പാൻഡ് ചെയ്യാം. KVICയും IARIയും എല്ലാ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്. KVIC ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ആണ്. IARI ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ. IARIയുടെയും KVICയുടെയും ഫുൾ ഫോം മക്കൾ പഠിച്ചു വെച്ചോളൂ. സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോക്ക്, ഈ പറയുന്ന മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് കുറെ വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് ഇവിടെ. മെത്താനോ ബാക്ടീരിയം ഗോബർ ഗ്യാസ് പ്രൊഡക്ഷൻ. ഗോബർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ അത് ബയോഗ്യാസ് പ്രൊഡക്ഷൻ ആണ്. ബാസിലസ് തുരിഞ്ചിയൻസിസ് ബയോ കൺട്രോൾ ആണ്. അസോസ്പൈറിലം ബയോ ഫെർട്ടിലൈസർ ആണ്. ട്രൈക്കോഡർമ പോളിസ്പോറം സൈക്ലോസ്പോറിൻ എ ഉണ്ടാക്കുന്ന ആളാണ്. ഇതൊരു മാച്ച് ദ ഫോളോയിങ്. മറ്റൊരു മാച്ച് ദ ഫോളോയിങ് നോക്കിക്കേ. മൊണാസ്റ്റസ് പർപ്യൂരിയസ്, സ്ട്രെപ്റ്റോകോക്കസ്, പെനിസിലിയം നൊട്ടേറ്റം, ട്രൈക്കോഡർമ പോളിസ്പോറം. മാച്ചിങ് വരുമ്പോൾ മൊണാസ്കസ് പർപ്യൂരിയസ് സ്റ്റാറ്റിൻ ഉണ്ടാക്കുന്നു, അതൊരു കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ് ആണ്. സ്ട്രെപ്റ്റോകോക്കസ് സ്ട്രെപ്റ്റോക്കിനീസ് ഉണ്ടാക്കുന്നു, അതൊരു ക്ലോട്ട് ബസ്റ്റർ ആണ്. പെനിസിലിയത്തിൽ നിന്ന് പെനിസിലിൻ ഉണ്ടാകുന്നു, അതൊരു ആന്റിബയോട്ടിക് ആണ്. ട്രൈക്കോഡർമ പോളിസ്പോറം സൈക്ലോസ്പോറിൻ എ ഉണ്ടാക്കുന്നു, അതൊരു ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആണ്. ഓക്കെ അല്ലേ? ഇങ്ങനത്തെ മാച്ച് ദ ഫോളോയിങ് വരാം. അല്ലെങ്കിൽ ഇതുപോലെ ബോക്സ് ഫില്ല് ചെയ്യാനായിട്ടും വരാം കേട്ടോ. ഇങ്ങനെ ബോക്സ് ആയിട്ടും വരാം. ഇതേപോലെ നേരത്തെ നമ്മൾ ഈ മാച്ച് ചെയ്ത പോലെ ഇതുപോലെയും വരാം. എങ്ങനെ മാച്ച് ദ ഫോളോയിങ് വന്നാലും ഈ ചാപ്റ്ററിൽ നിന്ന് ഈ കണ്ടന്റുകളെ ബേസ് ചെയ്തിട്ട് ഒരു മാച്ച് ദ ഫോളോയിങ് മക്കൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ആൻഡ് ബയോടെക്നോളജി ചാപ്റ്ററിലേക്കാണ് ഇനി ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സും കൂടിയാണ് നമുക്കുള്ളത്. നമുക്ക് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് ഒന്ന് നോക്കാം. പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സിലും അതേപോലെ ആപ്ലിക്കേഷനിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോ ഡിസ്കസ് ചെയ്യാം. നോക്കിക്കേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ തന്നിരിക്കുന്ന നമുക്ക് റിങ്കു വിത്ത് സർക്കുലർ, ഒരു കൊച്ചിന്റെ പേരാട്ടോ അത്. കണ്ടെയ്ൻ സീക്വൻസ്, 2 സീക്വൻസ് തന്നിട്ടുണ്ട്. സർക്കുലർ DNA കണ്ടെയ്ൻസ് ദ സീക്വൻസ്. She wished to add a new segment of DNA into it. ഇതിലേക്ക് ഒരു പുതിയ DNA സെഗ്മെന്റ് ആഡ് ചെയ്യാൻ തോന്നി. Identify the technology she planned. ആ കൊച്ചു ഏത് ടെക്നോളജി ആയിരിക്കും പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കുക? Suggest the specific enzyme to make a cut in the DNA with the above sequence. ഒരു സ്പെസിഫിക് എൻസൈം, അതിന്റെ പേര് പറയാ, കട്ട് ചെയ്യാനായിട്ട്. അപ്പൊ സ്പെസിഫിക് ലൊക്കേഷൻ കട്ട് ചെയ്യണമല്ലോ. നെയിം ദ കാറ്റഗറി ഓഫ് എൻസൈം യു സജസ്റ്റഡ്. നമ്മൾ സജസ്റ്റ് ചെയ്ത എൻസൈമിന്റെ കാറ്റഗറിയുടെ പേര് പറയാ. How this enzyme identifies a sequence. ആ എൻസൈം എങ്ങനെയാണ് ആ സീക്വൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും നമുക്ക്. ആ കൊച്ചു പ്ലാൻ ചെയ്യുന്ന DNA റീകോംബിനന്റ് DNA ടെക്നോളജിയാണ്. ഇക്കോ R1 എൻസൈം ആണ്. അതൊരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കാറ്റഗറിയിൽ വരുന്ന ആളാണ്. പാലിൻഡ്രോമിക് സീക്വൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കണ്ടോ, പാലിൻഡ്രോമിക് സീക്വൻസ് വെച്ച് നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാം. പാലിൻഡ്രോമിക് സീക്വൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റ കാണിച്ച് പാലിൻഡ്രോമിക് സീക്വൻസ് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ റീകോംബിനന്റ് DNA ടെക്നോളജിയുടെ സ്റ്റെപ്സ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഈ ഫിഗർ നോക്കാം മക്കളെ. ഇത് ജെൽ ഇലക്ട്രോഫോറസിന്റെ ഫിഗർ ആണ്. ഫോട്ടോ പേസ്റ്റ് ചെയ്ത് എന്താന്ന് ചോദിച്ചാൽ അത് ഇലക്ട്രോഫോറസിന്റെ കാര്യം എഴുതണം കേട്ടോ. ഇതിനകത്ത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ABCD കാണുന്നവരൊന്ന് ഡാറ്റ കാണിച്ചേടാ. ABCD കണ്ടോ? ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചേക്കണം നോക്കിക്കേ. വിച്ച് ഓഫ് ദി ബാൻഡ് ഹാസ് ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് DNA ഫ്രാഗ്മെന്റ്? ഇതിൽ ലാർജ് DNA ഫ്രാഗ്മെന്റ് ഏതാണ്, സ്മോൾ DNA ഫ്രാഗ്മെന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. Then how can you make the fragments of DNA for electrophoresis? ഇലക്ട്രോഫോറസിന് വേണ്ടിയിട്ടുള്ള ഈ ഫ്രാഗ്മെന്റ്സ് നമുക്ക് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാന്ന് ചോദിച്ചിട്ടുണ്ട്. ഹൗ ദ സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് യൂസിങ് ഇലക്ട്രോഫോറസിസ്. പോയിന്റ് ഔട്ട് ദ മെത്തേഡ് ടു വിഷ്വലൈസ്. ഇത് ലാസ്റ്റ് വൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെച്ച്. എങ്ങനെ വിഷ്വലൈസ് ചെയ്യാം DNA ഫ്രാഗ്മെന്റിന്? നമുക്ക് എങ്ങനെ വിഷ്വലൈസ് ചെയ്യാം? ആ പോയിന്റ് വേഗം മാർക്ക് ചെയ്ത് വെച്ചോ. എത്തിഡിയം ബ്രോമൈഡ് വെച്ചിട്ട് സ്റ്റെയിൻ ചെയ്തുകൊണ്ട് UV റേഡിയേഷനിൽ എക്സ്പോസ് ചെയ്താൽ ബ്രൈറ്റ് ഓറഞ്ച് കളർഡ് ബാൻഡ് ആയിട്ട് കാണാം. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. മാർക്ക് ചെയ്ത് വെച്ചോ, മാർക്ക് ചെയ്ത് വെച്ചോളൂ. പിന്നെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ചിട്ടാണ് നമുക്ക് അതിനെ കട്ട് ചെയ്യാൻ പറ്റുക കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റാണെങ്കിൽ ഹലോ സാർ എന്ന് പറഞ്ഞിട്ട് കുട്ടിച്ചാത്ത മെസ്സേജിന്റെ സാർ ഈ ചാപ്റ്റർ ഉണ്ടോ? ഈ ചാപ്റ്റർ ഉണ്ട്, ഈ ചാപ്റ്റർ ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, സൗണ്ട് ഓക്കെ, അത് ഇല്ലല്ലോ. പിന്നെ
ഓക്കെ ഫൈൻ യെസ് മക്കളേടാ ഇത് നോക്കുക പിക്ചർ ഗിവൺ ബിലോ ഷോ സൈഡിൽ എഴുതിക്കോ മോസ്റ്റ് ഇമ്പോർട്ടന്റ് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടാൻ പോകുന്ന ഒരു ടോപ്പിക് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പിക്ചർ നിങ്ങൾ ശരിക്കും ഒബ്സർവ് ചെയ്തിട്ട് വാട്ട് ഇസ് എ ടെക്നിക് കോൾഡ് ഇത് എന്ത് ടെക്നിക്കാണ് ഇതിനകത്ത് 1 2 3 എന്ന് പറഞ്ഞു വരുന്ന 3 സ്റ്റെപ്പുകളുടെ പേര് എന്തൊക്കെയാണെന്ന് എഴുതണം എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ അണ്ടർലൈങ് ദിസ് ടെക്നിക് ഓഫ് DNA ആംപ്ലിഫിക്കേഷൻ മക്കളെ ഇത് PCR മക്കൾ നോക്കി വെച്ചോട്ടോ PCR ആണ് അത് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ് ഡിനാച്ചുറേഷൻ അനിലിംഗ് എക്സ്റ്റൻഷൻ ഓർ ആംപ്ലിഫിക്കേഷൻ 3 സ്റ്റെപ്പുകളും ബൈ ഹാർട്ട് ചെയ്തോട്ടോ ഇപ്പൊ തന്നെ കാണാതെ പഠിച്ചു വെച്ച 3 സ്റ്റെപ്പുകളും മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് സിന്തസൈസ്ഡ് ഇൻ വിട്രോ ബൈ യൂസിംഗ് ദി സെറ്റ് ഓഫ് പ്രൈമർ മാർക്ക് ചെയ്ത് വെച്ചോ PCR ഇമ്പോർട്ടന്റ് കേട്ടോ PCR വിത്ത് ഇറ്റ് സ്റ്റെപ്പ് ഡിനാച്ചുറേഷൻ അനിലിംഗും അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഓക്കെ ഇത് PBR 322 ഫിഗർ ആണ് നമുക്ക് കാണാൻ മനസ്സിലാവും കാണുമ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് PBR 322 ഫിഗർ ആണെന്നുള്ളത് അപ്പൊ കാണുമ്പോൾ നമുക്ക് ഇത് മനസ്സിലാവുന്നുണ്ട് എന്താണെന്നുള്ളത് വാട്ട് ഇസ് ORI ഗിവ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് എന്താണ് ആദ്യം നമ്മളോട് ചോദിച്ചത് ORI എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഓക്കെ ദെൻ ഹൗ ഡസ് ദ ഇൻസേർഷൻ ഓഫ് ഫോറിൻ DNA അറ്റ് BAM-H1 സൈറ്റ് സെലക്ടഡ് വാട്ട് ഈസ് AMPR അടുത്തത് ഇതാട്ടോ AMPR എന്താന്ന് ചോദിച്ചു സെലക്ടബിൾ മാർക്കർ ആണ് ഹൗ മെനി ക്ലോണിംഗ് സൈറ്റ്സ് ആർ ഡെപിക്റ്റഡ് ഇൻ ദിസ് വെക്ടർ ഇതിൽ എത്ര ക്ലോണിംഗ് സൈറ്റ് ഉണ്ട് മക്കളെ PST1 PVU1 EcoR1 CLA1 HIND3 BAM-H1 SAL1 PVU1 ഇതിനകത്ത് ഇതൊക്കെ ക്ലോണിംഗ് സൈറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഡാറ്റ കാണിച്ച് തെറ്റിച്ച് കളയരുത് ക്ലോണിംഗ് സൈറ്റുകൾ മറന്നു പോകരുത് കേട്ടോ ORI ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആണ് കൺട്രോളിംഗ് ദ കോപ്പി നമ്പർ ഓഫ് ലിങ്ക്ഡ് DNA മാർക്ക് ചെയ്ത് വെച്ചോ മാർക്ക് ചെയ്തോ അതെ ക്ലോണിംഗ് സൈറ്റുകൾ എല്ലാം ഇവിടെ പെറുക്കി എഴുതിയിട്ടുണ്ട് നിങ്ങൾ എണ്ണി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഓക്കെ ഫിഗർ തന്നിട്ടാണെങ്കിൽ എണ്ണി എഴുതിയാൽ മതി മക്കളെ ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കാതെ മാർച്ച് 2012 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എനിക്ക് നോക്കിയപ്പോൾ അത് കുറച്ച് പ്രശ്നക്കാരനായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ തന്നാണ് കേട്ടോ ഗിവ് ദ ജനറൽ ടേം ഓഫ് ദി സ്പെസിഫിക് സീക്വൻസ് വേർ ദീസ് എൻസൈംസ് കട്ട് ദ DNA എന്താ അത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് പറഞ്ഞിരിക്കുന്നത് DNA മോളിക്യൂൾസിനെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു ഗിവ് ദ ജനറൽ ടേം ഓഫ് ദി സ്പെസിഫിക് സീക്വൻസ് ആ സീക്വൻസിന്റെ പേര് അറിയാമോ എന്ത് സീക്വൻസ് അത് പാലിൻഡ്രോമിക് ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ പാലിൻഡ്രോമിക് സീക്വൻസിന്റെ അതെ ഓക്കെ ഫൈൻ then name the enzyme that joins the foreign DNA കണ്ടോ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നത് 2 procedures to introduce the recombinant DNA into the host cell വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ ബയോളിസ്റ്റിക്സും അതുപോലെ തന്നെ മൈക്രോ ഇഞ്ചക്ഷൻ ഓക്കെ ബയോളിസ്റ്റിക്സ് അഥവാ ജീൻ ഗൺ മൈക്രോ ഇഞ്ചക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ അടുത്തതിലേക്ക് കടത്തി വിടാൻ ഉപയോഗിക്കുന്നത് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന DNA ലിഗേസ് ആണ് സീക്വൻസിന്റെ പേര് പാലിൻഡ്രോമിക് സീക്വൻസ് ആണ് ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചോട്ടോ സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ എക്സാമിന് വരാൻ സാധ്യത കൂടിയ ഒരു സാധനമാണ് അതുകൊണ്ട് മക്കൾ ഇത് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉപകാരപ്പെടും ഓക്കെ തെറ്റിച്ച് കളയരുത് കേട്ടോ മൈക്രോ ഇഞ്ചക്ഷൻ ബയോളിസ്റ്റിക്സ് എഴുതാമെങ്കിൽ ഡാറ്റ കാണിച്ച് മൈക്രോ ഇഞ്ചക്ഷനും ബയോളിസ്റ്റിക്സും എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് റീകോമിനന്റ് DNA ഡയറക്ട്ലി ഇഞ്ചക്ട് ചെയ്യുന്ന ന്യൂക്ലിയസിനകത്തേക്ക് അനിമൽ സെല്ലിന്റെ ന്യൂക്ലിയസിലേക്ക് ചെയ്യുന്നത് മൈക്രോ ഇഞ്ചക്ഷൻ ആണെങ്കിൽ ബയോളിസ്റ്റിക്സ് ജീൻ ഗൺ എന്ന് വെച്ചാൽ എന്താണ് ബോംബാർഡ് വിത്ത് ഹൈ വെലോസിറ്റി മൈക്രോ പാർട്ടിക്കിൾസ് ഗോൾഡും ടങ്സ്റ്റണും ഒക്കെ കോട്ട് ചെയ്തിരിക്കുന്ന DNA ഹൈ വെലോസിറ്റി സ്യൂട്ടബിൾ പ്ലാന്റ്സിന്റെ അകത്തേക്ക് ബോംബാർഡ് ചെയ്ത് കയറ്റുന്നതിനെയാണ് ഓക്കെ യെസ് അപ്പോ അതാണ് എന്ത് മൈക്രോ ഇഞ്ചക്ഷൻ ഒന്ന് അടുത്തത് ബയോളിസ്റ്റിക്സ് അല്ലെങ്കിൽ ജീൻ ഗൺ ബയോളിസ്റ്റിക്സും ജീൻ ഗണ്ണും ഒന്ന് തന്നെയാണ് അതൊന്ന് ആദ്യം മനസ്സിലാക്കണം കേട്ടോ റീകോമിനന്റ് DNA ടെക്നോളജി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് വാട്ട് ആർ റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്നും റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ ഒരെണ്ണത്തിന്റെ പേരും ചോദിച്ചിട്ടുണ്ട് DNA കണ്ടോ റീകോമിനന്റ് DNA ടെക്നോളജിയുടെ സ്റ്റെപ്പ് സൈഡിൽ മാർക്ക് ചെയ്തേ ഇത് ഓർഡർ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിന്റെ പുറകിലുണ്ട് മക്കളെ സ്റ്റഡി മെറ്റീരിയലിന്റെ പുറകിൽ ക്വസ്റ്റ്യൻസിന്റെ കൂട്ടത്തിൽ സാർ ഓർഡർ തെറ്റിച്ചിട്ട് കറക്റ്റ് ഓർഡറിലാക്കാനും ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും തന്നേക്കുന്ന കണ്ടായിരുന്നോ റീകോമിനന്റ് DNA ടെക്നോളജി അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ എക്സാമിന് വരുള്ളൂ കേട്ടോ ഓക്കെ ആദ്യം റീകോമിനന്റ് DNA ടെക്നോളജിയുടെ സ്റ്റെപ്സിനകത്ത് ഐസൊലേഷൻ ആണ് വരുന്നത് ജനറ്റിക് മെറ്റീരിയലിന്റെ കട്ടിംഗ് ഓഫ് DNA അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻ ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ദെൻ ഇൻസേർഷൻ ഓഫ് റീകോമിനന്റ് DNA into the host cell obtaining the foreign gene product downstream processing ലാസ്റ്റ് വരും റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് എൻസൈം എക്സാമ്പിൾ ആയിട്ട് HIND3 EcoR1 മക്കൾ എഴുതിയാൽ മതി എക്സാമ്പിൾ HIND3 EcoR1 നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ എളുപ്പത്തിൽ കിട്ടുന്ന രണ്ടെണ്ണമാണ് സാർ പറഞ്ഞത് അത് രണ്ടും പഠിച്ചു വയ്ക്കാം ഇതിൽ നിന്ന് ഐഡന്റിഫൈ ദ പാലിൻഡ്രോമിക് സീക്വൻസ് ഈ കൂട്ടത്തിൽ നിന്ന് 1 2 3 4 പാലിൻഡ്രോമിക് സീക്വൻസ് ഏതാന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ച് പാലിൻഡ്രോമിക് സീക്വൻസ് വേഗം നോക്കിക്കേ വേഗം മെസ്സേജ് അയച്ചോ ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് പാലിൻഡ്രോമിക് സീക്വൻസ് ആയിട്ട് കറക്റ്റ് വെരി ഗുഡ് കുറെ പേര് അയക്കുന്നുണ്ട് കേട്ടോ 1 ആണ് ഇതാണ് 5' to 3' 3' to 5' GC AT AT TA TA CC CG ഓക്കെ കറക്റ്റ് പാലിൻഡ്രോമിക് സീക്വൻസ് ഇത് പറഞ്ഞ 1 ആണ് ഓപ്ഷൻ കേട്ടോ ഡാഷ് ആർ ദ എൻസൈംസ് യൂസ്ഡ് ഫോർ കട്ടിംഗ് ദ DNA molecule into fragments an example for this type of enzyme is EcoR1 and
വാട്ട് ഡസ് ഇക്കോ ആർ ആൻഡ് വൺ സ്റ്റാൻഡ്സ് ഫോർ? ഉറപ്പിച്ചോ നെയിമിങ്ങിന്റെ അകത്ത് ഇതൊക്കെ എന്താണെന്ന് ചോദിക്കും. കട്ടിങ്ങിന് ഉപയോഗിക്കുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. ആൻഡ് ഇതിൽ ഇക്കോ ആറിന്റെ എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇക്കോ എന്താണ്, ആർ എന്താണ്, വൺ എന്താണ് എഴുതാൻ ഡാറ്റ മെറ്റീരിയലിന്റെ പുറകിൽ ഇപ്പോ ഇന്ന് തന്നെ രാത്രി തിരിച്ചു മറിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ക്വസ്റ്റ്യൻ നെയിമിങ്ങിന്റെ കാര്യത്തിൽ കേട്ടോ. ആ ഇക്കോ ആർമന്റെ നെയിമിൽ ഓരോന്നും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഇവിടെ നോക്ക് നിങ്ങൾ, യൂസ് ഓഫ് എ തെർമോസ്റ്റേബിൾ DNA polymerase from bacterium Thermus aquaticus made it possible to generate a billion copies of DNA in a very short time using a process. Name the process. Name the 3 important steps involved in this process. Already നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാ. Thermus aquaticus എന്ന് പറയുന്ന അല്ലേ, തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന അതിനകത്ത് ഐസൊലേറ്റ് ചെയ്ത് DNA പോളിമറേസ് എടുക്കുന്ന തെർമസ് അക്വാട്ടിക്കസ് എന്നല്ലേ ആണ് ഡാറ്റ കാണിച്ചേ. അതെ, ആ പ്രോസസ്സിന്റെ പേര് PCR എന്നാണ്, ഡീനാച്ചുറേഷൻ അനിലിംഗ് എക്സ്റ്റൻഷൻ ഓഫ് പ്രൈമർ. ഇതാണ് അതിന്റെ 3 സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ക്ലോണിംഗ് വെക്ടറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്യാരക്ടർ ORIയും സെലക്ടബിൾ മാർക്കറും കേട്ടോ, മാർക്ക് ചെയ്ത് വെച്ചോ. ORIയും സെലക്ടബിൾ. ROP എന്താണെന്നറിയാമോ? ROP അറിയാവുന്ന ഒരു ഡാറ്റ കാണിച്ചേ. റെപ്ലിക്കേഷൻ ഓഫ് പ്ലാസ്മിഡ്, റൈറ്റ്? ROP പഠിക്കണം. ORIയുടെ കൂടെ തന്നെ ROP ചോദിക്കും. സെലക്ടബിൾ മാർക്കേഴ്സിന് എക്സാമ്പിൾ AMPR ഉണ്ട്, TETR ഉണ്ട്, രണ്ടെണ്ണം ചോദിക്കും കേട്ടോ. എടാ ഫേസിൽ ഇങ്ങനെ കൈ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾ നേരിരുന്ന് അറ്റൻഡ് ചെയ്യൂ, പ്രോപ്പർ ആയിട്ടിരിക്കുക. ഓക്കെ മക്കളെ, ഫംഗ്ഷൻ ഓഫ് ലിഗേസ് ആൻഡ് റെസ്ട്രിക്ഷൻ എൻസൈം. മക്കളെ ലിഗേസ് ഒട്ടിക്കാനല്ലേ, ഒട്ടിക്കാനാണെങ്കിൽ ഡാറ്റ ആണ് ജോയിനിങ് ആണ്, ജോയിനിങ് കൂട്ടി ഒട്ടിക്കാനാണ് കണ്ടോ. എൻസൈം വിച്ച് ഇസ് യൂസ്ഡ് ടു ജോയിൻ ദ DNA ഫ്രാഗ്മെന്റ് ഒക്കാസാക്കി ഫ്രാഗ്മെന്റുകളൊക്കെ കൂട്ടി ഒട്ടിക്കാൻ നമ്മൾ ലിഗേസ് ഉപയോഗിച്ചിരുന്ന പോലെ റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ലൊക്കേഷനിൽ DNA കട്ട് ചെയ്യാനാണ് നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉപയോഗിക്കുന്നത് കേട്ടോ. വെരി ഇമ്പോർട്ടന്റ് ഫിഗർ മാർക്ക് ചെയ്തോളൂ. ബയോറിയാക്ടറിന്റെ പിക്ചർ. ഒബ്സർവ് ദ സ്കെച്ച് ആൻഡ് ലേബൽ ദ ഫോളോയിങ് പാർട്സ് ABCD. ABCD നോക്ക്. A മോട്ടോർ, B ഫോം ബ്രേക്കർ ഉണ്ട്, അതുപോലെ തന്നെ yes ഫ്ലാറ്റ് ബ്ലേഡഡ് ഇംപെല്ലർ ഉണ്ട്, D എന്ന് പറയുന്ന ആസിഡ് ബേസ് ഫോർ pH കൺട്രോൾ. ഈ ഫിഗർ ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്ത് വെച്ച്. ബയോറിയാക്ടറിന്റെ ഫിഗർ വരും കേട്ടോ. ഇത് കൂടാതെ നമ്മുടെ സ്പാർജ്ഡ് ടാങ്കും വരും. സ്റ്റിർഡ് ടാങ്കും സ്പാർജ്ഡ് ടാങ്ക് ബയോറിയാക്ടർ വരാറുണ്ട് കേട്ടോ. വെക്ടർ ആയിട്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിന്റെ പേര് പറയാൻ പറ്റും നിങ്ങൾക്ക് ബയോടെക്നോളജിയിലെ? ഇഷ്ടമുള്ളത് പറയാം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം മക്കൾക്ക്, അത് എഴുതിക്കോ. DNA പോളിമറൈസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈക്വളൈ കറക്റ്റ് അല്ലേ? എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ അല്ലേ ഈക്വളൈ, നിങ്ങൾ ഉപയോഗിച്ചോ. അതുപോലെ തന്നെ DNA പോളിമറൈസ് എന്താ, ന്യൂക്ലിയോടൈഡിനെ 1 by 1 ആയിട്ട് ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ DNA പോളിമറൈസേഷൻ ഓഫ് ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് കണ്ടോ, ഇതിനു വേണ്ടി ഉപയോഗിക്കാം. മാർക്ക് ചെയ്ത് വെച്ചേ. DNA പോളിമർ ഓൾറെഡി പറഞ്ഞതാണ് നമ്മൾ കേട്ടോ, പറഞ്ഞ പോയിന്റ് കാര്യങ്ങൾ തന്നെയാണ്. പ്ലാസ്മിഡ് എന്താണ്, അതുപോലെ തന്നെ പ്ലാസ്മിഡിനകത്ത് ക്ലോണിംഗ് വെക്ടറിന് ആവശ്യം. ഈ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ അല്ലേ, ആണെങ്കിൽ ഡാറ്റ കാണിക്കും. നേരത്തെ പറഞ്ഞതാ ക്ലോണിംഗ് വെക്ടറിന് വേണ്ട കാര്യങ്ങൾ. ORI ക്ലോണിംഗ് സൈറ്റ്, സെലക്ടബിൾ മാർക്കർ. പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്ത 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. സർക്കുലർ ഡബിൾ സ്റ്റാൻഡേർഡ് DNA മോളിക്യൂൾ ഒക്കറിംഗ് ഇൻ എക്സ്ട്രാ ക്രോമസോമൽ സ്റ്റേറ്റ് കേട്ടോ. ഓക്കെ, സർക്കുലർ DNA എക്സ്ട്രാ ക്രോമസോമൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ആണ്, എക്സ്ട്രാ ആയിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ ആണെങ്കിൽ തംസിഡ് സർക്കുലർ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. ഓക്കെ, മറന്നു പോകരുത്. യെസ്, ഓക്കെ. ദെൻ ഇത് നോക്ക്. Denaturation, annealing, extension are 3 steps of process of gene amplification. Name the process. എന്താതല്ലേ, പല രീതിയിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ വരാം എന്നുള്ളത് മനസ്സിലായല്ലോ. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ്. ഇതിന് വേണ്ടിയിട്ട് നോക്കണം, DNA പോളിമറൈസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് തെർമസ് അക്വാട്ടിക്കസ്. ഇതാണ് സാർ പറഞ്ഞത്. ഇത് രണ്ടും ചോദിച്ച് കണ്ടേക്കുന്നതാണ് കേട്ടോ. ഇത് ഈ പറയുന്ന തെർമസ് അക്വാട്ടിക്കസിന്റെ ക്വസ്റ്റ്യൻ ഒരെണ്ണം എന്തായാലും എക്സാമിന് വരും, പ്രതീക്ഷ വെച്ചോളൂ. തന്നിരിക്കുന്ന ഫിഗറിൽ കൊടുത്തിരിക്കുന്ന പ്രോസസിന്റെ പേരെന്താണ്? ഐഡന്റിഫൈ ദ എൻസൈം ഇൻവോൾവ്ഡ് ഇൻ ദ സ്റ്റെപ്പ് 1, 2 and 3. 2ലും 3ലും ഏത് എൻസൈം ആണ് ഉപയോഗിക്കുന്നത്? The base sequence recognized by EcoR1. EcoR1ന്റെ നൈട്രജൻ ബേസ് സീക്വൻസ് ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. തന്നത് റീകോംബിനന്റ് DNA ടെക്നോളജി. ഫിഗർ നോക്കിക്കുകയാണെങ്കിൽ ഡാറ്റ കാണിച്ച് RDNA ടെക്നോളജി അഥവാ റീകോംബിനന്റ് DNA ടെക്നോളജി ആണ്. ഇത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. സെക്കൻഡ് സ്റ്റെപ്പിൽ കണ്ടോ കട്ട് ചെയ്യാൻ. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പിൽ കൂട്ടി യോജിപ്പിക്കാനാണ്, കണ്ടല്ലോ ഒട്ടിക്കുന്നു. അപ്പോ ലിഗേസ് ആയിരിക്കും. സീക്വൻസ് മക്കൾ EcoR1ന്റെ സീക്വൻസ് നോട്ട് ചെയ്ത് വെച്ച്. EcoR1ന്റെ സീക്വൻസ് നോട്ട് ചെയ്ത് വെച്ചോ. GAATTC CTTAAG. മറക്കരുത് കേട്ടോ. നേരത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, കുറച്ച് മുന്നേ നമ്മൾ കാണിച്ച സെയിം ക്വസ്റ്റ്യനകത്തുള്ള അതേ സീക്വൻസ് തന്നെയാണ്.
കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡറിൽ ഈ തന്നിരിക്കുന്നതിനെ ശരിയാക്കി എഴുതുക. സ്റ്റെപ്പ് പഠിക്കാൻ ഡാറ്റാണെങ്കിൽ ഇത് നമ്മുടെ ബുക്കിലുണ്ട്, മെറ്റീരിയൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. ഓർഡർ തെറ്റിച്ച് തന്നിട്ട് നമ്മളോട് ഈ പറയുന്ന റീകോമിനന്റ് DNA ടെക്നോളജിയുടെ സ്റ്റെപ്പുകൾ ഇതുപോലെ ഓർഡർ ആക്കി എഴുതാൻ പറയുമ്പോൾ നല്ല വൃത്തിക്ക് എഴുതിക്കൊള്ളണം കേട്ടോ. അപ്പോൾ ബയോടെക്നോളജി പ്രിൻസിപ്പിൾ കഴിഞ്ഞാൽ അടുത്തത് അതിന്റെ പ്രോസസ്സിന്റെ കാര്യമാണ്. സോറി, ആപ്ലിക്കേഷൻ, അതായത് ആ പ്രിൻസിപ്പിൾസ് കഴിഞ്ഞിട്ട് പ്രോസസ്സിംഗ് അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് പറയുന്ന ചാപ്റ്റർ ആണ് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. ദെൻ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. RNAi ടെക്നോളജി, ഇത്രേ ഉള്ളൂ സംഭവം. ഒരു കൊച്ചിന്റെ അടുത്ത് RNAi ടെക്നോളജി എന്താണെന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം നോക്ക്. ദ സൈലൻസിങ് ഓഫ് mRNA ബൈ എ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഈസ് കോൾഡ് RNA ഇന്റർഫറൻസ്. വെരി ഇമ്പോർട്ടന്റ്. ഒറ്റ മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ ഇത് എഴുതിയ മാർക്ക് വീഴും. RNAi എന്താണ്? RNA ഇന്റർഫറൻസ് ആണ്. ഇറ്റ് ഈസ് ദ സൈലൻസിങ് ഓഫ് mRNA ബൈ എ ഡബിൾ സ്റ്റാൻഡേർഡ് RNA. ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് dsRNA എന്ന് പറയുന്ന ഡബിൾ സ്റ്റാൻഡേർഡ് RNA കാരണം mRNA സൈലൻസിങ് ചെയ്യുന്ന പ്രോസസ് ആണ് നമ്മൾ RNA ഇന്റർഫറൻസ് എന്ന് വിളിക്കുന്നത്. സെറ്റ് അല്ലേ? സെറ്റാണ് ഈ ഡാറ്റ. ഇത്രയേ ഉള്ളൂ സാധനം കേട്ടോ. ഒറ്റ മാർക്കിന് ചോദിച്ചാൽ ഇതേ അവിടെ എഴുതേണ്ട ആവശ്യമുള്ളൂ. BT cotton is well known example of application of biotechnology in agriculture. BT cotton reduces use of pesticides. Explain. BT cotton എന്താണ്? യെസ്, അതൊരു ട്രാൻസ്ജനിക് പ്ലാന്റ് ആണ്. അതിനകത്ത് ക്രൈജീൻ ഉണ്ട്. ബാസില്ലസ് തുരിഞ്ചിയൻസിസ് ബാക്ടീരിയയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ക്രൈജീൻ എന്ന് പറയുന്നത് എന്താ, ക്രൈ പ്രോട്ടീൻ ഉണ്ടാക്കും. അത് ലാർവേ ഓഫ് നമ്മുടെ ഡിപ്റ്റെറോൺ, ലെപ്റ്റിഡോപ്റ്റീറൻ, ഇതിന്റെയൊക്കെ ഈ ഇൻസെക്റ്റുകളെയൊക്കെ അറ്റാക്ക് ചെയ്ത് അതിനെ കില്ല് ചെയ്യും. കോട്ടൺ പ്ലാന്റിനെ ഇൻഫെക്ട് ചെയ്യാൻ വരുന്ന ഈ പറയുന്ന ഇൻസെക്റ്റുകളെയൊക്കെ ഇവര് കില്ല് ചെയ്ത് കളയും. ആര്? ബാസില്ലസ് തുരിഞ്ചിയൻസിന്റെ പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ ഇനാക്റ്റീവ് ആണ് ബാക്ടീരിയയുടെ അകത്ത്. പക്ഷേ ഇൻസെക്റ്റുകളുടെ അകത്ത് കയറി കഴിഞ്ഞാൽ അവരുടെ ഇൻഡസ്റ്റൈൻ്റെ അകത്ത് വെച്ച് ഈ പ്രോട്ടീൻ ആക്റ്റീവ് ആയിട്ട് ക്രൈജീൻ നേരെ അറ്റാക്ക് ചെയ്ത് ഇൻസെക്റ്റിനെ കില്ല് ചെയ്ത് കളയും. അത് എഴുതാമെങ്കിൽ ഡാറ്റ കാണിച്ച്. ഓക്കെ അല്ലേ? ഇൻസെക്റ്റിനെ പ്രശ്നമുള്ളൂ, പ്ലാന്റിന് വലിയ പ്രശ്നമൊന്നും ഇല്ലാതിരിക്കുന്നുണ്ട് കേട്ടോ. ADA ഡെഫിഷ്യൻസി മക്കളെ, ADA ഡെഫിഷ്യൻസി എങ്ങനെ ട്രീറ്റ്? അഡിനോസിൻ ഡിഅമിനേസ് ഫുൾ ഫോം അറിയാലോ. ADAയുടെ അടിയാങ്കി ഡാറ്റ കാണിച്ച്. ADA ഡെഫിഷ്യൻസിയുടെ ട്രീറ്റ്മെന്റ് മറന്നു പോകണ്ട. ലിംഫോസൈറ്റ്സ് ആർ ടേക്കൻ ഫ്രം പേഷ്യൻസ് ബ്ലഡ്. ഇറ്റ് ഈസ് ഗ്രോൺ ഇൻ വിട്രോ കൾച്ചർ ബൈ യൂസിംഗ് റെട്രോവൈറൽ വെക്ടർ ഫംഗ്ഷണൽ ADA cDNA. Then it is introduced into in vitro cultured lymphocytes of the patient. These bone marrow transplantation എഴുതിക്കൂടെ ട്രീറ്റ്മെന്റിൽ? എഴുതാമെങ്കിൽ ഡാറ്റ കാണിച്ച്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ എഴുതാം നിങ്ങൾ ആദ്യം കേട്ടോ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കി ഡീറ്റെയിലിംഗ് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കുറഞ്ഞത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ട്രീറ്റ്മെന്റ് എടുക്കാം എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക കേട്ടോ. നെയിം ദ ബാക്ടീരിയൽ ജീൻ ദാറ്റ് ഇസ് producing this gene. Okay, BT toxin is produced by Bacillus thuringiensis that can kill certain insects. ഇതിൽ name the bacterial gene. എന്താ? സിമ്പിൾ ആണ്. ക്രൈജീൻ ആണെങ്കിൽ ഡാറ്റ കാണിച്ച്. ആ ബാക്ടീരിയയുടെ അകത്ത് ഉണ്ടാവുന്ന ക്രൈജീൻ ആണ്. Then why the toxin produced by the bacterium is non toxic to it? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാർക്ക് ചെയ്യണം. ഇത് കഴിഞ്ഞ എക്സാമിനൊക്കെ ഞാൻ ചോദിച്ചു കണ്ടേക്കണാണ്. ഇത് ഈ ടോക്സിൻ ഇരിക്കുന്ന ബാക്ടീരിയയുടെ അകത്ത്. എന്തുകൊണ്ടത് ബാക്ടീരിയക്ക് പ്രശ്നമില്ല? ബിക്കോസ് ബാക്ടീരിയ ടോക്സിൻ, BT toxin, പ്രോട്ടീൻ exists as inactive, that is a protoxin in bacteria. ബാക്ടീരിയയുടെ ശരീരത്തിനകത്ത് അതൊരു പ്രോട്ടോക്സിൻ ആയിട്ട്, ആക്ടിവിറ്റി ഒന്നും കാണിക്കാത്ത ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടോക്സിൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ബാക്ടീരിയക്ക് ഇത് അഫക്ട് ചെയ്യുന്നില്ല. ബാക്ടീരിയക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, ആൻഡ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് വേണ്ട, ഇത് നോക്ക്. ഇത് ഇമ്പോർട്ടന്റ് ആ. ജിയാക്കിന്റെ ഫുൾ ഫോം, GMOയുടെ ഫുൾ ഫോം, PCR-ന്റെ ഫുൾ ഫോം, എലിസയുടെ ഫുൾ ഫോം. ഈ ഫുൾ ഫോംസ് കിട്ടുന്നുള്ളവർ മാത്രം ഒന്ന് ഡാറ്റ കാണിച്ച്. ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി ആണ് ജിയാക്ക് എന്ന് പറയുന്നത്. GMO ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ആണ്. PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ്. എലിസ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ ആണ്. ഒന്ന് നേരെ ഇരുന്ന മക്കളെല്ലാവരും സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക. ഇത് ലാസ്റ്റ് എത്തിക്കൊണ്ടിരിക്കുക. ഇനി ഒരു 10-15 മിനിറ്റ് മാക്സിമം, 10 മിനിറ്റോളം. ഓക്കെ, അത്രയും കൊണ്ട് കഴിയും കേട്ടോ. BT toxins are not toxic to bacillus. What is that? Oh my god. And BT cotton plant but toxic to insects. Explain. നേരത്തെ പറഞ്ഞ സെയിം സാധനമാണ്. ഇതെന്ന് പറയുന്നത് ഇൻസെക്റ്റിന്റെ ആൽക്കലൈൻ pH ഉള്ള ഗട്ടിനകത്ത് കയറുന്നു. അത് ടോക്സിക് ആയിട്ട് മാറുന്നു ഇൻസെക്ട്സിന്. പക്ഷേ നമ്മുടെ ഈ പറയുന്ന പ്ലാന്റിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ബാക്ടീരിയക്കോ പ്രശ്നമില്ലാത്തത് എന്താ? അവരുടെ ബോഡിയുടെ അകത്ത് അതൊരു പ്രോട്ടോക്സിൻ ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടോക്സിൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇൻസെക്റ്റിന്റെ അകത്ത് കയറി കഴിയുമ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള ടോക്സിൻ ആയിട്ട് മാറും. അത് അതിനെ കില്ല് ചെയ്ത് കളയും, ഇൻസെക്റ്റിനെ കില്ല് ചെയ്ത് കളയും കേട്ടോ. Okay, and ഇവിടെ yeah, human beings certain diseases are caused due to the genetic disorder. Name the method that allows the correction of gene defects that has been diagnosed in a child or embryo. ഒരു embryo സ്റ്റേജിൽ കണ്ടു കഴിഞ്ഞാൽ ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന
മെത്തേഡിന്റെ പേര്. ഹൗ ദിസ് മെത്തേഡ് ഹാസ് ബീൻ യൂസ്ഡ് ഫോർ ട്രീറ്റിംഗ് ADA ഡെഫിഷ്യൻസി. മെത്തേഡ് ട്രീറ്റ്മെന്റിന്റെ പേര് നോട്ട് ചെയ്ത് വെച്ചോ. ജീൻ തെറാപ്പി. ഒന്ന് ജീൻ തെറാപ്പി ആണ്. ഇൻട്രൊഡക്ഷൻ ഓഫ് ഫങ്ഷണൽ ADA cDNA ഇൻടു ദ ലിംഫോസൈറ്റ് ഓഫ് ഡിഫക്റ്റീവ് പേഴ്സൺ. ഡിഫക്റ്റ് ഉള്ള ആളുടെ കേസിൽ എന്താണ് ഈ പറയുന്ന ADA cDNA ഒക്കെ ലിംഫോസൈറ്റിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ. ആൻഡ് നെയിം ദ പ്രോസസ്. ഈ പ്രോസസ്സിന് മുന്നേ ഉള്ള സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ഇൻഫെക്ഷൻ ബൈ നെമറ്റോഡ്സ് കോസസ്. ഇൻഫെക്ഷൻ ബൈ നെമറ്റോഡ് കോസസ് ത്രെറ്റ് ടു കൾട്ടിവേഷൻ ആൻഡ് yield loss of tobacco plants. A strategy has been developed at the RNA level to control this infestation. പ്രോസസ്സിന്റെ പേരെന്താണ്, ഇതെങ്ങനെ മോളിക്കുലാർ ലെവലിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതോടെ ചോദിച്ചിട്ടുണ്ട്. പ്രോസസ്സിന്റെ പേരെന്താ? RNA interference കേട്ടോ. Then ഇത് mRNA, specific mRNA of the nematode is silenced due to a complementary double stranded RNA that prevent the translation of mRNA. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സെന്റൻസ് അല്ലേ ഈ വന്നേക്കുന്നത് ആണെങ്കിൽ ഡാറ്റ കാണിച്ച് ഈ സെയിം സെന്റൻസ് നമ്മുടെ ഈ RNA ഇന്റർഫറൻസിൽ വെച്ച് അങ്ങ് ഗീച്ച് കിട്ടണം കേട്ടോ. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക, സെറ്റ് ആണെങ്കിൽ അടിപൊളിയായിട്ട് അത് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. ആൻഡ് give name of one genetically modified pest resistant crop. BT cotton ആണെങ്കിൽ ഡാറ്റ കാണിച്ച് genetically modified pest resistant ഒരു ക്രോപ്പിന് എക്സാമ്പിൾ ഏതാ? നിങ്ങൾ BT cotton എഴുതിക്കോ മക്കളെ. And which gene is used for its production? അതിന്റെ പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്ന ജീൻ ഏതാണ്? Name the source of the pest resistant gene. ആ pest resistant ജീന്റെ സോഴ്സ് ഏതാണ്? Write about its mode of action. സിമ്പിൾ സാധനം. BT cotton, ക്രൈജീൻ, ബാസിലസ് തുരിഞ്ചിയൻസിസ് ബാക്ടീരിയ ഉണ്ടാവുന്നു. ക്രൈജീൻ എന്ന് പറയുന്നത് ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ ആണ്. അത് ഇൻസെക്റ്റിന്റെ അകത്ത് കയറിയിട്ട് അവരുടെ ഗട്ടിനകത്ത് ആൽക്കലൈൻ pH അത് സൊല്യൂബിലൈസ് ചെയ്തിട്ട് പോർസ് ഉണ്ടാക്കും. അവരുടെ എപ്പിത്തീലിയൽ സെല്ലിൽ ഇൻസെക്റ്റിൽ പോർ ഉണ്ടാക്കിയിട്ട് കിൽ കോസസ് ദ ഡെത്ത് ഓഫ് ദി ഇൻസെക്ട്. ഇൻസെക്റ്റിനെ അങ്ങോട്ട് കില്ല് ചെയ്ത് ഡാമേജ് ആക്കി കളയും കേട്ടോ. പിന്നെ ദാ ഗൈസ് ഇവിടെ നോക്ക്, ഇയാളുടെ പേര് സ്പെഷ്യൽ ബ്രാക്കറ്റിലിട്ട് പഠിച്ചു വെച്ചേ, റോസി. വളരെ ഇമ്പോർട്ടൻ്റ് ആ. ട്രാൻസ്ജെനിക് കൗ ആണ് റോസി. റോസി ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ എന്ന് പറയുന്ന റിച്ച് പ്രോട്ടീൻ ഉള്ള മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. മാർക്ക് ചെയ്ത് വെച്ചോ, മാർക്ക് ചെയ്ത് വെച്ചോ. ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ റിച്ച് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന റോസി ഒരു ട്രാൻസ്ജെനിക് കൗ ആണ് കേട്ടോ. ട്രാൻസ്ജെനിക് കൗ ആണ്, മറക്കണ്ട. ട്രാൻസ്ജെനിക് കൗ ആണ്. ഓക്കെ, യെസ്. നോക്കൂ, സ്റ്റേറ്റ് എനി ഫോർ യൂസ്ഫുൾനെസ് ഓഫ് GMO. ഇത് ജനറൽ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് പഠിച്ച കാര്യത്തിൽ നിന്ന് കയ്യിൽ നിന്നിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം GMO അവരെ കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ 4 ഉപയോഗങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ദാ അബയോട്ടിക് സ്ട്രെസ്സുകൾക്ക് മോർ ടോളറന്റ് ആണ്. റെഡ്യൂസ് റിലയൻസ് ഓൺ കെമിക്കൽ പെസ്റ്റിസൈഡ്, ദെൻ ഹെൽപ് ടു റെഡ്യൂസ് പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസ്, ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ഓഫ് മിനറൽ യൂസേജ് ബൈ പ്ലാന്റ്സ്, എൻഹാൻസ് ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് ഫുഡ്, വൈറ്റമിൻ A എൻറിച്ച്ഡ് റൈസ്. ഗോൾഡൻ റൈസ് ആണെങ്കിൽ ഡാറ്റ കാണിച്ച ഗോൾഡൻ റൈസ്. ഗോൾഡൻ റൈസ് ഇമ്പോർട്ടന്റ് കേട്ടോ. ഗോൾഡൻ റൈസ് ഇമ്പോർട്ടന്റ് ആണ്, വൈറ്റമിൻ റിച്ച്. ആ ആപ്ലിക്കേഷൻസ് ഒന്ന് നോട്ട് ചെയ്തിട്ടോ ബയോടെക്നോളജിയുടെ അകത്തുള്ള ഓരോ കേസിലെ കേട്ടോ. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കിക്കേ, വാട്ട് ഈസ് ബയോപൈറസി? ക്വസ്റ്റ്യൻ അതാ. ഈ കഥ മൊത്തം അവർ പറഞ്ഞേക്കണം കണ്ടോ. ബയോപൈറസി എന്താന്ന് ചോദിച്ചാൽ ഒരു സെന്റൻസുമേ ഒറ്റ മാർക്കിനുള്ളത് നിങ്ങൾ ഇത് എഴുതിയാൽ മതി. ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ബയോ റിസോഴ്സസ് ബൈ മൾട്ടിനാഷണൽ കമ്പനീസ് ആൻഡ് അതർ ഓർഗനൈസേഷൻസ് വിതൗട്ട് എ പ്രോപ്പർ ഓതറൈസേഷൻ ഫ്രം ദി കൺട്രീസ് ആൻഡ് പീപ്പിൾ കൺസേൺ വിത്തൗട്ട് എ കോമ്പൻസേറ്ററി പേയ്മെന്റ് കേട്ടോ. നമ്മുടെ ഈ പറയുന്ന രാജ്യത്തിന്റെയോ ആളുകളുടെ പെർമിഷൻ ഇല്ലാതെ കോമ്പൻസേറ്ററി പേയ്മെന്റ് കൊടുക്കാതെ മറ്റുള്ള രാജ്യത്തുള്ള ബയോ റിസോഴ്സുകൾ ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്നതിനെയാണ് എന്ത് പറയാ, പെർമിഷൻ ഇല്ലാതെ ഉപയോഗിക്കുന്നതാണ് ബയോപൈറസി കേട്ടോ. ഓക്കെ, ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ ഇസ് ദ ബേസിസ് ഓഫ് ദ ടെക്നിക്. ഇതിൽ ഏതാ ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ? സി RNA ഇന്റർഫറൻസ് ആ. എലീസയിലല്ലേ ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ? അത് ടെസ്റ്റ് ആണ് കേട്ടോ. എലീസ ടെസ്റ്റിന്റെ കേസിലാണ് അതിന്റെ പ്രിൻസിപ്പിൾ ചോദിച്ചാൽ മാർക്ക് ചെയ്ത് വെച്ച് എലീസയുടെ പ്രിൻസിപ്പിൾ എത്ര എഴുതിയാൽ മതി, ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ. ദാറ്റ്സ് എനഫ്. ഓക്കെ, ക്രൈ1AC കോട്ടൺ ബോൾവോമിനെ കൺട്രോൾ ചെയ്യുമ്പോൾ കോൺ ബോററിനെ കൺട്രോൾ ചെയ്യുന്നത് ഏതാണ്? ക്രൈ1AC അല്ല. അതിന്റെ ആൻസർ ഏതാ? ക്രൈ1AB. ക്രൈ1AC ഓരോന്ന് കോട്ടൺ ബോൾവോമും അതുപോലെ തന്നെ നമ്മുടെ കോൺ ബോററും നല്ല വൃത്തിക്ക് പഠിച്ചു വെച്ചോ കേട്ടോ. എക്സ്പ്ലെയിൻ ദ ടേംസ്. മക്കളേടാ, ഇത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എടുത്തു കളഞ്ഞതാ, പക്ഷെ ഇത് വന്നിട്ടുണ്ട്, ഇനിയും വരും, ഉറപ്പിച്ചോ. മൈക്രോ പ്രൊപ്പഗേഷൻ എന്താണ്, ടോട്ടിപ്പൊട്ടൻസി എന്താണ്, എക്സ്പ്ലാന്റ് ഓരോ മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. ഓരോ മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ മൈക്രോ പ്രൊപ്പഗേഷൻ പ്രൊഡ്യൂസിംഗ് തൗസൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ഇൻ ഷോർട്ട് ടൈം ത്രൂ ടിഷ്യൂ കൾച്ചർ, ദെൻ കപ്പാസിറ്റി ടു ജനറേറ്റ് ഹോൾ പ്ലാന്റ് ഫ്രം എനി പാർട്ട് ഓഫ് ദ പ്ലാന്റ്. അതാണ് എന്ത് പറയുന്നത്, ടോട്ടിപ്പൊട്ടൻസി. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്ലാന്റിന്റെ ഒരു പാർട്ടിൽ നിന്ന് മൊത്തമുള്ള ഒരു ഫുൾ പ്ലാന്റിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റാനുള്ള കപ്പാസിറ്റി ആണ് ടോട്ടിപ്പൊട്ടൻസി. സെൽ
or the plant part from which the whole plant is regenerated. അതായത് ഒരു പ്ലാന്റിന്റെ ഏതെങ്കിലും പാർട്ടിൽ നിന്ന് മൊത്തം പ്ലാന്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ മൊത്തം പ്ലാന്റ് ഉണ്ടാവുന്ന കൊച്ചു പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്പ്ലാന്റ്. എക്സ്പ്ലാന്റ് ടോട്ടിപോട്ടൻസി മൈക്രോ പ്രൊപ്പഗേഷൻ. കിട്ടിയ ഒരു ഡാറ്റ കാണിച്ച് മറക്കണ്ട കേട്ടോ. ടോട്ടിപോട്ടൻസിയും എക്സ്പ്ലാന്റ് എപ്പോഴും ചോദിക്കുന്നതാണ്. ദെൻ റോസി എന്ന് പറയുന്ന കൗവിൽ നിന്ന് കിട്ടുന്ന ബയോളജിക്കൽ പ്രൊഡക്റ്റ് ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ റിച്ച് ബ്ലഡ് മിൽക്ക് കേട്ടോ. ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ മാർക്ക് ചെയ്തിട്ടോ. റോസി 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 ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിനെ. ആൻഡ് ഇമ്പോർട്ടന്റ് ഫിഗർ മാർക്ക് ചെയ്തോളൂ. ഇൻസുലിൻ പ്രൊഡക്ഷന്റെ ഫിഗർ. ഇൻസുലിൻ പ്രൊഡക്ഷൻ കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻസുലിൻ പ്രൊഡക്ഷന്റെ ABC. നോക്ക്, pro insulin is an immature and non-functional that contains A, B and C chains. It is matured. മക്കളെ, ഈ ഇമ്മച്ചുവർ ആയിട്ടുള്ള ഇൻസുലിൻ എങ്ങനെ മെച്ചുവർ ഇൻസുലിൻ ആക്കാം എന്ന് ചോദിക്കുകയാണെങ്കിൽ ABC ചെയിനിൽ C ചെയിൻ അങ്ങോട്ട് മുറിച്ച് കളഞ്ഞാൽ മതി കേട്ടോ. C പെപ്റ്റൈഡ് ചെയിനിനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ Aയും Bയും ഉള്ള എന്തായി? മെച്ചുവർ ഇൻസുലിൻ ആയി. കിട്ടിയെങ്കിൽ ഡാറ്റ കാണിച്ച്. സിമ്പിൾ സാധനമാണ്. കൺഫ്യൂഷൻ വരുമ്പോൾ തെറ്റിച്ച് കളയണ്ട. നിങ്ങൾ അങ്ങനെ എഴുതി മാർക്ക് കിട്ടും കേട്ടല്ലോ. ഹൗ എലി ലില്ലി പ്രൊഡ്യൂസ്ഡ് ഇൻസുലിൻ. എലി ലില്ലി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനിയാണ്, നമുക്കറിയാം. ആ കമ്പനി എങ്ങനെയാണ് ഇൻസുലിൻ ഉണ്ടാക്കി? 2 DNA സീക്വൻസുകൾ ഉണ്ടാക്കി. ആ A-B ചെയിനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ചെയിൻസ് ഉണ്ടാക്കി. നമ്മൾ 2 എണ്ണം ഉണ്ടാക്കിയ സീക്വൻസ്. ദെൻ റീകോംബിനന്റ് DNA ടെക്നോളജി ഉപയോഗിച്ച് ചെയ്തിട്ട് ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ പ്ലാസ്മിഡ് ഓഫ് ഈക്കോളൈ. ഈക്കോളൈ പ്ലാസ്മിഡിനകത്തേക്ക് കടത്തി വിടുന്നു. പോളിപെപ്റ്റൈഡ് ചെയിൻ എയും ബിയും ഉണ്ടാക്കും. Then these chains are separated and connected by using disulfide linkage. മാർക്ക് ചെയ്തിട്ട് ഡൈസൾഫൈഡ് ലിങ്കേജുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് ഹ്യൂമൻ ഇൻസുലിൻ, ഹ്യൂമുലിൻ എന്ന് പറയും, അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻസുലിൻ സാർ എപ്പോഴാണ് കഴിയുക? എടാ അടുത്ത ഒരൊറ്റ ചാപ്റ്ററും കൂടെ ഉള്ളൂ, ലാസ്റ്റ് ചാപ്റ്റർ. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ ആണ് ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ഇതുകൂടെ കഴിഞ്ഞാൽ പരിപാടി ഫിനിഷ് ആയി കേട്ടോ. ഒരു 10 minutes മാക്സിമം തോന്നുന്നു എനിക്ക്. ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ മക്കളെ ഇതുപോലൊരു ടേബിൾ വന്നു കഴിഞ്ഞാൽ, ഒരു ഫ്ലോ ചാർട്ട് വന്നു കഴിഞ്ഞാൽ ഫില്ല് ചെയ്യാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ഡാറ്റ കാണിച്ച്. പോപ്പുലേഷൻ ഡെൻസിറ്റി, എമിഗ്രേഷൻ, ഇമിഗ്രേഷൻ, നേറ്റാലിറ്റി, മോർട്ടാലിറ്റി, ഇങ്ങനെ ഒരു സാധനം വന്നാൽ ഫില്ല് ചെയ്യാൻ ഡാറ്റ കാണിച്ച്. ടെക്സ്റ്റ് ബുക്കിലും കിടക്കുന്നുണ്ട്, മെറ്റീരിയലിൽ കിടക്കുന്നുണ്ട്. ആ ഫ്ലോ ചാർട്ട് ഇല്ലസ്ട്രേഷനെ വരത്തുള്ളൂ കേട്ടോ. ആ ഇല്ലസ്ട്രേഷനെ വരുള്ളൂ. പോസിറ്റീവ്, ഇമിഗ്രേഷൻ, നേറ്റാലിറ്റി. കറക്റ്റാ. ഇമിഗ്രേഷനും നേറ്റാലിറ്റി പോസിറ്റീവ് ആണ്. ആൻഡ് നെഗറ്റീവിന്റെ കേസിൽ എമിഗ്രേഷനും മോർട്ടാലിറ്റിയും വരും. ഓക്കേടാ. ദെൻ ഇത് നോക്ക് മക്കളെ. നേറ്റാലിറ്റി ആൻഡ് മോർട്ടാലിറ്റി, ഇമിഗ്രേഷൻ ആൻഡ് എമിഗ്രേഷൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ. ഉറപ്പിച്ചോ കേട്ടോ. ഉറപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇമിഗ്രേഷൻ, എമിഗ്രേഷൻ, നേറ്റാലിറ്റി, മോർട്ടാലിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് ചോദിക്കുന്നതാണ്. ആൻഡ് മോർട്ടാലിറ്റി എന്താണ്? ഡെത്ത് റേറ്റ് ആണ്. ആൻഡ് നേറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബർത്ത് റേറ്റ് അല്ലേ? ആണെങ്കിൽ ഡാറ്റ കാണിച്ചേ. എക്സിറ്റ് അടിച്ചു പോയ ആളുകൾ, എൻട്രൻസ് ചെയ്ത ആളുകൾ, ഇമിഗ്രേഷൻ, എമിഗ്രേഷൻ, അത് നോക്കിയാണെങ്കിൽ ഒറ്റ സെന്റൻസ് പഠിച്ചാൽ മതി കേട്ടോ. എല്ലാത്തിന്റെ ഓരോ സെന്റൻസ് പഠിച്ചാൽ മതി. വേറെ കാര്യമായിട്ട് അതിനകത്ത് കിടന്ന് തലകുത്തി മറിയേണ്ട കാര്യം നമുക്കില്ല. മോർട്ടാലിറ്റി, നേറ്റാലിറ്റി, അതുപോലെ ഇമിഗ്രേഷൻ, എമിഗ്രേഷൻ നല്ല വൃത്തിക്ക് പഠിച്ചോളൂ. സെലക്ട് ദ സ്റ്റേബിൾ പോപ്പുലേഷൻ. മക്കളെ ABC പിരമിഡില് സ്റ്റേബിൾ പോപ്പുലേഷൻ ഏതാണ്? ശരിക്കും നോക്കിയാൽ മനസ്സിലാവും ഏതാണ് സ്റ്റേബിൾ. സ്റ്റേബിൾ വേഗം ചാറ്റിലേക്ക് മെസ്സേജ് ഇട്ട്. കമ്പയർ ദ നേച്ചർ ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ABC. സ്റ്റേബിൾ B ആണോ? B ആണോ സ്റ്റേബിൾ എങ്കിൽ ഡാറ്റ കാണിച്ചേ. A ആണോ സ്റ്റേബിള്? സി ഗൈസ്, B ആണ് സ്റ്റേബിൾ കേട്ടോ. B ആണ് സ്റ്റേബിൾ പോപ്പുലേഷൻ. A എക്സ്പാൻഡിങ് പോസിറ്റീവ് ഗ്രോത്ത് ആണ്. B സ്റ്റേബിൾ സീറോ ഗ്രോത്ത് ആണ്. C എന്ന് പറയുന്നത് ഡിക്ലൈനിങ് നെഗറ്റീവ് ഗ്രോത്ത് ആണ്. ഇത്രയും പഠിക്കണം കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചോ. പിരമിഡ് കാണുമോ മനസ്സിലാവും, അത്ര എഴുതിയാൽ മതി. വല്ല ഭയങ്കര പ്രശ്നങ്ങളൊന്നും വരുത്തണ്ട. ഇങ്ങനൊരു സാധനം വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഇന്ററാക്ഷനിൽ മൈനസ് മൈനസ് നെഗറ്റീവ് ആണെങ്കിൽ കോമ്പറ്റീഷൻ അല്ലേ? 2 നെഗറ്റീവ് കോമ്പറ്റീഷൻ ആണെങ്കിൽ ഡാറ്റ കാണിച്ച്. ഒരു സീറോയും ഒരു നെഗറ്റീവും വന്നാൽ അത് എന്താണ്? ഒരു പ്ലസും ഒരു സീറോയും വന്നാൽ അത് എന്താണ്? പറഞ്ഞോ. എക്സും വൈയും. 0 മൈനസ് പ്ലസ് 0, 0 മൈനസ് അമെൻസാലിസം, പ്ലസ് 0 കമൻസാലിസം. സെറ്റ് ആണെങ്കിൽ ഡാറ്റ കാണിച്ച്. Then last one plus 0 കഴിഞ്ഞാൽ ഇവിടെ നോക്ക്. B നോക്ക്. Name the interaction where one species is benefited, other is detrimental. ഒരാൾക്ക് ബെനിഫിറ്റും മറ്റേ ആൾക്ക് പണിയും കിട്ടുന്ന ഒറ്റ ഒരു ഇന്ററാക്ഷനേ ഉള്ളൂ പാരസിറ്റിസോൺ. ശരിയല്ലേ? ഒരാൾക്ക് പണി കിട്ടുന്നു, അടുത്ത ആൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നു. ഡെട്രിമെന്റൽ എന്ന് പറഞ്ഞാൽ പണി കിട്ടുന്നു. ഓക്കെ. ആൻഡ് ഇവിടെ നോക്കുക, ഇതിനൊക്കെ എന്താണ് കണക്ഷൻ? ടൈഗറും മാനും, ടൈഗർ മാനിനെ കഴിക്കുന്നു, ബട്ടർഫ്ലൈ പോളൻ കഴിക്കുന്നു, ഹ്യൂമൻ ലിവർ ഫ്ലൂക്ക് സ്നെയിൽ കഴിക്കുന്നു, ദെൻ ലൈസ് ഓൺ ഹ്യൂമൻ, മനുഷ്യന്റെ തലയിലെ പെയിൻ. എന്തിന് എക്സാമ്പിൾ? ഏത് ഇന്ററാക്ഷൻ എന്നാണ് ചോദിക്കുന്നത്? ഓർക്കിഡ് അറ്റാച്ച് ടു ട്രീ, മൈക്രോറൈസൽ അസോസിയേഷൻ ഓഫ് ഫംഗൈ ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. അത് ഞാൻ പറഞ്ഞുതരാം. സിംബയോസിസ് അല്ലേ? ആണോ? സ്പാരോ ഈറ്റിംഗ് സീഡ്, എഗ്രേറ്റ്സ് ഫോറേജിംഗ് ക്ലോസ് ടു കാറ്റിൽ. ടൈഗർ പ്രഡേഷൻ ആണ് മക്കളെ. ദെൻ ബട്ടർഫ്ലൈ പോളൻ കഴിക്കുന്നത് മ്യൂച്വലിസം ആണ്. ദെൻ ഹ്യൂമൻ ലിവർ ഫ്ലൂക്ക്
പാരസിറ്റിസം ആണോ? ഒന്ന് പാരസൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ലൈസ് ഓൺ ഹ്യൂമൻസ് അത് പാരസിറ്റിസം തന്നെയാണ്. ഓർക്കിഡ് അറ്റാച്ച് മാട്രി, മാംഗോ ട്രീയിലൊക്കെ ഓർക്കിഡ് ഇരിക്കുന്നത് തെറ്റിക്കേണ്ട, കമൻസാലിസം ആണ് കേട്ടോ. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു മൈക്രോറൈസയുടെ കേസിൽ മ്യൂച്വലിസം ആണ്, ബെനിഫിഷ്യൽ ആണ്. ഓക്കെ, സിംബിയോട്ടിക് റിലേഷൻഷിപ്പ് ആണ് അവരുടെ. ദെൻ സ്പാരോ ഈറ്റിംഗ് സീഡ് കഴിക്കുന്ന സ്പാരോ പ്രഡേഷൻ ആണ്. ഫൊറേജിങ് കാറ്റിൽ, അതായത് എഗ്രറ്റ്, കൊക്കില്ലേ, കൊക്ക്, വെള്ളക്കൊക്ക്, അതാണ് എഗ്രറ്റ്. അത് വന്ന് കാറ്റ്ലിന്റെ പരിസരത്ത് കറങ്ങി നടക്കുന്നത് കമൻസാലിസത്തിന് എക്സാമ്പിൾ ആ. സെറ്റാണെങ്കിൽ തംസ് ഇട്ടോ മക്കള്. ഓക്കെ അല്ലേ? ആൻഡ് നമുക്ക് മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നോക്കാം. സൈസ് ഓഫ് എ പോപ്പുലേഷൻ ഇസ് നോട്ട് സ്റ്റാറ്റിക് ആൻഡ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ലീഡ്സ് ടു ഡിക്രീസ് ഇൻ പോപ്പുലേഷൻ? താഴെ കൊടുത്തിരിക്കുന്ന 1, 2, 3, 4 പോപ്പുലേഷന്റെ ഡിക്രീസിന് കാരണമായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ? ശരിക്കും നോക്കിക്കോളൂ. ഡിക്രീസിന് കാരണമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ചാറ്റിലേക്ക് വേഗം മെസ്സേജ് ഇട്ടോളൂ, വേട്ടന്നിട്ടോളൂ. രണ്ട്, മോർട്ടാലിറ്റി ആൻഡ് എമിഗ്രേഷൻ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ ആണ്. മോർട്ടാലിറ്റിയും എമിഗ്രേഷനും ആണ് കേട്ടോ. അത് കുറവാ, ഡിക്രീസ് എന്ന് പറഞ്ഞാൽ കുറയുമല്ലോ, മോർട്ടാലിറ്റി എമിഗ്രേഷനും കുറവാ, അതുകൊണ്ട് അത് കറക്റ്റ് ആൻസർ ആണ്. ദ ഡെസേർട്ട് പ്ലാന്റ്സ് ലൈക്ക് ഒപ്പൻഷ്യ ആർ ഏബിൾ ടു ഗ്രോ ഇൻ എക്സ്ട്രീം കണ്ടീഷൻ ആൻഡ് സജസ്റ്റ് എനി ടു അഡാപ്റ്റേഷൻ ഓഫ് ദിസ് പ്ലാന്റ്. മക്കളെ, ഡെസേർട്ടിലുള്ള ഒരു പ്ലാന്റ് ആണ് ഒപ്പൻഷ്യ. അവർക്ക് ഒരു കുഴപ്പമില്ല ആ കണ്ടീഷനിൽ. എന്തുകൊണ്ടാണ്? രണ്ടെണ്ണം നോട്ട് ചെയ്തിട്ട്, തിക്ക് ക്യൂട്ടിക്കിൾ ഉണ്ട്, സ്പെഷ്യൽ ഫോട്ടോസിന്തറ്റിക് പാത്വേ, CAM പാത്വേ ഉണ്ട് കേട്ടോ. ദെൻ photosynthetic function carried by the flattened stem. അവരുടെ സ്റ്റെം ഫ്ലാറ്റൻഡ് ആണ്. ഫോട്ടോസിന്തറ്റിക് ഫംഗ്ഷൻ ചെയ്യുന്നത് അവരുടെ ഫ്ലാറ്റൻഡ് സ്റ്റെം ആ. മാർക്ക് ചെയ്തിട്ടോ കേട്ടോ, വേഗം മാർക്ക് ചെയ്തോളൂ. ക്യൂട്ടിക്കിൾ ഉണ്ട്, സ്പെഷ്യൽ ഫോട്ടോസിന്തറ്റിക് പാത്വേ, CAM പാത്വേ ഉണ്ട്. carried by flattened stems ആണ് ഫോട്ടോസിന്തസിസ് പെർഫോം ചെയ്യുന്നത്, ലീഫ് അല്ല. ഓക്കെ ഗൈസ്, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. dN/dt is equal to Rn into K minus N/K. ഇക്വേഷൻ ഓർക്കണ്ടെങ്കിൽ ഡാറ്റ കാണിച്ചേ. തലകുത്തണ്ട, ആറും കെയും എന്താണ്? ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസും ക്യാരിയിങ് കപ്പാസിറ്റി ആണോ? ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് ആണ് ഒരെണ്ണം, അടുത്തത് K ഫോർ ക്യാരിയിങ് കപ്പാസിറ്റി. എഴുതി വെച്ചോ, ചോദിക്കും. ആറും കെയും ചോദിക്കും, മാർക്ക് ചെയ്ത് വെച്ചോ കേട്ടോ. K ക്യാരിയിങ് കപ്പാസിറ്റി കറക്റ്റ് ആണ്. സ്റ്റീഫൻ ഹോക്കിൻസ് തീർത്ഥ മെസ്സേജ് ഉണ്ട്. ഇതൊക്കെ എന്താണാവോ? തീർത്ഥ, നീ ഇപ്പോഴാണോ ഇതൊക്കെ കാണുന്നത്? K ക്യാരിയിങ് കപ്പാസിറ്റി ആണ്, R ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് ആണ്. അഗൈൻ നോക്കൂ ഗൈസ്, dN/dt is equal to Rn into K minus N/K. Which type of growth curve does it represents? ഇത് ഏതാ ഇക്വേഷൻ വെച്ചിട്ട് ഏത് ഗ്രോത്ത് കർവ് ആണ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വന്നിരിക്കും. മാർക്ക് ചെയ്ത് വെച്ചോ. എക്സ്പോണൻഷ്യൽ ഇതല്ലാന്ന് തീർത്ഥ പറയുന്നത്. ഓക്കെ തീർത്ഥ, എക്സ്പോണൻഷ്യൽ സ്റ്റീഫൻ പറഞ്ഞു. N ഡെൻസിറ്റി, പോപ്പുലേഷൻ ഡെൻസിറ്റി, R ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്, K ക്യാരിയിങ് കപ്പാസിറ്റി, ലോജിസ്റ്റിക് ഗ്രോത്ത് ആണ്. ഓക്കെ ഗൈസ്, എക്സ്പോണൻഷ്യലും ലോജിസ്റ്റിക്കും ഗ്രോത്തിന്റെയും കർവ് നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ മക്കളെ. എക്സ്പോണൻഷ്യലും ലോജിസ്റ്റിക്കും തമ്മിൽ തെറ്റിപ്പോകരുത് കേട്ടോ. ലോജിസ്റ്റിക് ഗ്രോത്ത് ആണ് ഒരെണ്ണം. ഓക്കെ, ലോജിസ്റ്റിക് ഗ്രോത്ത് നമുക്ക് തന്നിരുന്നത് ലോജിസ്റ്റിക് ഗ്രോത്തിന്റെ ഇക്വേഷൻ ആണ്. അടുത്തത് ഇൻ എ ഗിവൻ, ശ്രദ്ധിക്കൂ, സിമ്പിൾ ആണെന്ന് കരുതി സ്കിപ്പ് അടിച്ച് കളയരുത് കേട്ടോ. ഇൻ എ ഗിവൻ ഹാബിറ്റാറ്റ് മാക്സിമം നമ്പർ ഓഫ് പോസിബിൾ ഫോർ എ സ്പീഷീസ് ഇസ് കോൾഡ് ഡാഷ് ഓഫ് ദ സ്പീഷീസ് ഇൻ ദാറ്റ് ഹാബിറ്റാറ്റ്. മാക്സിമം, ഒരു സ്ഥലത്ത് മാക്സിമം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ആളുകളുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ക്യാരിയിങ് കപ്പാസിറ്റി അല്ലേ? ക്യാരിയിങ് കപ്പാസിറ്റി ആണ് കേട്ടോ. ക്യാരിയിങ് കപ്പാസിറ്റി K വെച്ച് റെപ്രസെന്റ് ചെയ്യും നമ്മൾ. വാട്ട് ഈസ് ബ്രൂഡ് പാരസിറ്റിസം? ഇമ്പോർട്ടന്റ്, മാർക്ക് ചെയ്തോ. കുയിലിന്റെ കൂട്ടിൽ കാക്ക മുട്ടയിട്ടു. ഓക്കെ ആണെങ്കിൽ ഡാറ്റ കാണിച്ച്, അതാണ് എന്ത്? ബ്രൂഡ് പാരസിറ്റിസത്തിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നോക്ക്, സീൻ ഇൻ പാരസിറ്റിക് ബേർഡ്സ്, എക്സാമ്പിൾ ബിറ്റ്വീൻ കുക്കു ആൻഡ് ക്രോ. കുക്കു lays its egg in the nest of the host, crow for incubation, hatching and rearing of young ones. Then the eggs of cuckoo resembles the eggs of crow in size, then shape and color. Crow cannot detect the ഫോറിൻ എഗ്. ഫോറിനിൽ നിന്ന് വന്ന എഗ് അല്ല. കുക്കുവിന്റെ എഗ് ആർക്ക് തിരിച്ചറിയാൻ പറ്റില്ല? കാക്കയ്ക്ക് പറ്റത്തില്ല. കുയിലിന്റെ തിരിച്ചറിയാൻ കാക്കയ്ക്ക് കഴിവില്ല. ഏകദേശം ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് എ പാർട്ട് ക്വസ്റ്റ്യൻ. ഡിഫൈൻ ഗോസിസ് കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഒരു മാർക്കിന് ചോദിക്കും ഗോസിന്റെ കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതാൻ. സ്റ്റേറ്റ് ചെയ്ത് തന്നെ വെക്കണം. വാട്ട് ഈസ് മീൻ ബൈ കോമ്പറ്റീറ്റീവ് റിലീസ്? ഇത് രണ്ടും ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്ക്, ടു ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് തമ്മിൽ കോമ്പറ്റീഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഒരേ റിസോഴ്സിന് തന്നെയാണ് കേട്ടോ. cannot coexist, അതായത് indefinitely and the competitively inferior one will be eliminated. അതിൽ ഒരു സാധനത്തിന് വേണ്ടി രണ്ടുപേര് തമ്മിൽ കോമ്പറ്റീഷൻ നടന്നാൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കത് കിട്ടും. അടുത്ത ആൾ എന്ത് ചെയ്യും? കോഎക്സിസ്റ്റ് ഒന്നും ചെയ്യത്തില്ല, എലിമിനേറ്റ് ആയിട്ട് പോകും, അയാൾക്ക് ആ സാധനം കിട്ടത്തില്ല കേട്ടോ. ആൻഡ് ഇവിടെ കോമ്പറ്റേറ്റീവ് റിലീസും പറഞ്ഞിട്ടുണ്ട്. എ സ്പീഷീസ് ഇസ് റെസ്ട്രിക്റ്റഡ് ടു എ സ്മോൾ ജിയോഗ്രഫിക്കൽ ഏരിയ ഡ്യൂ ടു ദ കോമ്പറ്റേറ്റീവ്ലി സുപ്പീരിയർ സ്പീഷീസ്. ഒരാൾക്ക് ഒരു സ്ഥലത്ത് മറ്റൊരാൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരാൾക്ക് അടുത്ത സ്ഥലത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സ്പ്രസ് ആവാൻ പറ്റില്ല. അതാണ് കോമ്പറ്റേറ്റീവ് റിലീസ് എന്ന് പറയുന്നത് കേട്ടോ.
ഫിഗർ മാർക്ക് ചെയ്തോടാ. എനിക്ക് തോന്നുന്നു മിക്കവാറും എന്താ ഇത് തന്നെ ഫിഗർ ആയിട്ട് എക്സാമിന് ചോദിക്കാനാണ് സാധ്യത കേട്ടോ. എയും ബിയും എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ്, ഒന്ന് ലോജിസ്റ്റിക് ഗ്രോത്ത് ആണ്. ആൻഡ് വിച്ച് ടൈപ്പ് ഓഫ് ദ ഗ്രോത്ത് മോഡൽ ഈസ് കൺസിഡറബിൾ മോർ റിയലിസ്റ്റിക്? എന്തുകൊണ്ടാണ് മക്കളെ? ലോജിസ്റ്റിക് ആണോ എക്സ്പോണൻഷ്യൽ ആണോ റിയലിസ്റ്റിക് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് എഴുതണം നിങ്ങൾ? ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡൽ അതാണ് റിയലിസ്റ്റിക്. റിസോഴ്സസ് ഫോർ ഗ്രോത്ത് ഫോർ മോസ്റ്റ് ആനിമൽ പോപ്പുലേഷൻസ് ആർ ഫിനിറ്റ് ആൻഡ് ബിക്കം ലിമിറ്റിംഗ് സൂൺ ഓർ ലേറ്റർ. അത് മാർക്ക് ചെയ്തിട്ട് ലോജിസ്റ്റിക് ആണ്. ലോജിസ്റ്റിക് തന്നെ എഴുതണം കേട്ടോ, തെറ്റിക്കരുത്. ലോജിസ്റ്റിക് എന്ന് എഴുതണം കേട്ടോ. മെക്കാനിസം ദാറ്റ് പ്രൊമോട്ട് ദ കോ എക്സിസ്റ്റൻസ് റാദർ ദാൻ എക്സ്ക്ലൂഷൻ. എന്താ അത്? കോ എക്സിസ്റ്റൻസ്, അതായത് ഒരാളെ ഒഴിവാക്കുന്നതിന് പകരം ഒരുമിച്ച് രണ്ടുപേരും കൂടെ ഈക്വൽ ആയിട്ട് നിൽക്കാനായിട്ട് സമ്മതിക്കുന്ന ആ ഒരു മെക്കാനിസം നമ്മൾ എന്താ വിളിക്കുക? റിസോഴ്സ് പാർട്ടീഷനിങ് എന്നല്ലേ. എല്ലാം എനിക്ക് വേണമെന്ന് പറഞ്ഞ നേരം കൊണ്ട് മറ്റു വീതിച്ചു കൊടുക്കുക. ദാറ്റ് ഇസ് റിസോഴ്സ് പാർട്ടീഷനിങ്. വെരി ഗുഡ്. ഓക്കെ, ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്ത് വെച്ചോ. റിസോഴ്സ് അറിഞ്ഞുകൂടാന്ന് സ്റ്റീഫൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റീഫൻ ഞാൻ പറഞ്ഞുതരാം. എടാ, മൊണാർക്ക് ബട്ടർഫ്ലൈ ഇമ്പോർട്ടന്റ്. ഹൗ ഡസ് മൊണാർക്ക് ബട്ടർഫ്ലൈ പ്രൊട്ടക്ട് ഇറ്റ് സെൽഫ് ഫ്രം പ്രെഡേഷൻ? അതിനെ അടിച്ചു മാറ്റി കഴിക്കാൻ വരുന്ന ആളുകളിൽ നിന്ന് മൊണാർക്ക് ബട്ടർഫ്ലൈ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? ഓക്കെ, പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. ഹൗ ഡു സം സ്പീഷീസ് ഓഫ് ഇൻസെക്ട്സ് ആൻഡ് ഫ്രോക്സ് അവോയ്ഡ് ബീയിങ് ഈസിലി ഡിറ്റക്റ്റഡ് ബൈ ദ പ്രെഡേറ്റേഴ്സ്? മക്കളെ, ഇവിടെ ഒന്ന് മൊണാർക്ക് ബട്ടർഫ്ലൈയുടെ ആ ഒരു കെമിക്കൽ ഉള്ളതുകൊണ്ട് ഡിസ്റ്റേസ്റ്റ്, അതായത് വൃത്തികെട്ട ടേസ്റ്റ് കേട്ടോ. ഡിസ്റ്റേസ്റ്റ്ഫുൾ ടു ഇറ്റ്സ് പ്രെഡേറ്റർ ബേർഡ്. കണ്ടോ, ഒരു പോയിസണസ് കെമിക്കൽ മൊണാർക്ക് ബട്ടർഫ്ലൈയുടെ ബോഡിയിൽ ഉള്ളത് കൊണ്ട് ആ കഴിക്കാൻ വരുന്ന ബേർഡ് ഇത് കഴിക്കുമ്പോൾ ഒരു വൃത്തികെട്ട ടേസ്റ്റ് വരും. അതുകൊണ്ട് അതിന് പ്രൊട്ടക്ഷൻ കിട്ടും. ബേർഡ്സ് ഇത് കഴിക്കത്തില്ല. പിന്നെ ക്രിപ്റ്റിക്കലി കളർഡ് ക്യാമോഫ്ലേജ്, അത് മാർക്ക് ചെയ്ത് വെച്ച്. ചില ഫ്രോഗുകൾക്കും ഇൻസെക്റ്റുകൾക്കും ക്രിപ്റ്റിക്കലി കളർ ചേഞ്ച്, ക്യാമോഫ്ലേജ് എന്ന് പറഞ്ഞാൽ കളർ ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ആണ് കേട്ടോ. അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്കും പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ്. വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ മാർക്ക് ചെയ്ത് വെച്ചോളൂ. NT is equal to N0 e raised to RT. Expand the symbols in this equation. NT N0 e raised to RT. എക്സ്പാൻഷൻ ആണ് ചോദിച്ചേക്കുന്നത്. NT പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ടൈം T, N0 പോപ്പുലേഷൻ density at time 0, R intrinsic rate of natural increase, E base of natural logarithms. Okay അല്ലേ? ഓക്കെ ആണെങ്കിൽ വേവ് ചെയ്തേ. ഈ നമ്മുടെ പഴയ ലോഗറിതംസിലെ ആ സാധനം തന്നെയാണ് കേട്ടോ. ബേസ് ഓഫ് നാച്ചുറൽ ലോഗറിതം തന്നെയാണ്. ലാദാ ഈ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ വന്ന സെയിം ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡാറ്റ കാണിച്ച്. ഒന്ന് സ്റ്റേബിൾ ആണ്, ഒന്ന് ഡിക്ലൈനിങ് ആണ്, ഒന്ന് എക്സ്പാൻഡിങ് ആണ്. മറന്നു പോകരുത് കേട്ടല്ലോ. മറന്നു പോകുന്നുണ്ടെങ്കിൽ ഡാറ്റ കാണിച്ച് പോകരുത് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പാൻഡിങ്, സ്റ്റേബിൾ, ഡിക്ലൈനിങ് പോപ്പുലേഷന്റെ ഗ്രാഫ്. ആൻഡ് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അങ്ങനെ 11 ചാപ്റ്ററുകളും കറക്റ്റ് 9:35 നമ്മൾ ഫിനിഷ് ചെയ്തേക്കുവാണ്. സെറ്റല്ലേ? ഹാപ്പി ആയില്ലേ? ഇനി സമാധാനമായിട്ട് കുറച്ച് നേരം ഇരുന്ന് വായിച്ച് നോക്കുക. ദെൻ ഫുഡ് കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുക. എൻ്റെ മക്കള് കൂനമ്മാവ് അടുത്ത്. കൂനമ്മാവ് എടുത്തോ? ആര് കൂനമ്മാവ് എടുത്തു? ഓക്കെ, കൂനമാവ് ആരും എടുത്ത കാര്യം ഒരുത്തം പറയണ്ട. എടാ സ്റ്റീഫൻ, ഞാനല്ല കൂനമാവ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോ ഒരു കാര്യം നമുക്ക് ചെയ്യാം. ഇപ്പൊ പോയി ഫുഡ് കഴിച്ച് മക്കളെ റിലാക്സ് ചെയ്ത് കിടന്ന് ഉറങ്ങുക. രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇതൊക്കെ കൂടെ ഒന്നുകൂടെ ഒന്ന് ഓടിച്ച് നോക്കുക കേട്ടോ. ഒന്ന് ഓടിച്ച് നോക്കി സെറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് എക്സാം എഴുതുക. എക്സാം കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ റിവ്യൂസ് കണ്ടോ, മഞ്ഞു വന്നു. ഓക്കെ, റിവ്യൂസും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് ഒന്ന് പറഞ്ഞ് അറിയിച്ചേക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യം. അപ്പൊ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം നിങ്ങൾക്ക്. വൺസ് അഗൈൻ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഗുഡ് നൈറ്റ്. നമുക്ക് വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ കാണാം എന്നുള്ള വിശ്വാസത്തോടെ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്, ടാറ്റാ.